Hello everyone, good morning to all of you. Last year Jee Main examination, we have phases exam pala phases Jee Main conducting. Jee Main pala phases examinations morning section evening section questions discuss series I relate January 30 January 2023 evening section physics paper discussion ആണ് നമ്മളിപ്പോൾ വരുന്നത്. അപ്പോൾ ഈ പേപ്പർ വളരെ ഈസി ആയ പേപ്പറാണ്. നിങ്ങൾക്കതിൽ ഒരു ബുദ്ധിമുട്ടും ഒരു ക്വസ്റ്റ്യനിൽ പോലും ഉണ്ടെന്ന് തോന്നിയിട്ടില്ല. ശരിക്കും ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ എഴുതുന്നവർക്ക് ഈസി ആയിട്ട് 100% സ്കോറും ഫിസിക്സിൽ ചെയ്യാൻ പറ്റും. കാരണം ആ രീതിയിലുള്ള ഒരു ആവറേജ് പ്രിപ്പറേഷൻ പോലും നടത്തിയ കുട്ടികൾക്ക് 100% സ്കോർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഫുൾ തന്നെ 100% മീൻസ് ഐ മീനിങ് ദ ഫുൾ ക്വസ്റ്റ്യൻസ് ഓൾ ദ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പേപ്പറാണ്. അത് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാവുന്ന ഒരു പേപ്പറാണ്. അപ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്നു ഈ പേപ്പറിലൊക്കെ ഒത്തിരി പേര് ആ ഒരു 100% മാർക്കും സ്കോർ ചെയ്തിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. എനിവേ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. അപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന ഈ വർഷത്തെ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും അവരുടെ എക്സാമിനേഷൻ ഡേറ്റ്സ് ഒക്കെ അടുത്തടുത്ത് വരികയാണ്. എല്ലാവരും വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ട് ഫസ്റ്റ് ചാൻസിൽ തന്നെ നിങ്ങളുടെ ജനുവരി എക്സാമിനേഷനിൽ തന്നെ നിങ്ങൾക്ക് 100% ഐ എം ജസ്റ്റ് ടെല്ലിങ് യു അതായത് എൻറ്റയർ 100% ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഫിസിക്സിൽ ചെയ്യാൻ പറ്റണം. അത് ഇറ്റ്സ് അച്ചീവബിൾ നൗ. അത് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. ആഫ്റ്റർ സോ മെനി പ്രിപ്പറേഷൻസ് ആൻഡ് so much practice examinations etc., you will be able to easily score the entire questions. I am telling about scoring a good score or a better score, a best score. I am telling you can score 100% score. You can solve every 25 questions. You can solve all the 25 questions coming in your paper. So time kalaya then namukku nammada question discussions like povam. I am going to the first question of this. നോക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ മെക്കാനിക്സിന്റെ ബേസിക് ചാപ്റ്റർ ആയ ലോസ് ഓഫ് മോഷൻ എന്നാണ്. എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻ വാച്ച് ചെയ്യാം. ഐ വിൽ റീഡ് ദ ക്വസ്റ്റ്യൻ. എ ബ്ലോക്ക് ഓഫ് √3 kg is attached to a string whose other end is attached to the wall. An unknown force F is applied so that the string makes an angle 30 degrees with the wall. The tension T is. So it's a very very simple question. You can watch it over there. നിങ്ങൾക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ്റെ നേച്ചർ അവിടെ നിന്ന് തന്നെ വാച്ച് ചെയ്യാൻ പറ്റും. നോക്കൂ, ഞാൻ അല്പം ഒന്ന് സൂം ചെയ്തെടുക്കാം. കണ്ടോ, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പം നോക്കൂ, നമുക്ക് വേണ്ടതാകെ ഇത്രയേ ഉള്ളൂ. ഈ കയറിലെ ടെൻഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കും. വാട്ട് ഈസ് ദ ടെൻഷൻ ഇൻ ദ സ്ട്രിങ്? ശരിയല്ലേ? ഓക്കെ. അപ്പോൾ ഇവിടുത്തെ ടെൻഷൻ കണ്ടുപിടിക്കുന്നതിന് ജസ്റ്റ് വാട്ട് യു റിക്വയർഡ് ടു ഡു ഈസ് നിങ്ങൾ ഈ മാസിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രം ഒന്ന് വരച്ചാൽ മാത്രം മതി. ഇതിന് ഫ്രീ ബോഡി ഇക്വേഷൻ എഴുതുക. നോക്കൂ, ഈ ബോഡി റെസ്റ്റിലാണെന്ന് പറയുന്നുണ്ട്. ഈ ബോഡി റെസ്റ്റിലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഇക്വിലിബ്രിയത്തിലാണ്. അപ്പോൾ ഈ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഞാൻ വരയ്ക്കുകയാണെങ്കിൽ ഞാൻ ആ മാസിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കുകയാണ്. നോക്കാം, ഇതാണ് ആ മാസ്. അപ്പോൾ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുമ്പോൾ ആസ് യു നോ, നമുക്ക് ഫ്രീ ബോഡി ഡയഗ്രാം അവിടെ വരയ്ക്കുമ്പോൾ ആദ്യത്തെ ഇതെന്ന് പറയുന്നത് ഫോഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ തന്നെ വെയിറ്റ് ആണ്, അല്ലേ? വെയിറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി mg ആണ്. മാസ് തന്നിട്ടുണ്ട്. അപ്പോൾ വെയിറ്റായി. അപ്പോൾ ഈ ബോഡിയിൽ വെയിറ്റ് എടുത്തു, താഴേക്ക് വരുന്നു. പിന്നെ അടുത്ത് വരുന്ന ഒരു ഫോഴ്സ് ടെൻഷനാണ്. കണ്ടോ, ഇങ്ങനെ ഒരു സ്ട്രിങ് ഉണ്ട്. ഈ സ്ട്രിങ്ങിലെ ടെൻഷൻ വന്നിട്ടാണ് ഈ ബാലൻസിങ് നടത്തുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഫോഴ്സ് ടെൻഷനാണ്. അപ്പോൾ അതിങ്ങനെ വരും. ഇതാണ് ഇവിടുത്തെ ടെൻഷൻ. വെയിറ്റ്, ടെൻഷൻ. ഇപ്പോൾ വെയിറ്റായി, ടെൻഷനായി. പിന്നെ വരുന്ന അപ്ലൈഡ് ഫോഴ്സാണ്. പിന്നെ ഇങ്ങോട്ട് വരുന്നു ആ അപ്ലൈഡ് ഫോഴ്സ്, ക്യാപിറ്റൽ F. അപ്പം ഇങ്ങനെ 3 ഫോഴ്സുകളാണ് ഈ ബോഡിയിൽ ആക്ട് ചെയ്യുന്നത്: വെയിറ്റ്, ടെൻഷൻ ആൻഡ് ദ അപ്ലൈഡ് ഫോഴ്സ്. പക്ഷേ ഈ 3 ഫോഴ്സ് ഉണ്ടായിട്ട് പോലും ആക്ച്വലി ബോഡി റെസ്റ്റിലാണ്. വൈ ഇറ്റ് ഈസ് അറ്റ് റെസ്റ്റ്? കാരണം ഈ ഫോഴ്സ് എല്ലാം കൂടെ ബാലൻസ്ഡ് ആകുന്നു. സോ ദാറ്റ് ദ നെറ്റ് ഫോഴ്സ് വിൽ ബി 0. അപ്പം അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ചോദിച്ചിരിക്കുന്ന ഈ ടെൻഷന്റെ വാല്യൂ ആണ്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദ ടെൻഷൻ ഇസ് ദ ക്വസ്റ്റ്യൻ ഹിയർ, അല്ലേ? യെസ്. ഇനി എന്ത് ചെയ്യണമെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾ ഇവിടെ 2 റെഫറൻസ് ഡയറക്ഷൻസ് എടുക്കുക. ഏതൊക്കെ ഇവിടുത്തെ റെഫറൻസ് ഡയറക്ഷൻസ് എന്ന് പറയുന്നത്? 1 വെർട്ടിക്കൽ ഡയറക്ഷനും 2 ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. ഈ 2 ഡയറക്ഷനാണ് ഇവിടെ റെഫറൻസ്. ഓക്കെ. ഇതിൽ FMG ഓൾറെഡി തന്നെ റെഫറൻസ് ഡയറക്ഷനിലാണ്. അപ്പോൾ നമ്മളൊന്നും ചെയ്യണ്ട. കീപ് ഇറ്റ് ആസ് സച്ച്. അതേസമയം ഈ ടെൻഷൻ കണ്ടോ, ഒരു ആംഗിൾ മേക്ക് ചെയ്യുന്ന രീതിയിലാണ് റെഫറൻസ് ഡയറക്ഷൻ വിത്ത് റെസ്പെക്ട് വരുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ടെൻഷൻ നമ്മൾ റിസോൾവ് ചെയ്ത് 2 കമ്പണൻസ് ആക്കണം, അല്ലെ? 2 കമ്പണൻസ് ആക്കണം. അപ്പോൾ റിസോൾവ് ചെയ്യണമെങ്കിൽ ഒരു ആംഗിൾ ആവശ്യമാണ്. ക്ലിയർ ആയിട്ട് ഫിഗർ ചെയ്യുന്ന കാണാൻ കണ്ടോ. നിങ്ങൾ ഇവിടെ ഒരു ലൈൻ ഇങ്ങനെ വരച്ചാൽ ഈ ആംഗിൾ നിങ്ങൾക്ക് 30 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ഡൗട്ടും വേണ്ട, ഈ ആംഗിളും 30 ഡിഗ്രി തന്നെയാണ്. വൈ? ദേ ആർ ആൾട്ടർനേറ്റ് ആംഗിൾസ്. ചിലപ്പോൾ സ്വാഭാവികമായിട്ട് ദിസ് ആംഗിൾ ഈസ് ഹൗ മച്ച്? 30 ഡിഗ്രി. Now you can able to resolve. അപ്പോൾ ഇങ്ങോട്ട് വരുന്നത് T cos 30, ഇങ്ങോട്ട് വരുന്നത് T sin 30. അപ്പോൾ ക്ലിയർ ആണല്ലോ. This T cos 30 is balancing mg and T sin 30 is balancing F. And
easily you can find the value of T. And if you require, you can find the value of F also. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ബോഡി റെസ്റ്റിലാണ്. Vertical directional body equilibriumത്തിലാണ്. So that's why T cos 30 is balancing mg. So T end, what is cos 30? Root 3 by 2. M എത്രയാണ്? Root 3. G എത്രയാണ്? 10. So root 3 cancels and you are getting T to be how much? 20 Newton. ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, മനസ്സിലായല്ലേ? ഇനി എഫ് ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ എഫ് ഈക്വൽ ടി സൈൻ 30 എന്ന് എഴുതുക. ടി 20 ആണ്. 20 into half വരുമ്പോൾ 10 വരും. അപ്പോൾ ഈ എഫിന്റെ വാല്യൂ 10 വരും, ഈ കാര്യത്തിലെ ടെൻഷൻ 20 വരും. ആൻസർ കിട്ടിയല്ലോ. സോ ദ ഫസ്റ്റ് ഓപ്ഷൻ ഇസ് ദ ആൻസർ ഫോർ ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. This is the answer for this question. It's 20 Newton. Okay അല്ലേ? Yes, this is the answer. കണ്ടോ, ഒരു എക്സാമിനേഷൻ ഹാളിൽ maybe a maximum of 20 seconds is required for solving this question if you know properly. 20 സെക്കൻഡ് സമയം കൊണ്ട് ചെയ്യാവുന്ന ഒരു സാധാരണ ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഒരുപാട് ടൈം ലാഭിക്കാൻ പറ്റും അല്ലേ? കാരണം നമുക്കിപ്പോൾ അറിയാം 25 ക്വസ്റ്റ്യൻസ് അറൗണ്ട് 1 മണിക്കൂർ, 1 അവർ കൊണ്ട് നമ്മൾ ചെയ്തെടുക്കണം. ഏകദേശം ഒരു ക്വസ്റ്റ്യൻ നമുക്കൊരു 2.5 minutes വരെയൊക്കെ ഓൾമോസ്റ്റ് അവൈലബിൾ ആണ്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ ലെസ് ദാൻ ഹാഫ് മിനിറ്റ്സ് മതി. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അഡ്വാൻറ്റേജിലാണ്, 2 minutes അഡ്വാൻറ്റേജിലാണ്. ഓക്കെ, യെസ്. Now going to the next question. ഇതിന് വേറെ ഒന്നും പറയാനില്ല. We are going to the second question. Okay. And that question is from heat and thermodynamics. Heat and thermodynamics. Okay. A flask contains hydrogen and oxygen in the ratio. A flask contains hydrogen and oxygen in the ratio 2:1 by mass at a temperature 27 degrees Celsius. The ratio of average kinetic energy per molecule of hydrogen and oxygen respectively. Okay? Yes. So ഇതൊരു വളരെ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഹൈഡ്രജനും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. ഈ ഹൈഡ്രജന്റെ ഓക്സിജന്റെയും പ്രത്യേകത രണ്ടും ഡയറ്റോമിക് മോളിക്യൂൾ ആണെന്നുള്ളതാണ് അല്ലെ? ഹൈഡ്രജനും ഓക്സിജനും ഡയറ്റോമിക് മോളിക്യൂളാണ്. നമുക്കറിയാമല്ലോ, ഡയറ്റോമിക് മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം സാധാരണഗതിയിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്നൊരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്താണ്? ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് വെച്ചാൽ the manner in which the molecule possess energy ആണ്. The number of degrees of freedom എന്ന് പറയുന്നത് the number of manners, the number of ways in which. അപ്പം ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് വെച്ചാൽ എനർജി കിട്ടുന്ന ഒരു രീതിയാണ്. ഇനി നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് വെച്ചാൽ എനർജി കിട്ടുന്ന എല്ലാ രീതികളും കൂടെയാണ്. എല്ലാ രീതികളെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം, യൂഷ്വലി റൊട്ടേഷൻ വഴി എനർജി കിട്ടാം മോളിക്യൂൾസിന്, ട്രാൻസ്ലേഷൻ വഴി എനർജി കിട്ടാം മോളിക്യൂൾസിന്, വൈബ്രേഷൻ വഴി കിട്ടാം മോളിക്യൂൾസിന്. ഇതിൽ പലപ്പോഴും വൈബ്രേഷൻ എനർജി നമ്മൾ എടുക്കാറില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ വൈബ്രേഷൻ എക്സൈറ്റഡ് ആയിട്ടൊക്കെ വരണമെങ്കിൽ സ്വാഭാവികമായിട്ടും വളരെ ഹൈ ടെമ്പറേച്ചർ കണ്ടീഷൻസിലേ ഉള്ളൂ. ഈ 27 ഡിഗ്രി സെൽഷ്യസ് പോലുള്ള റൂം ടെമ്പറേച്ചർ കണ്ടീഷൻസിൽ വൈബ്രേഷണൽ മോഡ്സ് അത്രത്തോളം ആക്റ്റീവ് ആയിരിക്കില്ല. അതുകൊണ്ട് വൈബ്രേഷനുമായി അസോസിയേറ്റ് ചെയ്ത് വരുന്ന എനർജി വളരെ ചെറുതോ അല്ലെങ്കിൽ നെഗ്ലിജിബിൾ ചെയ്യാവുന്ന അത്രയും എമൗണ്ട് മാത്രമോ ഉള്ളതാണ്. ശരിയല്ലേ? യെസ്. അതേസമയം റൊട്ടേഷനും ട്രാൻസ്ലേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന എനർജി എല്ലാ ടെമ്പറേച്ചറിലും പൊസസ് ചെയ്യുമെന്നാണ് പറയുന്നത്. എബോവ് 0 കെൽവിൻ. 0 കെൽവിനുമുള്ള ഏത് ടെമ്പറേച്ചർ എടുത്താലും റൊട്ടേഷണൽ ആൻഡ് ട്രാൻസ്ലേഷണൽ എനർജി ഫോംസ് ഉണ്ടാവും. കൈനറ്റിക് എനർജി ഓഫ് ട്രാൻസ്ലേഷനും കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷനും വരും. അപ്പോൾ നമുക്കറിയാം, മോണോ അറ്റോമിക് ഗ്യാസ് മോളിക്യൂൾസ് ആണെങ്കിൽ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 3 ആണ്. ഡയറ്റോമിക്കിന് 5 ആണ്. പോളി അറ്റോമിക്കിന് യൂഷ്വലി നമ്മൾ 6 ആണ് സാധാരണ പറയാറുള്ളത്. എന്നാലും ഡയറ്റോമിക്കിന് 5ഉം അതുപോലെ തന്നെ നമ്മുടെ മോണോ അറ്റോമിക്കിന് 3യുമാണ് പറയുന്നത്. മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി അനുസരിച്ച് ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡം പൊസസ് ചെയ്യുന്ന എനർജി 3/2 kB × T ആണ്. ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡം പൊസസ് ചെയ്യുന്ന എനർജി 3/2 kB T ആണ് അല്ലേ? യെസ്. എന്താ 3/2 kB T എന്ന് പറയുന്നത്? kB എന്താണ്? ബോൾട്സ്മാൻസ് കോൺസ്റ്റന്റ്. അപ്പം എനർജി പെർ ഡിഗ്രി ഫ്രീഡം, എനർജി പെർ ഡിഗ്രി ഓഫ് ഫ്രീഡം, DF എന്ന് എഴുതിക്കുന്ന ഡിഗ്രി ഓഫ് ഫ്രീഡം ഫോർ എ മോളിക്യൂൾ, ഫോർ എ ഗ്യാസ് മോളിക്യൂൾ എന്ന് പറയുന്നത് 1/2 kBT ആണ്. ഓക്കെ, 1/2 kBT ആണ്. ശരിയല്ലേ? അതായത് ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡം, അത് റൊട്ടേഷനിലായിക്കോട്ടെ ട്രാൻസ്ലേഷനിലായിക്കോട്ടെ, അത് പൊസസ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് 1/2 kBT ആണ്. 1/2 kBT ആണ്. kB എന്താണ്? ബോൾട്സ്മാൻസ് കോൺസ്റ്റന്റ് ആണ്. T എന്താണ്? അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ്. അപ്പോൾ ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡം ആണെങ്കിൽ 1/2 kBT എനർജി കാണും. അപ്പോൾ ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, ഒരു മോണോ അറ്റോമിക് ഗ്യാസ് മോളിക്യൂൾസ് ആണെങ്കിൽ നമ്പർ ഓഫ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 3 ആണ്.
ഇപ്പോൾ ഒരു മോണോ അറ്റോമിക് ഗ്യാസ് മോളിക്യൂൾ ലൈക്ക് ഹീലിയം ഒക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ, നിയോൺ, ആർഗൺ അങ്ങനെയൊക്കെയുള്ള മോണോ അറ്റോമിക് ഗ്യാസ് മോളിക്യൂൾസ് എടുക്കുകയാണെങ്കിൽ 1 ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന് ½ kBt ഉണ്ട്. അങ്ങനെ മോണോ അറ്റോമിക് ഗ്യാസ് മോളിക്യൂളിന് 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. അപ്പോൾ എനർജി 3/2 kBt വരും. പക്ഷെ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഫോർ ഡയറ്റോമിക് മോളിക്യൂൾ എന്ന് പറയുന്നത് 5 ആണ്. 5 ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മോളിക്യൂളിന് 5 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്. ഓരോ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന് ½ kBt എനർജി ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എനർജി എത്ര വരും? 5/2 kBt വരും. എന്താണ്? 5/2 kBt വരും. 5/2 kBt വരും. ശരിയല്ലേ? ഓക്കെ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ കണ്ടോ, വന്നിരിക്കുന്ന മോളിക്യൂൾ എടുത്താൽ ഒന്ന് ഹൈഡ്രജൻ ആണ്, മറ്റെന്താണ്? ഓക്സിജൻ ആണ്. ഒന്ന് ഹൈഡ്രജൻ ആണ്, മറ്റെന്താണ്? ഓക്സിജൻ ആണ്. അപ്പോൾ ഹൈഡ്രജനും ഓക്സിജനുമാണ് വരുന്നതെങ്കിൽ രണ്ടുപേരും ഡയറ്റോമിക് മോളിക്യൂളാണ്. ഹൈഡ്രജൻ ഓക്സിജനാണ് വരുന്നതെങ്കിൽ രണ്ടുപേരും എന്താണ്? ഡയറ്റോമിക് മോളിക്യൂളാണ്. ഇപ്പോൾ രണ്ടുപേരും ഡയറ്റോമിക് മോളിക്യൂൾ ആണെങ്കിൽ രണ്ടുപേർക്കും പ്രോസസ് ചെയ്യുന്ന എനർജി എത്രയാണ്? 5/2 kBt ആണ്. 5/2 kBt അല്ലേ? യെസ്. അപ്പോൾ അതേസമയം ഒന്ന് മോണോ അറ്റോമിക്കും മറ്റൊരു ഡയറ്റോമിക്കും ആയിരുന്നെങ്കിൽ ഒന്ന് 5/2 kBt മറ്റേ 3/2 kBt വന്നന്. പക്ഷേ ഇവിടെ 2 ഡയറ്റോമിക് ഗ്യാസ് മോളിക്യൂൾസ് ആണ്. രണ്ടുപേരും പ്രോസസ് ചെയ്യുന്ന എനർജി ടോട്ടലി ഒരു ഡയറ്റോമിക് ഗ്യാസ് മോളിക്യൂൾ പ്രോസസ് ചെയ്യുന്ന എനർജി 5/2 kBt ആണ്. അപ്പോൾ ഹൈഡ്രജൻ ഡയറ്റോമിക് ആണ്. അപ്പോൾ അത് പ്രോസസ് ചെയ്യുന്ന അതിൻ്റെ ഒരു മോളിക്യൂൾ പ്രോസസ് ചെയ്യുന്ന എനർജി 5/2 kBt ആണ്. ഓക്സിജൻ ഡയറ്റോമിക് മോളിക്യൂൾ ആണ്. അപ്പോൾ അതിൻ്റെയും ഒരെണ്ണം പ്രോസസ് ചെയ്യുന്ന എത്രയാണ്? 5/2 kBt ആണ്. അപ്പോൾ ടോട്ടലി എത്രയാണ്? 2 പേർക്ക് ഈക്വൽ ആണ്. അതുകൊണ്ട് ആൻസർ എത്രയാണ്? 1:1 ആണ്. ശരിയല്ലേ? നല്ല ക്വസ്റ്റ്യൻ ആണത്. കാരണം അതിന് ഡിഫറെൻറ്റ് മാസ് എന്നൊക്കെ പറയുമ്പോൾ കണ്ടോ, റേഷ്യോ ഓഫ് മാസസ് ഒക്കെ തന്നിരിക്കുന്നത് നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാനാണ്. എന്ന് വെച്ചാൽ ആവശ്യമില്ലാത്തൊരു ഡേറ്റയിലേക്ക് നമ്മളെ ഫോക്കസിങ് കൊണ്ടുപോയി നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയാണ് മാസസിന്റെ റേഷ്യോ ഒക്കെ തന്നിരിക്കുന്നത്. എന്നിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു മോളിക്യൂളിന്റെ എനർജിയാണ്. അപ്പം ഡയറ്റോമിക് ഗ്യാസ് മോളിക്യൂൾ ആണെങ്കിൽ അത് എത്ര മാസിലെ റേഷ്യോ കീപ്പ് ചെയ്താലും അതിന്റെ ഒരു മോളിക്യൂൾ പ്രോസസ് ചെയ്യുന്ന ടോട്ടൽ എനർജി 5/2 kBt ആയിരിക്കും. ശരിയല്ല? 5/2 kBt. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഹൈഡ്രജൻ, ദ ആവറേജ് കൈനറ്റിക് എനർജി പെർ മോളിക്യൂൾ ഫോർ ഹൈഡ്രജൻ ഈസ് 5/2 kBt. The average kinetic energy per molecule for oxygen is also 5/2 kBt because both are diatomic gas molecules. That's why the ratio is equal to 1:1. Clear അല്ലേ? ഓക്കെ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വളരെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ കുറച്ച് കുട്ടികൾ ചിലപ്പോൾ തെറ്റിക്കും. കാരണം ഈ മാസസിന്റെ റേഷ്യോ വെച്ച് പലരും ചിലപ്പം തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. യെസ്. അപ്പം ഇത് പരീക്ഷയ്ക്ക് വായിച്ചാൽ മേ ബി അറിയാവുന്നൊരു കുട്ടിക്ക് 10 seconds പോലും വേണ്ട ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്. അത്രയ്ക്ക് എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കോൺസെപ്റ്റിലാണ്. ഓക്കെ. യെസ്. ഗോയിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 3. എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് സർക്യൂട്ടൊക്കെ സോൾവ് ചെയ്യാനായിട്ട്. ഇപ്പോൾ കറണ്ട് ലെക്സിറ്റി എന്നുള്ളൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതും വളരെ ഡയറക്റ്റ് ആയിട്ട് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, ദി ഇക്വലന്റ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. ഈ എക്കും ബിക്കും ഇടയ്ക്ക് വരുന്ന ഇക്വലന്റ് അല്ലെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ദി ഇക്വലന്റ് റെസിസ്റ്റൻസ് ഓർ ദി എഫക്റ്റീവ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ കാണുമ്പോൾ കുറേ വലിയ സർക്യൂട്ട് ആണെന്നൊക്കെ തോന്നും. പക്ഷേ റിയാലിറ്റിയിൽ ഇതൊരു വളരെ ഈസി സർക്യൂട്ടാണ്. നത്തിങ് ഇൻ ഇറ്റ്. വളരെ ഡയറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടുന്ന ഒരു സാധാരണ ക്വസ്റ്റ്യൻ മാത്രമാണിത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇനി ഇവിടെ സിമെട്രി അപ്ലൈ ചെയ്യണോ, അത് വേണോ, ഇത് വേണോ, ഇവിടെ ഒന്നും തന്നെ അപ്ലൈ ചെയ്യാനില്ല. നത്തിങ്. ഇറ്റ്സ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ. ഇറ്റ്സ് എ വെരി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾ നോക്കൂ, നിങ്ങൾ പോയിന്റ് എയിൽ നിന്ന് ഈ സർക്യൂട്ടിനൊന്ന് റീഡ്രോ ചെയ്ത് നോക്കിയാൽ മതി. പോയിന്റ് എയിൽ നിന്ന് ഈ സർക്യൂട്ടിനൊന്ന് റീഡ്രോ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ സിമെട്രി ഒന്നും എടുക്കണ്ട, നേരിട്ടങ്ങ് എടുത്താൽ മതി. കണ്ടോ, ചെയ്യുമ്പോൾ നോക്കൂ, ഇതേ കണ്ടോ, ഈ എയിൽ നിന്ന് ഇങ്ങനെ ഒരു ബ്രാഞ്ച് വന്നിട്ട് ഒരു 1.5ഉം 0.5 ഓമും കൂടെ ബിയിലോട്ട് പോകുന്നു. ഇപ്പം കണ്ടോ, എയിൽ നിന്നൊരു ബ്രാഞ്ച് വന്നിട്ട് ഒരു 1.5 ഇങ്ങനെ, ഒരു 0.5 ഇങ്ങനെ. എയിൽ നിന്ന് നോക്കൂ, ദേ ഈ ബ്രാഞ്ച് ഇങ്ങനെ വന്നിട്ട് 1.5 വഴി ബിയിലേക്ക് പോകുന്നു. അപ്പോൾ ഈ 1.5ഉം ഈ 0.5ഉം സീരീസിലാണ്. അപ്പോൾ അത് രണ്ടും കൂടെ ചേർന്ന് വരുമ്പോൾ 2 വരും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ബ്രാഞ്ച്, ഈ 1.5ഉം 0.5. പിന്നെ കണ്ടോ, എയിൽ നിന്നൊരു 12 നേരിട്ട് ബിയിലോട്ട് പോകുന്നു. പിന്നെ അടുത്ത് കണ്ടോ, ഇവിടെ എയിൽ നിന്ന് ഒരു 8 ഓം ഇങ്ങനെ ഈ ജംഗ്ഷനിലേക്ക് വരുന്നു. അതേ എയിൽ നിന്ന് 2 ഓം ഈ ജംഗ്ഷനിലേക്ക് വരുന്നു. അപ്പോൾ ഈ 8ഉം 2ഉം കൂടെ എങ്ങനെയാണ്? പാരലലാണ് അല്ലേ? യെസ്. പാരലാണ്. അത് ഈ ജംഗ്ഷനിലേക്ക് വരും. അവിടെ നിന്ന് ഒരു 4 ഓമും 6 ഓമും സ്റ്റാർട്ട് ചെയ്ത് പോകുന്നു. കണ്ടോ, അവിടെ നിന്ന് 4 ഓമും 6 ഓമും സ്റ്റാർട്ട് ചെയ്ത് പോകുന്നു. അത് നേരെ ബിയിലേക്ക് പോകുന്നു. കണ്ടോ, അപ്പോൾ 8 ഓമും 2 ഓമും അത് ഈ ജംഗ്ഷനിലേക്ക് വരുന്നു. എന്നിട്ട് അവിടെ നിന്ന് 4 ഓമും 6 ഓമും സ്റ്റാർട്ട് ചെയ്ത് പോകുന്നു. അപ്പോൾ അത് പാരലാണ്. ഇനി അടുത്ത് കണ്ടോ, ഈ 6 ഓം എക്കും ബിക്കും ഇടയ്ക്ക് ഡയറക്റ്റ് ആണ്. 6 ഓം
പിന്നെ ഏറ്റവും താഴെ കണ്ടോ 1 1 കൂടെ സീരീസ് ആണ്, അതും എക്കും ബിക്കും ഇടയ്ക്ക് ഡയറക്റ്റ് ആണ്. അപ്പോൾ അത് രണ്ടും കൂടെ എത്ര വരും? 2 ഓം വരും. ദിസ് ഇസ് എ സർക്യൂട്ട്. കാരണം ഈ സർക്യൂട്ടാണ് ഇങ്ങനെ എഴുതി തന്നിരിക്കുന്നത്, വളരെ ഡയറക്റ്റ് ആയ കേസാണ് കണ്ടോ. ഇനിയിപ്പോൾ എടുക്കുമ്പോൾ എന്താണ് നോക്കൂ, ഈ ലാസ്റ്റ് വരുന്ന എത്രയാണ്? 2 ഓം. ഇനി ചെയ്യാൻ അറിയാമല്ലോ, ഇനി എല്ലാവർക്കും ചെയ്യാൻ അറിയാവുന്നതാണ്. നോക്കൂ, ഈ 8 2 കൂടെ സീരീസ് ആണ് അല്ല, 8 2 കൂടെ സീരീസ് ആണ്. അപ്പോൾ 8 × 2 16 by 8 + 2 10. അപ്പോൾ 16/10. പിന്നെ 4 ഉം 6 ഉം കൂടെയും പാരലൽ, 8 × 2 കൂടെ പാരലാണ്, 8 × 2 കൂടെ പാരലാണ്. അപ്പോൾ അതിൻ്റെ എഫക്റ്റീവ് 8 × 2 by 8 + 2 ദാറ്റ് ഈസ് 16/10. ഈ 4 ഉം 6 ഉം കൂടെ എങ്ങനെയാണ്? പാരലാണ്. അപ്പോൾ 4 × 6 by 4 + 6. അപ്പോൾ അതും എത്രയാണ്? 24/10. അപ്പോൾ 24/10 ഈ 16/10 കൂടെ സീരീസ് ആണ്. അപ്പോൾ അത് 40/10 4 ഓം വരും. അപ്പോൾ ഇതെല്ലാം കൂടെ 4 ഓം വരും. അപ്പോൾ 2 ഓം 12 ഓം, ഇത് മൊത്തത്തിൽ 4 ഓം, ഇത് 6 ഓം, ഇത് 2 ഓം. ഇത്രയും ഇങ്ങനെ 5 ബ്രാഞ്ചുകൾ പാരലാണ്. അപ്പോൾ ഇത് പാരലായിട്ട് വരുന്നത് എങ്ങനെയാണ്? ഏറ്റവും ആദ്യം 2 ഓം, അതിന് താഴെ 12 ഓം, അതിന് താഴെ ഉണ്ട് ഇത് 4 കൂടെ 4 ഓം, പിന്നെ ഇത് 6 ഓം, പിന്നെ ഏറ്റവും താഴെ എത്രയാണ്? വീണ്ടും 2 അല്ലേ? ഇപ്പൊ 2 ഓം 12 ഓം 4 ഓം 6 ഓം ആൻഡ് 2 ഓം. ഇതിനെല്ലാം കൂടെ എഫക്റ്റീവ് എടുക്കുന്നു. 1/R effective equal to 1/2 plus 1/12 plus 1/4 plus 1/6 plus 1/2. So that's the answer. വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അല്പം ചെയ്തെടുക്കാനൊന്നുമില്ല, ജസ്റ്റ് നോക്കി എഴുതാവുന്ന സാധാരണ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് 3/2 എന്ന് വരും അല്ലേ? 3/2 എന്ന് വരും. സോ നാച്ചുറലി 1/R effective 3/2 ആണെങ്കിൽ R effective equal to 2/3. So that's the first choice. That's the first choice. ഓക്കെ, ഒന്നും ഒട്ടും ചലഞ്ചിങ് ആയ ഒരു ക്വസ്റ്റ്യൻ ഒന്നും അല്ല, ജസ്റ്റ് സാധാരണ രീതിയിൽ എഫക്റ്റീവ്. ഈവൻ നമ്മളിപ്പോൾ വല്ല സിമെട്രി റൂളൊക്കെ അപ്ലൈ ചെയ്യുന്ന കേസൊക്കെ ആയിരുന്നെങ്കിൽ ഓഫ് കോഴ്സ് അത് കൂടുതൽ എന്താണ് ചലഞ്ചിങ് ക്വസ്റ്റ്യൻ എന്ന് പറയാമായിരുന്നു. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല, ജസ്റ്റ് സാധാരണ ഒരു സർക്യൂട്ട് പോലെ നോക്കി ചെയ്തെടുക്കുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. മനസ്സിലായല്ലോ? യെസ്. ഇപ്പോൾ കറണ്ട് എലക്ട്രിസിറ്റി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്, വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വളരെ ഡയറക്റ്റ്, ഇൻഫാക്ട് വളരെ 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 ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒന്നുമില്ല അതിനകത്ത്, പ്രത്യേകിച്ച് നേരിട്ട് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ്. ഓക്കെ, യെസ്. Question number 4. So, രണ്ട് statements തന്നിട്ട് assertion reason type question ആണ്. I will read the assertion here. Assertion. The nuclear density, നോക്കൂ, വളരെ ട്രിക്കി ആയ ഒരു assertion ആണത്. The nuclear density of nuclei, ബോറോൺ, ലിഥിയം, അയൺ, നിയോൺ, ബിസ്മുത്ത്, ഇങ്ങനെയൊക്കെയാണ് തന്നിരിക്കുന്നത്. അതിൻ്റെയൊക്കെ മാസ് നമ്പർ, അറ്റോമിക് നമ്പറൊക്കെ എഴുതിയിട്ടുണ്ട്. Can be arranged as. അത് വായിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി എന്താണ്, എല്ലാവരും പഠിച്ചിട്ടില്ലേ? ന്യൂക്ലിയർ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ക്വാണ്ടിറ്റിയാണ്. ഏത് ന്യൂക്ലിയസ് എടുത്താലും അതിൻ്റെ ഡെൻസിറ്റി വാല്യൂ സെയിം ആണ്. നിങ്ങൾ ഏത് മോളിക്യൂൾ എടുത്താലും, നിങ്ങൾ ഏത് എലമെന്റ് എടുത്താലും ആ എലമെന്റിന്റെ ന്യൂക്ലിയസിന്റെ ഡെൻസിറ്റി, അതിനകത്തുള്ള ഒരു ആറ്റം എടുത്താൽ അതിന്റെ ന്യൂക്ലിയസിന്റെ ഡെൻസിറ്റി ഫിക്സ്ഡ് ആണ്. ലൈറ്റർ എലമെന്റ്സ് ആയിരുന്നാലും ഹെവിയർ എലമെന്റ്സ് ആയിരുന്നാലും ഏത് എലമെന്റ്സ് ആയിരുന്നാലും ന്യൂക്ലിയർ ഡെൻസിറ്റി ഈസ് കൺസിഡേർഡ് ടു ബി എ കോൺസ്റ്റന്റ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവരുടെ ഡെൻസിറ്റികൾ, ഇവരുടെ ന്യൂക്ലിയസിന്റെ ഡെൻസിറ്റികൾ കമ്പയർ ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. കാരണം എന്താണ്, എല്ലാത്തിനും ഈക്വൽ വാല്യൂ ആണ്. ഒരു 10⁻17 ഒക്കെ ഓർഡറിലാണ്. നിങ്ങൾക്കറിയാം ന്യൂക്ലിയർ ഡെൻസിറ്റീസ് ഓഫ് ദ ഓർഡർ ഓഫ് അറൌണ്ട് 10⁻17 ആണ്. അത്രയും ഹെവി ഡെൻസിറ്റി ഉള്ളൊരു ഇതാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതായാലും ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഡെൻസിറ്റിക്ക് ഓർഡർ ഒന്നുമില്ല. ദ ന്യൂക്ലിയർ ഡെൻസിറ്റി ഈസ് എ കോൺസ്റ്റന്റ് ഫോർ ഓൾ ന്യൂക്ലിയൈ. ദ ന്യൂക്ലിയർ ഡെൻസിറ്റി ഈസ് ദ സെയിം ഫോർ ഓൾ ന്യൂക്ലിയൈ. ദ ന്യൂക്ലിയർ ഡെൻസിറ്റി ഈസ് സെയിം ഫോർ ഓൾ ന്യൂക്ലിയൈ. ന്യൂക്ലിയർ ഡെൻസിറ്റി ഈസ് സെയിം for all nuclei. Nuclear density is same for all nuclei. That's why this assertion is wrong. Assertion boy. In a reason, the radius r of nucleus is related to its mass number a as r equal to r0 into a raised to 1/3, where r0 is a constant. അത് കറക്റ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. റേഡിയസ് ഓഫ് എ ന്യൂക്ലിയസ് NCERT-ലേക്ക് വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുള്ള ഇക്വേഷൻ ആണ്. r equal to r0 into a raised to 1/3. r0 ഒരു കോൺസ്റ്റന്റ് ആണ്. അത് ന്യൂക്ലിയർ യൂണിറ്റ് ഓഫ് റേഡിയസ് എന്നൊക്കെയാണ് അതിനെ വിളിക്കുന്നത്. അതിന്റെ വാല്യൂ ഒക്കെ അറൌണ്ട് 1.2 ഫെർമിക്ക് അടുത്താണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് ഈ അസർഷൻ തെറ്റും റീസൺ റോങ് എന്നുള്ള ഓപ്ഷനാണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ അല്പം ട്രിക്കിയാണ്. കാരണം വേറൊന്നുമല്ല, ന്യൂക്ലിയർ ഡെൻസിറ്റി എന്ന് പറയുന്നത് എല്ലാ ന്യൂക്ലിയസിനും സെയിം ആണ്. അപ്പോൾ ഇങ്ങനെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആക്ച്വലി
ലോജിക്കലി വളരെ ഇൻകറക്റ്റ് ആയിട്ടുള്ള അസേഷൻ ആണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൺലി റീസൺ ഈസ് ട്രൂ എന്ന് പറയുന്നത്, അസേഷൻ റോങ് റീസൺ ട്രൂ എന്ന് പറയുന്ന ഓപ്ഷനാണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരുന്നത്. സെക്കൻഡ് ഓപ്ഷനാണ് വരുന്നത്, assertion is false but reason is true. Assertion is false but reason is true. Okay? Yes. കണ്ടോ, അത് മോഡേൺ ഫിസിക്സിലെ ക്വസ്റ്റ്യൻ ആണ്. ആറ്റംസ് ആൻഡ് ന്യൂക്ലിയ എന്നുള്ള ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇൻഫാക്ട് വെരി വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ശരിയല്ലേ? ഓക്കെ. യെസ്. Now the question is from optics, ray optics. Question number 5. A thin prism P1, a thin prism. അപ്പം ray opticsൽ തന്നെ prism എന്നുള്ള ടോപ്പിക് എന്നുള്ളതാണ്. A thin prism P1 with an angle 6 degree and made of glass of refractive index 1.54 is combined with another prism P2 made from glass of refractive index 1.72 to produce dispersion without average deviation. The angle of prism P2 is. അല്ല, ഇതൊക്കെ അറിയാത്ത ആരെങ്കിലും ഉണ്ട്? എല്ലാവർക്കും അറിയാവുന്നതാണല്ലേ. രണ്ട് പ്രിസംസ് കമ്പൈൻ ചെയ്ത് ഒന്നുകിൽ ഡീവിയേഷൻ വിത്തൗട്ട് ഡിസ്പേഴ്സൺ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഡിസ്പേഴ്സൺ വിത്തൗട്ട് ആവറേജ് ഡീവിയേഷൻ ഉണ്ടാക്കുക. അപ്പോൾ ഇവിടെ ഡിസ്പേഴ്സൺ വിത്തൗട്ട് ആവറേജ് ഡീവിയേഷൻ ആണ്. എന്താ ഈ ആവറേജ് ഡീവിയേഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം, ഇപ്പോൾ ഒരു പ്രിസത്തിലൂടെ നമ്മളൊരു വൈറ്റ് ലൈറ്റ് കടത്തി വിടുകയാണെങ്കിൽ ഡിസ്പേഴ്സൺ സംഭവിച്ച് പുറത്തേക്ക് വരുന്ന ലൈറ്റ് 7 കളേഴ്സായിട്ട് സ്പ്ലിറ്റ് ചെയ്തായിരിക്കും വരിക. അപ്പോൾ അങ്ങനെയുള്ള പ്രോസസ്സിനെ നമ്മൾ ഡിസ്പേഴ്സൺ എന്ന് വിളിക്കുന്നു. മാത്രമല്ല, പ്രിസത്തിലൂടെ ലൈറ്റ് കടത്തി വിടുമ്പോൾ ഇനിഷ്യൽ എൻട്രിയും അല്ലെങ്കിൽ ലൈറ്റ് ഇനിഷ്യലി പ്രിസത്തിലേക്ക് എൻറ്റർ ചെയ്യുന്ന ഡയറക്ഷനും പ്രിസത്തിൽ നിന്ന് എമർജ് ചെയ്ത് വരുന്ന ലൈറ്റിൻ്റെ ഡയറക്ഷനും ഡിഫറൻ്റ് ആയിരിക്കും. ആ ഡിഫറൻസ് ഇൻ ഡയറക്ഷൻ ഓഫ് എൻറ്ററിങ് ആൻഡ് എമർജിങ് ലൈറ്റിനെയാണ് നമ്മൾ ഡീവിയേഷൻ എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പോൾ ഒരു പ്രിസത്തിലൂടെ ലൈറ്റ് വൈറ്റ് ലൈറ്റ് കടത്തി വിടുമ്പോൾ അതിന് സൈമൾട്ടേനിയസ്ലി ഡിസ്പേഴ്സണും ഡീവിയേഷനും ഉണ്ടാവും. പക്ഷെ ചിലപ്പോൾ ഒരു ലാബ് എക്സ്പെരിമെൻറ്റിൽ നമുക്കിതിൽ ഏതെങ്കിലും ഒരു കാര്യം മാത്രം സ്റ്റഡി ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് രണ്ടാമത്തതിന് അവോയ്ഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ രണ്ട് സ്യൂട്ടബിൾ പ്രിസംസ് കമ്പൈൻ ചെയ്താൽ നമുക്ക് ഒന്നുകിൽ ഡിസ്പേഴ്സൺ അവോയ്ഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഡീവിയേഷൻ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഒന്നുകിൽ ഡിസ്പേഴ്സൺ അവോയ്ഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഡീവിയേഷൻ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് ഡീവിയേഷൻ അവോയ്ഡ് ചെയ്യുന്ന ക്വസ്റ്റ്യനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഡീവിയേഷൻ അവോയ്ഡ് ചെയ്യാന്ന് വെച്ചാൽ മീൻ ചെയ്യുന്നത് ഇൻസിഡന്റ് ലൈറ്റും എമർജിങ് ലൈറ്റും പാരലായിരിക്കും എന്ന് പറഞ്ഞാൽ പറ്റില്ല. മറിച്ച് ഇൻസിഡന്റ് വൈറ്റ് ലൈറ്റും എമർജിങ് ലൈറ്റിലെ ആവറേജ് കമ്പോണന്റ് ആയി യെല്ലോ ലൈറ്റും പാരലായിരിക്കും. അതാണ് ഇതിന്റെ ഐഡിയ. ശരിയല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ രണ്ട് സ്യൂട്ടബിൾ പ്രിസംസ് ഇങ്ങനെ കമ്പൈൻ ചെയ്യും. രണ്ട് പ്രിസംസ് കമ്പൈൻ ചെയ്യുന്നു. രണ്ട് പ്രിസംസ് കമ്പൈൻ ചെയ്യുന്നു. ഇത് ഫസ്റ്റ് പ്രിസം, അടുത്തത് സെക്കൻഡ് പ്രിസം. അപ്പം അങ്ങനെ നോക്കൂ, ഇവിടെ ഈ പ്രിസത്തിന്റെ ആംഗിൾ A1, ഈ പ്രിസത്തിന്റെ ആംഗിൾ A2. ഈ പ്രിസത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് μ1, ഇതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് μ2. ഇതാണ് സംഭവം. നമ്മളിതിലേക്ക് ഒരു വൈറ്റ് ലൈറ്റ് ഇങ്ങനെ കടത്തി വിട്ടാൽ, ഒരു വൈറ്റ് ലൈറ്റ് നമ്മളിങ്ങനെ എൻ്റർ ചെയ്യുകയാണെങ്കിൽ നോക്കൂ, ഈ വൈറ്റ് ലൈറ്റ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തൊക്കെ പോകും. കണ്ടോ, വൈറ്റ് ലൈറ്റ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും. ഈ രീതിയിൽ സ്പ്ലിറ്റ് ചെയ്ത് പോകും. ഞാൻ റഫ് ഡയഗ്രാമാണ് വരയ്ക്കുന്നത്. എന്നിട്ട് ഈ പുറത്തേക്ക് വരുന്ന ലൈറ്റ് സ്പ്ലിറ്റ് ചെയ്ത് തന്നെയായിരിക്കും വരിക. ഓക്കെ. പക്ഷെ പുറത്തേക്ക് വരുന്ന ഇത്, അപ്പൊ ഇത് വയലറ്റ് റെഡ് ആയിട്ട് എടുത്താൽ, വയലറ്റ് റെഡ് ആയിട്ടൊക്കെ എടുത്താൽ, ഈ പുറത്തേക്ക് വരുന്ന കേസിൽ, പുറത്തേക്ക് വരുന്ന ലൈറ്റിന്റെ കേസിൽ നോക്കൂ, ഈ വയലറ്റിനും റെഡിനും ഇടയ്ക്കുള്ള ആ യെല്ലോ കമ്പോണന്റ്, ഇതാണ് വയലറ്റിനും റെഡിനും ഇടയ്ക്കുള്ള ആ യെല്ലോ കമ്പോണന്റ്. ഈ യെല്ലോ കമ്പോണന്റ് ഈ ഇനിഷ്യൽ വൈറ്റ് ലൈനിന് പാരലായിരിക്കും. കണ്ടോ, ഇനിഷ്യൽ വൈറ്റ് ലൈനിന് പാരലായിരിക്കും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. കണ്ടോ, ആ പുറത്തേക്ക് എമർജ് ചെയ്യുന്ന ലൈറ്റിലെ യെല്ലോ കമ്പോണന്റ് ഇൻസിഡന്റ് വൈറ്റ് ലൈറ്റിന് പാരലായിട്ട് വരും. അതാണ് ആവറേജ് ഡീവിയേഷൻ ഇല്ല എന്ന് നമ്മൾ പറയും. ഞാൻ ജസ്റ്റ് വരച്ച് കാണിച്ചത്, നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് ഈ ഫിഗർ ഒന്നും വരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ഐഡിയ നിങ്ങളോട് പറഞ്ഞു. അപ്പം അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഇവിടെ ആവറേജ് ഡീവിയേഷൻ ഉണ്ടാവാതിരിക്കാനുള്ള കണ്ടീഷൻ എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. ആവറേജ് ഡീവിയേഷൻ ഉണ്ടാവാതിരിക്കാനുള്ള മാത്തമാറ്റിക്കൽ കണ്ടീഷൻ ഇങ്ങനെയാണ്. നോക്കൂ, A1/A2 ഈക്വൽ ടു μ2 - 1 ഡിവൈഡഡ് ബൈ μ1 - 1. ഇതാണ് കണ്ടീഷൻ. എല്ലാവർക്കും അറിയാം അല്ലേ? ആവറേജ് ഡീവിയേഷൻ ഉണ്ടാവാതിരിക്കാനുള്ള കണ്ടീഷൻ ഇതാണ്. A1/A2 ഈക്വൽ μ2 - 1 ഡിവൈഡഡ് ബൈ μ1 - 1. A1 എന്താണ്? ഫസ്റ്റ് പ്രിസത്തിന്റെ ആംഗിൾ ആണ് 6 ഡിഗ്രി. A2 എന്താണ്? സെക്കൻഡ് പ്രിസത്തിന്റെ ആംഗിൾ. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. μ2 എന്താണ്? സെക്കൻഡ് പ്രിസത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.72. 1.72 - 1 0.72. പിന്നെ μ1 എന്താണ്? ഫസ്റ്റ് പ്രിസത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അത് എത്രയാണ്? 1.54. അപ്പോൾ 1.54 - 1. അപ്പോൾ എത്ര വരും? 0.54. ഇത് എത്ര വരും? 4/3 അല്ലേ? യെസ്. അപ്പം അങ്ങനെയാണെങ്കിൽ
A2 എത്ര വരും 4.5 ഡിഗ്രി എന്ന് വരും. മനസ്സിലായില്ലേ? ഓപ്ഷൻ 4 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ ആണല്ലോ? യെസ്, ദാറ്റ്സ് ആൻസർ ഫോർ ദിസ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ വാച്ച് ചെയ്യാൻ പറ്റുന്നത്, വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ദിസ് 4.5 ഡിഗ്രിയാണ്. 4.5 ഡിഗ്രിയാണ്. ഓക്കെ, ഇതൊക്കെ ചെയ്യാൻ പരീക്ഷയ്ക്ക് ഒരു 10 സെക്കൻഡോ 20 സെക്കൻഡോ സമയം മതി. മാക്സിമം 20 സെക്കൻഡ്സ് ഉണ്ട്. ഈ കണ്ടീഷൻ എല്ലാവരും, അതായത് ഡീവിയേഷൻ വിത്തൗട്ട് ഡിസ്പേഴ്സൻ്റെയും ഡിസ്പേഴ്സൺ വിത്തൗട്ട് ഡീവിയേഷൻ്റെയും കണ്ടീഷൻ എല്ലാവരും പഠിച്ചു വെക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ആ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചാൽ മാത്രം മതി. യു വിൽ ഡയറക്ട്ലി ഗെറ്റ് ദ ആൻസർ ഫോർ ദിസ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. വളരെ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 5 എന്ന് പറയുന്നത്. സോ നാച്ചുറലി ദ ആൻസർ ഈസ് വെരി മച്ച് റെഡി. ഓക്കെ, യെസ്. Going to the next question. നോക്കൂ, ക്വസ്റ്റ്യൻ നമ്പർ 6. ഇത് ലോജിക് ഗേറ്റ്സ് ചെയ്യുന്നു, ഇലക്ട്രോണിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ലോജിക് ഗേറ്റ്സ് ആണ്, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പരീക്ഷകൾക്കൊക്കെ ലോജിക് ഗേറ്റ്സ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ ഒരുപക്ഷെ എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. കണ്ടോ, ദ ഔട്ട്പുട്ട് Y ഫോർ ദി ഇൻപുട്ട്സ് A and B ഓഫ് ദ സർക്യൂട്ട് ഈസ് ഗിവൺ ബൈ. ഒരു പ്രയാസമുള്ള ക്വസ്റ്റ്യൻ അല്ല, വളരെ ഡയറക്റ്റ് ആണ്. ഇത് നിങ്ങൾ ആസ് യൂഷ്വൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ പറയുന്ന ABY എന്നുള്ള ഇത് കൊടുത്താൽ മാത്രം മതി. കണ്ടോ, ABY. അപ്പം എക്ക് ആദ്യം 0, ബിക്ക് ആദ്യം 0 കൊടുക്കുക, പിന്നെ 0 1 കൊടുക്കുക, 1 0 കൊടുക്കുക. അപ്പോൾ ആ രീതിയിൽ കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം ഇവിടെ എക്ക് 0 കൊടുക്കുന്നു, ബിക്കും 0 കൊടുക്കുന്നു. അപ്പം എന്ത് പറ്റും നോക്കൂ, എക്ക് 0 ആണെങ്കിൽ നേരെ ഇവിടെ 0 വരും അല്ലേ, ഇവിടെയും 0 വരും. ഇനി ഈ 0 എന്ന് പറയുന്നത്, അപ്പം ഇവിടെ ആണെങ്കിലും അങ്ങനെയാണ്, ഈ ബിന്ന് 0 ഇവിടെ വരും, ഇവിടെയും 0 വരും. ശരിയല്ലേ? നോക്കും. ഇനി കണ്ടോ, ഇതൊരു നാൻഡ് ഗേറ്റ് ആണ് അല്ലേ, നാൻഡ് ആണ്. അപ്പോൾ 0യും 0യും കൂടെ ആൻഡ് ചെയ്യുമ്പോൾ 0 ആണ്, നാൻഡ് ചെയ്യുമ്പോൾ 1 ആവും. ഇനി ഇവിടെയോ നോക്കൂ 1. അപ്പോൾ ഈ 1 ഇങ്ങോട്ടും പോവും, ഇതേ 1 ഇങ്ങോട്ടും വരും അല്ലേ. ഈ 1 ഇങ്ങനെ ഷോർട്ട് ചെയ്ത് അങ്ങോട്ടും പോയി ഇങ്ങോട്ടും വരും. കണ്ടത് വീണ്ടും നാൻഡ് ആണ്. അപ്പോൾ 0 1 കൂടെ ആൻഡ് ചെയ്യുമ്പോൾ 0 വരും, നാൻഡ് ചെയ്യുമ്പോൾ 1 വരും. ഇവിടെയും നാൻഡ് ആണ്, 1ഉം 0യും കൂടെ. അപ്പോൾ എത്ര വരും, 1ഉം 0യും കൂടെ ആൻഡ് ചെയ്യുമ്പോൾ 0 വരും, നാൻഡ് ചെയ്യുമ്പോൾ 1 വരും. അപ്പോൾ ആ 1 ഇവിടെ എത്തും. ഈ 1ഉം 1ഉം കൂടെ വീണ്ടും ആൻഡ് ചെയ്യുമ്പോൾ 1 ആവും, നാൻഡ് ചെയ്യുമ്പോൾ 0 ആവും. അപ്പോൾ ഇവിടെ ഫൈനൽ ആൻസർ 0 വരും. അപ്പോൾ 0 0 0 ആണ് കിട്ടുന്നത്. ശരി, ഇങ്ങനെ ഓരോ സ്റ്റേജായിട്ട് എഴുതി പോയാൽ മതി. അടുത്തത് A 0യും B നമുക്ക് 1ഉം കൊടുക്കും. ഇങ്ങനെ ഓരോന്നേരം എഴുതി പോയാൽ മതി, ഇതിനകത്ത് വേറെ വലിയ കാര്യമൊന്നുമില്ല. നോക്കും, നമുക്ക് A 0യും B 1ഉം കൊടുക്കാം. ഇപ്പം ഈ 0 ഇവിടെ വരുന്നു, ഈ 0 ഇവിടെ വരുന്നു, ഈ 1 ഇവിടെ വരുന്നു, ഈ 1 ഇവിടെ വരുന്നു. വീണ്ടും ഇവിടെ നോക്കാം, 0യും 1ഉം കൂടെ ആൻഡ് ചെയ്യുമ്പോൾ 0 ആണ്, നാൻഡ് ചെയ്യുമ്പോൾ 1 ആണ്. ആ 1 ഇവിടെ വരുന്നു, ഈ 1 ഇവിടെ വരുന്നു. എന്നിട്ട് ഈ 0യും 1ഉം കൂടെ ആൻഡ് ചെയ്യുമ്പോൾ 0 ആണ്, നാൻഡ് ചെയ്യുമ്പോൾ 1 ആണ്. ഈ 1ഉം 1ഉം കൂടെ ഇവിടെ ആൻഡ് ചെയ്യുമ്പോൾ 1 ആണ്, നാൻഡ് ചെയ്യുമ്പോൾ 0 ആണ്. ഇവിടെ 1 വരും, ഇവിടെ 0 വരും. അപ്പോൾ കണ്ടോ, 1ഉം 0യും കൂടെ ആൻഡ് ചെയ്യുമ്പോൾ 0 ആണ്, നാൻഡ് ചെയ്യുമ്പോൾ 1 ആണ്. അപ്പോൾ 0 0 എത്ര വരും, 1. 0 1 എത്ര വരും, 1 വരും. 0 1 എത്ര വരും, 1 വരും. എനിക്കൊന്ന് ഏകദേശം ഇതിൻ്റെ ആൻസർ ആയെന്ന് തോന്നുന്നു അല്ലേ. അല്ലല്ല, അപ്പോൾ ഇതൊക്കെ പോയി. ഇത് തെറ്റാണെന്ന് മനസ്സിലായി, ഇതും തെറ്റാണെന്ന് മനസ്സിലായി. ഇപ്പോൾ CO DO തേർഡോ ഫോർത്തോ ആണ് ആൻസർ. അപ്പം അത് ചെക്ക് ചെയ്യാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇനി ഓരോന്നായിട്ട് തേർഡും കണ്ടോ, രണ്ടിനും സെയിം ആണ്. 1 0 1 1 0 1. പിന്നെ 1 1 1 ആണോ 1 1 0 എന്നാണെന്ന് മാത്രം നോക്കിയാൽ മതി, നമുക്കിതിൻ്റെ ആൻസർ ആവും. അപ്പോൾ അതിൽ അടുത്തതും ഇതേപടി ചെയ്യുമ്പോൾ 1 0 എടുക്കുമ്പോൾ അതും 1 തന്നെ വരും. ഇനി സ്വാഭാവികമായിട്ട് ലാസ്റ്റ് സ്റ്റേജിൽ രണ്ടിനും 1 കൊടുത്ത് ചെയ്യുക. നോക്കും, എക്ക് 1 ബിക്ക് 1. ഇവിടെ 1 വരും, ഇവിടെ 1 വരും, ഇവിടെ 1 വരും, ഇവിടെ 1 വരും. 1 1 കൂടെ 1 ആണ്, നാൻഡ് ചെയ്യുമ്പോൾ 0. അപ്പോൾ ഇവിടെ 0 വരും, ഇവിടെ 0 വരും. 1 0 കൂടെ ആൻഡ് ചെയ്യുമ്പം 0, നാൻഡ് ചെയ്യുമ്പം 1. ഇവിടെയും 1 1 1 ഇവിടെ വരും. 1 1 കൂടെ 0 ആയിട്ട് വരും അല്ലേ. ഫോർത്ത് ഓപ്ഷൻ കറക്റ്റ് ആയില്ലേ? ഇറ്റ്സ് എ വെരി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, വളരെ ഈസിയായ ക്വസ്റ്റ്യൻ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ ഡയറക്റ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ലോജിക് ഗേറ്റ്സിൽ നിന്ന് നാൻഡ് വെച്ചുള്ള ഒരു ഗ്രൂപ്പിംഗ് ആണിത്. ഈ ഗ്രൂപ്പിങ്ങിൻ്റെ അവസാനം കിട്ടുന്ന റിസൾട്ട് ഈ രീതിയിലാണ്. ശരിയല്ലേ? ഓക്കെ. ഇപ്പോൾ എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ അതിൻ്റെ രീതിയിലുള്ള ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എനിവേ പേരൊന്നും നിങ്ങൾ നോക്കണ്ട, ജസ്റ്റ് എന്താണ് അതിൻ്റെ ട്രൂത്ത് ടേബിൾ എഴുതാൻ പഠിച്ചത്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? യെസ്. ക്വസ്റ്റ്യൻ നമ്പർ 6 ഫ്രം ഇലക്ട്രോണിക്സ്, ദ ഓപ്ഷൻ ഈസ് 4. Now going to the question number 7. 7 motion in a straight line എന്നുള്ള വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈസി ആയിട്ട് ആർക്കും ചെയ്യാൻ പറ്റും. A vehicle travels 4 km with a speed of 3 km per hour and another 4 km with a speed of 5 km per hour. The average speed is 3. ഇതിനേക്കാളൊക്കെ സിമ്പിൾ ആയ ഒരു ക്വസ്റ്റ്യൻ ഒരിക്കലും ചോദിക്കാനില്ല അല്ലേ. എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണ് ആവറേജ് സ്പീഡിൻ്റെ ഇക്വേഷൻ? ആവറേജ് സ്പീഡ് ഓഫ് എനി മോഷൻ എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടോട്ടൽ ടൈം ആണ്.
ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടോട്ടൽ ടൈമാണ് അല്ലേ? ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടോട്ടൽ ടൈമാണ്. ഇപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കൂ, ഈ വെഹിക്കിള് 2 സെക്ഷൻ ആയിട്ടാണ് അതിൻ്റെ ജേർണി എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ട്രാവൽ ചെയ്യുന്ന 4 കിലോമീറ്റർ, പിന്നെ ട്രാവൽ ചെയ്യുന്ന 4 കിലോമീറ്റർ. ദാറ്റ് മീൻസ് ടോട്ടൽ ഡിസ്റ്റൻസ് ഈസ് 8 കിലോമീറ്റർ. ഇനി ടോട്ടൽ ടൈം എടുക്കുമ്പോഴോ ഫസ്റ്റ് ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ നോക്കുമ്പോൾ ഫസ്റ്റ് 4 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്ന 3 കിലോമീറ്റർ പെർ അവർ കോൺസ്റ്റന്റ് സ്പീഡിലാണ് എങ്കിൽ ആ ജേർണി കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം 4/3 hours ആണ്. ഇനി നെക്സ്റ്റ് 4 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്ന വിത്ത് സ്പീഡ് ഓഫ് 5 കിലോമീറ്റർ പെർ അവർ ആണ്. അപ്പൊ അത് ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 4/5 hours ആണ്. ഈ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ആൻസർ. ദ ആൻസർ ഈസ് റെഡി. ശരിയല്ലേ? ഓക്കെ. സോ വെരി ഡയറക്ട്ലി യു വിൽ ഗെറ്റ് ദ ആൻസർ. വെരി ഡയറക്ട്ലി യു വിൽ ഗെറ്റ് ദ ആൻസർ. സോ വെൻ യു സോൾവ് ദിസ് യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 3.75 അല്ലേ? 3.75 kilometer per hour is the answer for this question. അല്ല, ഇതിനേക്കാളും അല്ല ഒരു ജെയ് മെയിൻ പോലുള്ള ഇത്രയും വലിയ പരീക്ഷയ്ക്ക് ഒരു 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന 4 മാർക്ക് ഓക്കെ 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു 8ാം ക്ലാസ്സിലെ കുട്ടിക്ക് പോലും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ നോർമലായൊരു ക്വസ്റ്റ്യൻ ആണ്. വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒന്നുമില്ല, നത്തിങ് ഇൻ ഇറ്റ്. വളരെ ഈസി ആയിട്ടുള്ള പരീക്ഷകളിലൊരു 10 സെക്കൻഡ് സമയം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധാരണ ക്വസ്റ്റ്യൻ മാത്രമാണ്. ഓക്കെ, shall we move on? Next question. നോക്കൂ, ഫ്രം ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. ഇത് നല്ല ക്വസ്റ്റ്യൻ ആണ്, തീർച്ചയായിട്ടും കുറച്ചുകൂടെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എനിവേ ലെറ്റ് us read this question. This question is coming from the chapter Electrostatics ആണ്. നിങ്ങൾക്ക് ഏറ്റവും ചലഞ്ചിങ് ആയ ചാപ്റ്ററുകൾ ഒന്നാണ് നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഒരുപാട് കോൺസെപ്റ്റുകൾ, ഒരുപാട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് വരുന്ന ഒരു ടോപ്പിക്കാണ്. As shown in the figure, a point charge Q is placed at the center of a conducting spherical shell of inner radius A and outer radius B. The electric field due to charge Q in 3 different regions 1, 2 and 3 is given by. കണ്ടോ, ഒരു കോൺസെൻട്രിക് കണ്ടക്ടിങ് സ്പെറിക്കൽ ഷെൽ ആണ്. കോൺസെൻട്രിക് കണ്ടക്ടിങ് സ്പെറിക്കൽ ഷെൽ. നോക്കൂ, കോൺസെൻട്രിക് കണ്ടക്ടിങ് സ്പെറിക്കൽ ഷെൽ. ഇതാണ് ഇന്നർ ഷെൽ, ഇതാണ് ഔട്ടർ ഷെൽ. കോൺസെൻട്രിക് കണ്ടക്ടിങ് സ്പെറിക്കൽ ഷെൽ ഇന്നർ ആൻഡ് ഔട്ടർ ഷെൽ ആണ് അല്ലേ? യെസ്. ആ കോൺസെൻട്രിക് കണ്ടക്ടിങ് സ്പെറിക്കൽ ഷെൽ ആണ്. ഇത് അതിന്റെ ഇന്നർ സർഫസ് ആണ്, ഇത് അതിന്റെ ഔട്ടർ സർഫസ് ആണ്. ഇന്നർ റേഡിയസ് എ ആണ്, ഔട്ടർ റേഡിയസ് ബി ആണ്. ശരിയല്ലേ? ഓക്കെ. ഇനി ചാർജസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഒറ്റ ചാർജ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ആ ചാർജ് വെച്ചിരിക്കുന്ന എവിടെയാണ്? ഇതിന്റെ മിഡിലാണ്, സെന്ററിലാണ്. ആണല്ലോ? യെസ്. എന്നിട്ട് നമുക്ക് 3 റീജിയൻസ് തന്നിരിക്കുന്നു. ഫസ്റ്റ് റീജിയൻ ദേ ഇവിടെയാണ്, അത് ഇന്നർ മോസ്റ്റ് റീജിയൻ. രണ്ടാമത്തെ റീജിയൻ ഇവിടെയാണ്, അതായത് ബിറ്റ്വീൻ ദ 2 ഈ കണ്ടക്ടിങ് റീജിയൻ. മൂന്നാമത്തെ റീജിയൻ ഇവിടെയാണ്, അത് ഔട്ടർ റീജിയൻ ആണ്. ഇങ്ങനെ 3 റീജിയൻസാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ ഓരോ റീജിയനിലെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനൊന്നുമല്ല ചോദിച്ചിരിക്കുന്നത്, പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് 0 ആണോ നോൺ 0 ആണെന്ന് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഓരോ റീജിയനിലെ ഇലക്ട്രിക് ഫീൽഡ് 0 ആണോ അതോ നോൺ 0 ആണെന്ന് റിയലൈസ് ചെയ്യാനാണ് ഈ ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ. നിങ്ങൾക്കറിയാമല്ലോ, കോൺസെൻട്രിക് സ്പെറിക്കൽ കണ്ടക്ടിങ് ഷെല്ലാണ്. ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ നിങ്ങൾ ഗോസസ് ലോ ആണ് യൂസ് ചെയ്യേണ്ടത്. എല്ലാവർക്കും ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കേണ്ടതാണ് ഗോസസ് ലോ. ഗോസസ് ലോ 2 സ്റ്റെപ്പിലാണ് ഉപയോഗിക്കുന്നത്, എല്ലാവർക്കും അറിയാം. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഒരു പ്രോപ്പർ ഗോസിയൻ സർഫസ് ഇമാജിൻ ചെയ്യണം. സെക്കൻഡ് കേസിൽ അതിൽ ഗോസസ് ലോ അപ്ലൈ ചെയ്ത് ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇവിടെ വാല്യൂ കണ്ടുപിടിക്കാനൊന്നും ചോദിച്ചിട്ടില്ല. ഇവിടെ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വാല്യൂ ഒന്നും ഇവിടെ കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ജസ്റ്റ് നിങ്ങൾ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടോ ഇല്ലയോ, ഇസ് ഇറ്റ് 0 ഓർ നോൺ 0 എന്ന് റിയലൈസ് ചെയ്താൽ മാത്രം മതി. അപ്പം നിങ്ങൾക്കറിയാമല്ലോ എങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് 0 ആണ് നോൺ 0 ആണെന്ന് റിയലൈസ് ചെയ്യുന്നത്? ഗോസസ് ലോ വെച്ചിട്ട്. നിങ്ങളൊരു ഗോസിയൻ, ഇപ്പം നമുക്ക് ഒരു പോയിന്റിലെ ഫീൽഡ് കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ആ പോയിന്റ് ഒരു ഗോസിയൻ സ്പിയർ ഇമാജിൻ ചെയ്യുക, അല്ലെങ്കിൽ ഗോസിയൻ സർഫസ് ഇമാജിൻ ചെയ്യുക. ഈ ഗോസിയൻ സർഫസിനകത്ത് ഒരു നെറ്റ് ചാർജ് ഉണ്ടെങ്കിൽ ആ പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഇനി ആ ഗോസിയൻ സർഫസിനകത്ത് നെറ്റ് ചാർജ് ഇല്ലെങ്കിൽ ആ പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. ഇത്രയേ ഉള്ളൂ ഇതിന്റെ ലോജിക് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ സെന്ററിൽ ഒരു ചാർജ് Q മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. പക്ഷെ നിങ്ങൾക്കറിയാം ഇതൊരു കോൺസെൻട്രിക് കണ്ടക്ടിങ് ഷെൽ ആയതുകൊണ്ട് ഈ Q കാരണം ഇവിടെ ഇൻഡ്യൂസ്ഡ് ചാർജസ് ഉണ്ടാവും നിങ്ങൾക്കറിയാം അല്ലേ? ഇതിന്റെ ഇന്നർ സർഫസിൽ ഒരു -Qവും ഔട്ടർ സർഫസിൽ ഒരു +Qവും ഇൻഡക്ഷൻ വഴി പ്രൊഡ്യൂസ് ചെയ്യും. മനസ്സിലായല്ലോ? അപ്പൊ ദിസ് -Q ആൻഡ് +Q ഈ സിസ്റ്റത്തിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ചാർജ് അല്ല, മറിച്ച് ഈ Q ഇൻഡക്ഷൻ വഴി ഉണ്ടാക്കുന്ന ചാർജാണ് ഈ -Q അതേപോലെ ഈ +Q അല്ലെ? അപ്പൊ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേഷനിലേക്ക് പോകുമ്പോൾ ഈ ഇൻഡ്യൂസ്ഡ് ചാർജ് കൂടി കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആക്ച്വലി ഇവിടെ കാൽക്കുലേഷൻസിലേക്ക് പോവേണ്ടത്. എങ്കിൽ നമുക്ക് ഓരോ റീജിയൻ ആയിട്ട് ഇനി എടുക്കാം. നോക്കൂ,
ഈ റീജിയൻ 1-ൽ ഞാനൊരു പോയിന്റ് ഇങ്ങനെ എടുക്കുന്നു. റീജിയൻ 1-ൽ ഞാനൊരു പോയിന്റ് ഇങ്ങനെ എടുക്കുന്നു. ഈ റീജിയൻ 1-ലൊരു പോയിന്റ് എടുത്താൽ നമുക്കറിയാം ഇവിടെ സ്പെറിക്കൽ കണ്ടക്ടിങ് ഷെല്ലാണ് ബോഡി. അതുകൊണ്ട് തന്നെ ഗോസിയൻ സർഫസ് എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? ഒരു കോൺസെൻട്രിക് സ്പിയർ തന്നെയായിരിക്കും. അപ്പം നിങ്ങൾ ചെയ്യേണ്ട എന്താണ്? ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് നിങ്ങൾക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ആ പോയിന്റിനെ സർഫസിലാക്കിക്കൊണ്ട് നിങ്ങളൊരു ഗോസിയൻ സർഫസ് ഇങ്ങനെ ഇമാജിൻ ചെയ്യണം. കണ്ടോ? അപ്പോൾ ഈ പോയിന്റിനെ സർഫസിലാക്കിക്കൊണ്ട് ഇമാജിൻ ചെയ്ത ഒരു ഗോസിയൻ സ്പിയർ ആണിത്. എന്നിട്ട് അതിനകത്ത് ചാർജ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. തീർച്ചയായിട്ടും ഈ ഗോസിയൻ സ്പിയറിനകത്തൊരു ചാർജ് ക്യൂ ഉണ്ട് എങ്കിൽ ഈ ചാർജ് ക്യൂ വഴി ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്ത് വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് നോൺ സീറോ ആണ്. അപ്പോൾ ചുരുക്കത്തിൽ ഫസ്റ്റ് പോയിന്റിൽ അല്ലെങ്കിൽ ഫസ്റ്റ് റീജിയനിൽ ഇലക്ട്രിക് ഫീൽഡ് നോൺ സീറോ. അതിന്റെ വാല്യൂ എത്ര ആയിക്കോട്ടെ അത് കണ്ടുപിടിക്കാൻ പറയുന്നില്ല. ഏതായാലും ഇവിടെ ഒരു ഗോസിയൻ സ്പിയർ ഇമാജിൻ ചെയ്തപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അറിയാം എന്താണ്, അതിനകത്തൊരു നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ആണ് ക്യൂ. അതുകൊണ്ട് തന്നെ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും എന്നുള്ള കാര്യം സർട്ടൻ ആണ്. ഓക്കെ, യെസ്. ഇനി ഇതേ കാര്യം തന്നെ നിങ്ങൾ അടുത്തും കൂടെയൊക്കെ ചെയ്ത് നോക്കേണ്ട കാര്യമേ ഉള്ളൂ. നോക്കൂ, അടുത്ത് നിങ്ങൾ റീജിയൻ 2 എടുക്കുക. റീജിയൻ 2 ഇവിടെയാണ്. കണ്ട് ഈ കണ്ടക്ടിങ് റീജിയൻ ആണ്, അതായത് ഇന്നർ സർഫസിനും ഔട്ടർ സർഫസിനും ഇടയ്ക്കുള്ള കണ്ടക്ടിങ് റീജിയൻ. നമ്മളിപ്പോൾ ചെയ്ത പോലെ ഒരു പോയിന്റ് അവിടെ എടുക്കുക. ഈ റീജിയൻ 2-ൽ ഒരു പോയിന്റ് എടുക്കുക. അതുവഴി നിങ്ങളൊരു ഗോസിയൻ സ്പിയർ ഇമാജിൻ ചെയ്ത് നോക്കുക. കണ്ടോ? അതുവഴി ഒരു ഗോസിയൻ സ്പിയർ ഇമാജിൻ ചെയ്ത് നോക്കുക. കണ്ടോ? അപ്പോൾ ഈ റീജിയൻ 2-ൽ ഒരു പോയിന്റ് ആണിത്. ആ പോയിന്റ് വഴി നിങ്ങളൊരു ഗോസിയൻ സ്പിയർ ഇങ്ങനെ ഇമാജിൻ ചെയ്യുക. ചെയ്തല്ലോ? അതിനകത്തെ ടോട്ടൽ ചാർജ് എത്രയാണ്? ഈ ഇമാജിൻ ചെയ്ത ഗോസിയൻ സ്പിയറിനകത്തുള്ള ടോട്ടൽ ചാർജ് ഈ ക്യൂവും ഈ ഇൻഡ്യൂസ്ഡ് ചാർജ് മൈനസ് ക്യൂവും കൂടെ ചേർത്ത് 0. അപ്പോൾ റീജിയൻ 1-ലൂടെ നമ്മളൊരു പോയിന്റ് എടുത്തിട്ട് ഗോസിയൻ സ്പിയർ ഇമാജിൻ ചെയ്തപ്പോൾ അതിനകത്ത് ക്യൂ എന്നുള്ള ചാർജ് വന്നുകൊണ്ട് അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായില്ല. പക്ഷെ റീജിയൻ 2 എടുത്തിട്ട് അവിടെ ഒരു പോയിന്റ് എടുത്തിട്ട് അതുവഴി ഒരു ഗോസിയൻ സ്പിയർ നമ്മളിങ്ങനെ ഇമാജിൻ ചെയ്തപ്പോൾ അതിനകത്ത് ക്യൂ മൈനസ് ക്യൂ 0 എന്നുള്ള നെറ്റ് ചാർജാണ് ഉള്ളത്. അപ്പോൾ റീജിയൻ 2-ൽ എടുത്തിരിക്കുന്ന ഒരു പോയിന്റിലൂടെ ഒരു ഗോസിയൻ സ്പിയർ ഇമാജിൻ ചെയ്തപ്പോൾ അവിടെ നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് അല്ലാത്തതുകൊണ്ട് ആ റീജിയനിൽ ഇലക്ട്രിക് ഫീൽഡ് എത്രയായിരിക്കും? 0 ആയിരിക്കും. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പം റീജിയൻ 2-ൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. ഇനി ഇതേപോലെ റീജിയൻ 3യും കൂടെ ചെയ്യോ. നിങ്ങൾ റീജിയൻ 3-ൽ ഒരു പോയിന്റ് എടുക്കുക. റീജിയൻ 3 എന്ന് പറയുന്നത് ഔട്ട്സൈഡ് റീജിയൻ ആണ്. എന്നിട്ട് ആ പോയിന്റിലൂടെ നിങ്ങൾ ഒരു ഗോസിയൻ സ്പിയർ ഇമാജിൻ ചെയ്യുക. കണ്ട് ആ പോയിന്റിലൂടെ ഒരു ഗോസിയൻ സ്പിയർ ഇങ്ങനെ ഇമാജിൻ ചെയ്യുക. ചെയ്തല്ലോ? യെസ്. ഇനി അതിനകത്ത് നെറ്റ് ചാർജ് ഉണ്ടോ എന്ന് നോക്ക്. തീർച്ചയായിട്ടും ഉണ്ട്. അതിനകത്ത് നെറ്റ് ചാർജ് ഉണ്ട്. അതിനകത്ത് നെറ്റ് ചാർജ് ഉണ്ട്. പ്ലസ് ക്യൂ, മൈനസ് ക്യൂ ആൻഡ് ക്യൂ. ടോട്ടൽ ചാർജ് എടുത്തേ. മൈനസ് ക്യൂ പ്ലസ് ക്യൂ കൂടെ 0 ആയി. ടോട്ടൽ ചാർജ് ക്യൂ ഉണ്ട്. ശരിയാണോ? യെസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഗോസിയൻ സ്പിയറിനകത്ത് നെറ്റ് ചാർജ് ഉണ്ട്. കാരണം ഈ 3 ചാർജുകൾ ആ ഗോസിയൻ സ്പിയറിനകത്ത് വരുന്നു. ഇതും കൂടെ 0 പോയാലും ഇത് ബാക്കി വരുന്നുണ്ട്. അപ്പോൾ അതുവഴിയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. അപ്പോൾ ഒരു തേർഡ് റീജിയനിൽ ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? വീണ്ടും നോൺ 0 ആണ്. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ അത്രേ ഉള്ളൂ. വാല്യൂ കണ്ടുപിടിക്കുകയൊന്നും വേണ്ട. ജസ്റ്റ് 0 ആണോ നോൺ 0 ആണോ തിരിച്ചറിയാം. അത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആദ്യം ഒറിജിനൽ ചാർജ് എടുക്കുക, പിന്നെ ഇൻഡ്യൂസ്ഡ് ചാർജസ് എഴുതുക. എന്നിട്ട് ഏത് പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് ആണോ കണ്ടുപിടിക്കേണ്ടത് ആ പോയിന്റിൽ ഒരു ഗോസിയൻ സ്പിയർ ഇമാജിൻ ചെയ്യുക. ആ ഗോസിയൻ സ്പിയർ നെറ്റ് ചാർജ് എൻക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ആ ഗോസിയൻ സ്പിയർ നെറ്റ് ചാർജ് എൻക്ലോസ് ചെയ്യുന്നില്ലെങ്കിൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. അത്രയേ ഉള്ളൂ അതിൻ്റെ ഐഡിയ. അപ്പോൾ ആ ഐഡിയ അനുസരിച്ച് നമുക്ക് ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഈ ഓപ്ഷൻ 2 ആണെന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അല്ലേ? അതൊരു വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു കുട്ടിക്കാണ് ചെയ്യാനൊക്കെ. ഗോസസ് ലോയെ കുറിച്ചും അതിൻ്റെ ആപ്ലിക്കേഷൻസിനെ കുറിച്ചും ഇൻഡക്ഷനെ കുറിച്ചൊക്കെ കുറച്ച് നല്ല നോളജ് വേണം. ഡിഫിക്കൽട്ട് ഒന്നുമല്ല. എന്നാലും നമ്മൾ ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യൻസിൽ നമുക്ക് കുറച്ച് കോൺസെപ്ച്വൽ ക്ലാരിറ്റി കൂടുതൽ വരുന്ന, കോൺസെപ്ച്വൽ ഐഡിയ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിന്നാണ്. വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇത് വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേഷൻസും വലുതായിട്ടില്ലെങ്കിൽ പോലും ഇത് അറിയാവുന്ന ഒരു കുട്ടിക്ക്, ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ ഐഡിയാസൊക്കെ അറിയാവുന്ന ഒരു കുട്ടിക്ക് ഇതൊരു വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്നാലും നമ്മൾ അല്പം ശ്രദ്ധിച്ചു വേണം ഇത്തരം കാര്യങ്ങൾ ഡീൽ ചെയ്യാനായിട്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ അതിൻ്റെ ആൻസർ സെക്കൻഡ് ചോയ്സ് ആണ്. ഓക്കെ, ഷാൽ വി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? യെസ്. ക്വസ്റ്റ്യൻ നമ്പർ 9. ഇതൊരു വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 9 ഇറ്റ്സ് എ വെരി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഇത് മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം നിന്ന് ഡെവലപ്പ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. വായിക്കും. As shown in the figure, a current of 2 ampere flowing in an equilateral triangle of side 4√3 centimeter. The magnetic field at the centroid of the triangle is. It's a very simple thing. Polygon ആണിത്. 3 equal sides ഉള്ള equilateral triangle എന്ന് പറയുന്ന ഒരു polygon. അതിലൊരു കറണ്ട് നമ്മളിങ്ങനെ സർക്കുലേറ്റ് ചെയ്യുകയാണ് എങ്കിൽ അതുവഴി ആ ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സെൻറ്ററിലുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് പല രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ
ഈ ഓരോ സൈഡും ഓയിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും വാല്യൂയും കണ്ടുപിടിച്ച് വെക്ടർ സം എടുക്കുക. പക്ഷേ ഈ കേസിൽ അവന്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ 3 സൈഡും ഇക്വലന്റ് ആണ്. കാരണം 3 സൈഡിന്റെ ലെന്ത് ഈക്വൽ ആണ്. 3 സൈഡിനെ സംബന്ധിച്ചിടത്തോളം ഈ O എന്നുള്ള പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസും ആംഗിളും ഒക്കെ സെയിം ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഓരോ സൈഡിലെ കറണ്ട് വഴിയും ഓയിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂം ഡയറക്ഷനും സെയിം ആയിരിക്കും. അതുകൊണ്ട് എന്താണ്, ഒരു സൈഡ് വഴി ഓയിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിച്ച് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിന്റെ ആൻസറായി. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ശിവൻ തന്നെ അതുപോലും ഒരു സമയം വേസ്റ്റ് ആണെന്നാണ് എനിക്ക് ഇവിടെ തോന്നുന്നത്. ആ രീതിയിൽ ചെയ്യുന്ന പോലും ഇവിടെ ഒരു കറക്റ്റ് രീതി അല്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതിനൊരു ഡയറക്റ്റ് ഫോർമുലയുണ്ട്. ഇറ്റ്സ് എ ഡയറക്റ്റ് ഫോർമുല ക്വസ്റ്റ്യൻ. റൈറ്റിംഗ് ഫോർമുല ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ആൻഡ് ഫൈൻഡിങ് ദ ആൻസർ ആണ്. എന്താണ് ആ ഫോർമുല? n ഈക്വൽ സൈഡ്സ് ഉള്ള ഒരു പോളിഗൺ എടുത്താൽ n ഈക്വൽ സൈഡ്സ് ഉള്ള ഒരു പോളിഗൺ എടുത്താൽ അപ്പോൾ n എന്ന് പറയുന്ന 3 ആയാൽ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയി, n = 4 ആയാൽ അതൊരു സ്ക്വയർ ആയി, n = 5 ആയാൽ അതൊരു ഈക്വൽ സൈഡ്സ് ഉള്ള പെന്റഗൺ ആയി, n = 6 ആയാൽ അത് ഈക്വൽ സൈഡ്സ് ഉള്ള ഹെക്സഗൺ ആയി. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ അതിന്റെ ഐഡിയ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടത്. മനസ്സിലായല്ലോ? ഓക്കെ. അങ്ങനെ n ഈക്വൽ സൈഡ്സ് ഉള്ളൊരു പോളിഗൺ അതിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ ആ പോളിഗണിന്റെ ജോമെട്രിക്കൽ സെന്ററിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന് ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ് ആ മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ? B = μ0 Ni divided by pi L sin pi by n tan pi by n. ഇതാണ് ഇക്വേഷൻ. n ഈക്വൽ സൈഡ്സ് ഉള്ള ഒരു പോളിഗൺ എടുക്കുന്നു. ആ പോളിഗണിന്റെ സൈഡിൽ എന്താണ് L എന്ന് പറയുന്നത്? n ഈക്വൽ സൈഡ്സ് ഉള്ള ഒരു പോളിഗൺ എടുക്കുന്നു. ആ പോളിഗണിന്റെ സൈഡിൽ എന്താണ് ഈ L എന്ന് പറയുന്നത്? ആ പോളിഗണിലൂടെ ഒരു കറണ്ട് സർക്കുലേറ്റ് ചെയ്യുന്നു I എങ്കിൽ ആ പോളിഗണിന്റെ കറക്റ്റ് ജോമെട്രിക്കൽ സെന്ററിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഫോർമുലയാണിത്. ഇഫ് യു കൺസിഡർ എ പോളിഗൺ ഓഫ് n ഈക്വൽ സൈഡ്സ് ഈച്ച് ഓഫ് ലെങ്ത് L with a current I circulating through it, then at the geometrical center of the polygon the magnetic field has a formula like this. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കലാണ്. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ n 3 എന്ന് എടുക്കുക, സ്ക്വയർ ആണെങ്കിൽ n 4 എന്ന് എടുക്കുക, ഈക്വൽ സൈഡ്സ് ഉള്ള ഹെക്സഗൺ ആണെങ്കിൽ n 6 എന്ന് എടുക്കുക. അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട രീതി, അല്ലേ? ഇവിടെ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് n = എത്രയാണ്? 3 ആണ്. ഇവിടെ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് n എത്രയാണ്? 3 ആണ്. ശരിയല്ലേ? അപ്പം അങ്ങനെ n 3 ആണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ B = μ0 × 3I by pi L sin pi by 3 tan pi by 3 എന്ന് പറയും. കാരണം 3 n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. n എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഈക്വൽ സൈഡ്സ് ഫോമിംഗ് ദ പോളിഗൺ ആണ്. പോളിഗൺ ഉണ്ടാക്കുന്ന നമ്പർ ഓഫ് ഈക്വൽ സൈഡ്സ് ആണ്. ഇവിടെ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ടാണ് n എത്ര വന്നത്? 3 വന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. എങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നോക്കും. 3 × μ0 4pi × 10⁻⁻⁷ കറണ്ട് 2 ആംപിയർ ബൈ പൈ ഇൻറ്റു സൈഡിൽ എന്ത് L എത്രയാണ്? 4√3 സെന്റിമീറ്റർ. അതിനെ മീറ്റർ ആക്കണം. 4√3 × 10⁻⁻². ഇനി സൈൻ പൈ ബൈ 3 സൈൻ 60, ടാൻ പൈ ബൈ 3 is tan 60. ഇത് സോൾവ് ചെയ്ത് കിട്ടുന്നതാണ് ആൻസർ. അതുകൊണ്ട് അത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്തുള്ളൊരു കുട്ടിക്ക് ഈ ഇക്വേഷൻ അറിയാമായിരിക്കും. അയാൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, ആൻസറിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ ഈ രീതിയിലാണ് ചെയ്യുന്നത്, അല്ലേ? ഇത് ചെയ്യുമ്പോൾ അറൗണ്ട് 3√3 × 10⁻⁻5 ടെസ്ല എന്നാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടും. ആ 4th ഓപ്ഷനാണ് ആൻസർ. ഓക്കെ, യെസ്, ഇറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഇൻ ഫാക്ട് ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ വരുന്നത്. കൃത്യം മനസ്സിലാക്കുക. ഓക്കെ. അപ്പോൾ ഈ ഇക്വേഷനൊക്കെ എല്ലാവരും പഠിച്ചു വെച്ചോളാം കേട്ടോ. ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചോളാം. കാരണം അത് പ്രയോജനപ്പെടുന്നതാണ്. ഡയറക്റ്റ് ആയിട്ട് ഇത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനൊക്കെ. ഓക്കെ. അപ്പോൾ മൂവിങ് ചാർജ് എന്നുള്ള ഒരു വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ വീണ്ടും. മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 10th ക്വസ്റ്റ്യൻ. ഇതാണ് ക്വസ്റ്റ്യൻ 10 പറയുന്നത്. ഇൻ ദ ഗീവൺ സർക്യൂട്ട് RMS വാല്യൂ ഓഫ് കറണ്ട് ത്രൂ ദ റെസിസ്റ്റർ ഈസ്. ഇതൊരു വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓൾട്ടർനേറ്റിംഗ് കറണ്ട്സ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ളതാണ്. കണ്ടോ, ഇതൊരു LCR സർക്യൂട്ടാണ്. ഒരു AC സർക്യൂട്ട് കിട്ടിയാൽ ആദ്യം നോക്കേണ്ടത് സർക്യൂട്ട് ഏതെന്നാണ്. ഇത് LCR സർക്യൂട്ടാണ്. ശരിയല്ലേ? യെസ്. എല്ലിന്റെ വാല്യൂ ഉണ്ട്, ആറിന്റെ വാല്യൂ ഉണ്ട്, സിയുടെ വാല്യൂ ഉണ്ട്. എല്ലിന്റെയും സിയുടെയും വാല്യൂ അല്ല, എല്ലിന്റെ റിയാക്ടൻസിന്റെയും സിയുടെ റിയാക്ടൻസിന്റെയും വാല്യൂ ഉണ്ട്. എല്ലിന്റെ റിയാക്ടൻസിന്റെയും സിന്റെയും റിയാക്ടൻസിന്റെയും വാല്യൂ ഉണ്ട്. അപ്പോൾ XL-ഉം XC ഉണ്ട്, ആറുണ്ട്. ഇനി ഇവിടുത്തെ RMS കറണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. കണ്ട് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്ന വോൾട്ടേജ് VRMS = 200√2 വോൾട്ട് ആണ്.
കണ്ടു ഇവിടുത്തെ RMS വാല്യൂ ഓഫ് വോൾട്ടേജ് 200√2 ആണ്. RMS വാല്യൂ ഓഫ് വോൾട്ടേജ് എത്രയാണ്? 200√2 ആണ്. ഇനിയിപ്പോൾ എന്താ പാട്? RMS കറണ്ട് അങ്ങ് കണ്ടുപിടിച്ചാൽ പോരെ? യെസ്, ഈസിലി യു ക്യാൻ ഫൈൻഡ് ദ RMS കറണ്ട് ഓവർ ഹിയർ. IRMS കണ്ടോ, ഈ ഒരു ലൂപ്പിൽ ഫ്ലോ ചെയ്യുന്ന RMS കറണ്ട്. എന്താണ് RMS കറണ്ടിന്റെ ഇക്വേഷൻ? RMS വോൾട്ടേജ് ബൈ ഇംപിഡൻസ് ഓഫ് ദ AC സർക്യൂട്ട് അല്ലേ? ഓംസ് ലോ. യെസ്, RMS വോൾട്ടേജ് ബൈ ഇംപിഡൻസ് ഓഫ് ദി AC സർക്യൂട്ട് ആണ് IRMS എന്ന് പറയുന്നത്. ഇതിൽ VRMS ഇവർ തന്നെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നു. എത്രയാണ്? 200√2. VRMS കണ്ടോ, അവർ തന്നെ തന്നിട്ടുണ്ട് 200√2. Z കൂടെ കണ്ടുപിടിക്കണം. എല്ലാവർക്കും അറിയാമല്ലോ, ഒരു LCR സർക്യൂട്ട് Z എത്രയാണ്? ഫോർ എൻ LCR സർക്യൂട്ട് Z ഈക്വൽ ടു √R² പ്ലസ് XL ഡിഫറൻസ് XC ദ ഹോൾ സ്ക്വയർ ആണ്. എന്താ ഡിഫറൻസ് എന്ന് വെച്ചാൽ മൈനസ് ആണ്. അതായത് XLും XCയും ആയ ഡിഫറൻസ് എടുക്കണം. വലിയ വാല്യൂ മൈനസ് ചെറിയ വാല്യൂ എന്നുള്ളത്. അപ്പോൾ ഇവിടെ XL 200ഉം XC 100ഉമാണ്. അപ്പം 200 മൈനസ് 100. √R എത്രയാണ്? 100. XL 200, XC 100 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇത് 100√2 അല്ലേ? യെസ്, മനസ്സിലായി. 100√2 ഇവിടെ കൊടുക്കാം. അപ്പോൾ എത്ര വരും? 2 ആംപിയർ അല്ലേ? വെരി ഈസി ക്വസ്റ്റ്യൻ. ഒന്നുമില്ലാതെ, ഒരു കോൺസെപ്റ്റ് ഒന്നുമില്ല, ജസ്റ്റ് ഇക്വേഷൻ മാത്രം ബേസ് ചെയ്ത് വരുന്ന ഒരു സാധാരണ ക്വസ്റ്റ്യൻ ആണിത്. ഒരു LCR സർക്യൂട്ട്, അതിൽ RMS വോൾട്ടേജ് തന്നിരിക്കുന്നു, എന്നിട്ട് അതിൽ RMS കറണ്ട് ചോദിക്കുന്നു. അപ്പോൾ സീരീസ് ആണ് 3 പേര് സീരീസ് ആയതുകൊണ്ട് 3 പേരിലൂടെയും പോകുന്ന RMS കറണ്ട് ഈക്വൽ ആണ്. അങ്ങനെയാണ് നമുക്ക് 2 ആംപിയർ എന്നുള്ള ആൻസർ കിട്ടിയത്. ഓക്കെ അല്ലേ? ഇറ്റ്സ് വെരി ഈസി ക്വസ്റ്റ്യൻ, വെരി ഈസി ക്വസ്റ്റ്യൻ. AC എന്നൊക്കെ ചോദിക്കാവുന്ന സിംപിളസ്റ്റ് ഓഫ് ഓൾ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനേക്കാൾ സിമ്പിളായിട്ടൊന്നും ഒരു ക്വസ്റ്റ്യൻ ACയിൽ ചോദിക്കാനേ പറ്റത്തില്ല. മനസ്സിലായില്ലേ? വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 10 കഴിഞ്ഞ് now we are going to ക്വസ്റ്റ്യൻ നമ്പർ 11 നോക്കും. ഓക്കെ, ദാറ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫ്രം ദ ചാപ്റ്റർ കൺസർവേഷൻ ഓഫ് മൊമെന്റം ഒക്കെ വരുന്ന ആ ചാപ്റ്ററാണ്. ലോസ് ഓഫ് മോഷനിലുള്ള ഐഡിയ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈസിയാണ്, എല്ലാവർക്കും അറിയാവുന്ന റീകോയിൽ വെലോസിറ്റി ഓഫ് ദ ഗൺ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. എ മെഷീൻ ഗൺ ഓഫ് മാസ് 10 കിലോഗ്രാം, ഇപ്പോൾ ഗണ്ണിന്റെ മാസ് 10 kg ആണ്, fires 20 gram bullets at the rate of 180 bullets per minute with a speed of 100 meter per second each. The recoil velocity of the gun. എല്ലാവർക്കും അറിയാലോ റീകോയിൽ വെലോസിറ്റി ഓഫ് ദ ഗൺ. അപ്പോൾ ഒരു ഗണ്ണുണ്ട്, അതിൻ്റെ മാസ് ക്യാപിറ്റൽ M ആണ്. അതിൽ നിന്ന് ബുള്ളറ്റ്സ് ഫയർ ചെയ്യുന്നു. ബുള്ളറ്റ്സ് ഫയർ ചെയ്യുമ്പോൾ ഒരു ബുള്ളറ്റിൻ്റെ മാസ് സ്മോൾ M ആണ്. ബുള്ളറ്റ് ഫയർ ചെയ്യുന്ന വെലോസിറ്റി V ആണ്. എങ്കിൽ നമുക്കറിയാം കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം കാരണം ഗണ്ണ് റീകോയിൽ ചെയ്യും. എങ്കിൽ ഗണ്ണിൻ്റെ റീകോയിലിംഗ് വെലോസിറ്റി എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇവിടെ ഡയറക്റ്റ് ഇക്വേഷനാണ്, നമുക്ക് വേറെ ഒന്നുമില്ല. ഗണ്ണിൻ്റെ റീകോയിലിംഗ് വെലോസിറ്റി VR എന്ന് പറയുന്നത് M × small v by capital M എന്നാണ്. എല്ലാവർക്കും അറിയാലോ, ദ റീകോയിലിംഗ് വെലോസിറ്റി ഓഫ് ദ ഗൺ ഈസ് ഹാവിംഗ് എ ഡയറക്റ്റ് ഫോർമുല സ്മോൾ M × small v by capital M ആണ്. എന്താണ് സ്മോൾ M എന്ന് പറയുന്നത്? ഒരു ബുള്ളറ്റിൻ്റെ മാസാണ്. V എന്താണ്? ബുള്ളറ്റിൻ്റെ സ്പീഡാണ്. ക്യാപിറ്റൽ M എന്താണ്? ഗണ്ണിൻ്റെ മാസാണ്. ഇതെല്ലാം തന്നിട്ടുണ്ട് ആക്ച്വലി ഇവിടെ കണ്ടോ. ഈ ഗണ്ണിൻ്റെ മാസ് 10 കിലോഗ്രാം, ക്യാപിറ്റൽ M ആണ്. ബുള്ളറ്റ് ഫയർ ചെയ്യുന്ന വെലോസിറ്റി 100 meter per second, അത് സ്മോൾ v ആണ്. ഇനി സ്മോൾ M കൂടി കിട്ടിയാൽ ആൻസറായി. ഇവിടെ നിങ്ങൾ അല്പം തെറ്റിക്കാൻ ചാൻസ് ഉള്ളൊരു സംഭവം ആ സ്മോൾ M ആണ്. കാരണം ഒരു ബുള്ളറ്റിൻ്റെ മാസ് 20 gram ആണ്, പക്ഷേ ഒരു മിനിറ്റിൽ 180 ബുള്ളറ്റ്സ് ഫയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു സെക്കൻഡിൽ, കാരണം നമുക്ക് വെലോസിറ്റി എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ നിങ്ങൾ ഒരു സെക്കൻഡിൽ പുറത്തേക്ക് പോകുന്ന ബുള്ളറ്റിൻ്റെ മാസ് എടുക്കണം. അപ്പോൾ M എന്ന് പറയുന്നത്, സ്മോൾ M എന്ന് പറയുന്നത് മാസ് ഓഫ് ബുള്ളറ്റ്സ് ഫയർഡ് ഇൻ 1 second ആണ്. ഒരു സെക്കൻഡ് സമയത്ത് ഫയർ ചെയ്യുന്ന മാസ് ഓഫ് ബുള്ളറ്റ് ആണ് M എന്ന് പറയുന്നത്. മാസ് ഓഫ് ബുള്ളറ്റ്സ് ഫയർഡ് ഇൻ 1 second ആണ്. അതാണ് സ്മോൾ M എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ മാസ് ഓഫ് ബുള്ളറ്റ്സ് ഫയർഡ് ഇൻ 1 second ആണ് എന്ന് പറയുന്നത് സ്മോൾ M എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? യെസ്. പല കുട്ടികളും എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു ബുള്ളറ്റിൻ്റെ മാസ് എടുത്ത് ചെയ്യും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഒരു സെക്കൻഡിൽ ഫയർ ചെയ്യുന്ന ബുള്ളറ്റിൻ്റെ മാസ് എടുക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ, ഒരു മിനിറ്റിൽ 180 ബുള്ളറ്റ്സ് ആണ് ഫയർ ചെയ്യുന്നത്. അതായത് 60 secondsൽ ഫയർ ചെയ്യുന്ന നമ്പർ ഓഫ് ബുള്ളറ്റ്സ് എന്ന് പറയുന്നത് 180 ആണ്. ഒരു മിനിറ്റിൽ, അതായത് 60 secondsൽ ഫയർ ചെയ്യുന്ന നമ്പർ ഓഫ് ബുള്ളറ്റ്സ് 180 ആണ്. എങ്കിൽ ഒരു സെക്കൻഡിൽ ഫയർ ചെയ്യുന്ന നമ്പർ ഓഫ് ബുള്ളറ്റ്സ് 180/60 = 3 ആണ്. അല്ലെ? അപ്പോൾ നമ്പർ ഓഫ് ബുള്ളറ്റ്സ് ഫയർഡ് ഇൻ 1 second എത്രയാണ്? 3 ആണ്. ദ നമ്പർ ഓഫ് ബുള്ളറ്റ്സ് ഫയർഡ് ഇൻ 1 second എത്രയാണ്? 3 ആണ്. ശരിയല്ലേ? യെസ്. അപ്പോൾ
number of bullets fired per second. 3 അല്ലേ? യെസ്. ഒരു മിനിറ്റിൽ 180 ആണെങ്കിൽ ഒരു സെക്കൻഡിൽ 3. നമ്പർ ഓഫ് ബുള്ളറ്റ്സ് ഫയർഡ് ഇൻ 1 സെക്കൻഡ് എത്രയാണ്? നമ്പർ ഓഫ് ബുള്ളറ്റ്സ് ഫയർഡ് പെർ സെക്കൻഡ് എത്രയാണ്? 3 ആണ്. നമ്പർ ഓഫ് ബുള്ളറ്റ്സ് ഫയർഡ് പെർ സെക്കൻഡ് എത്രയാണ്? 3 ആണ്. ഇനി ഒരു ബുള്ളറ്റിന്റെ മാസ് എന്ന് പറയുന്നത് ആക്ച്വലി എത്രയാണ്? 20 ഗ്രാം ആണ്. ഒരു ബുള്ളറ്റിന്റെ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? 20 ഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് സ്മോൾ എം? 3 into 20 ഈക്വൽ ടു 60 ഗ്രാം അല്ലേ? ഒരു സെക്കൻഡിൽ ഫയർ ചെയ്യുന്ന മാസ് അത് 60 ഗ്രാം ആണ്. എങ്കിൽ അതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 60 into 10 raised to minus 3 ഗ്രാമിനെ കിലോഗ്രാം ആക്കിയതാണ്. വെലോസിറ്റി 100 by 10. So solve ചെയ്യുമ്പോൾ 0.6 കിട്ടും. Okay? Yes. Fourth option is the answer. So that's choice number 4 ആണ് 11 വന്നിരിക്കുന്ന 0.6 meter. അപ്പോൾ ഇതിൽ ഒരു കാര്യം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, പല കുട്ടികളും ഈ റീകോയിലിങ്ങിൽ വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഈ ഇക്വേഷനൊക്കെ എല്ലാവർക്കും അറിയാം, എല്ലാവരും പഠിച്ചു വെക്കുന്നതാണ്. ക്യാപിറ്റൽ എം ഗണ്ണിന്റെ മാസാന്ന് എല്ലാവർക്കും അറിയാം, വി എന്ന് പറയുന്ന സ്പീഡ് ഓഫ് ബുള്ളറ്റ്സ് ആണെന്ന് അറിയാം. പക്ഷേ ഈ സ്മോൾ എം എടുക്കുമ്പോൾ പലപ്പോഴും ബുള്ളറ്റിന്റെ മാസാണ് എടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ബുള്ളറ്റിന്റെ മാസം അല്ല എടുക്കേണ്ടത്. ശരിക്കും എടുക്കേണ്ടത് എന്താണ്? ഒരു സെക്കൻഡിൽ ഫയർ ചെയ്യുന്ന ബുള്ളറ്റിന്റെ മാസാണ് എടുക്കേണ്ടത്. ഒരു സെക്കൻഡിൽ ഒരു ബുള്ളറ്റെ ഫയർ ചെയ്യുന്നുള്ളൂവെങ്കിലേ നമുക്ക് സ്മോൾ എം ആയിട്ട് ബുള്ളറ്റിന്റെ മാസം എടുക്കാൻ പറ്റും. ഈ കേസിൽ കണ്ടോ, ഒരു സെക്കൻഡിൽ ഫയർ ചെയ്യുന്ന നമ്പർ ഓഫ് ബുള്ളറ്റ്സ് 3 ആണ്. അപ്പോൾ 3 ബുള്ളറ്റ്സിന്റെ മാസ് വേണം സ്മോൾ എം ആയിട്ട് എടുക്കാൻ. അത് നല്ലൊരു ക്വസ്റ്റൻ ആണ്, അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റൻ ആണിത്. ഈവൻ ദോ ഇറ്റ്സ് എ വെരി ഡയറക്റ്റ് ക്വസ്റ്റൻ ഓൺ റീകോയിലിംഗ്, ദ കോൺസെപ്റ്റ്സ് ഇൻവോൾവ്ഡ് ആർ ക്വൈറ്റ് ഗുഡ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം അത്രയേ ഉള്ളൂ, നല്ല ക്വസ്റ്റൻ ആണ്. ക്വസ്റ്റൻ നമ്പർ 11. The answer is 0.06 meter per second. Okay, Len? Now let us move on to the next question. Question number 12. It's again a question based on assertion and reason. Okay? Let us read the assertion. The efficiency of a reversible heat engine. So naturally it is from heat and thermodynamics. Efficiency of a reversible heat engine will be highest at minus 273 degrees Celsius temperature of cold reservoir. ഒരു ഹീറ്റ് എഞ്ചിൻ്റെ എഫിഷ്യൻസി മാക്സിമം വരുന്നത് സിങ്കിൻ്റെ ടെമ്പറേച്ചർ -273 ഡിഗ്രി സെൽഷ്യസ്, അതായത് 0 കെൽവിൻ വരുമ്പോഴെന്നാണ് പറയുന്നത്. ശരിയാണോ? വാട്ട് ഈസ് എഫിഷ്യൻസി ഈറ്റ ഓഫ് എ റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻ? ഈറ്റ ഈക്വൽ ടു വെരി ഡയറക്റ്റ് T1 - T2 ഡിവൈഡഡ് ബൈ T1 ആണ്. ഇതാണ് എഫിഷ്യൻസി, T1 - T2 by T1. ഇതിൽ T2 -273 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 0 കെൽവിൻ ആകുമ്പോഴാണ് എഫിഷ്യൻസി മാക്സിമം എന്നാണ് പറയുന്നത്. നമുക്കറിയാം എഫിഷ്യൻസി കിട്ടാവുന്ന മാക്സിമം വാല്യൂ 1 ആണ്, അതായത് 100% ആണ്. നിങ്ങൾ T2 0 ഇട്ടെ, നമുക്കറിയാം ഈ ഇക്വേഷനിലെ ടെമ്പറേച്ചർ കെൽവിനിൽ വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അപ്പോൾ -273 ഡിഗ്രി സെൽഷ്യസ് മീൻസ് 0 കെൽവിൻ ആണ്. അപ്പോൾ സോബയുടെ ഈറ്റ എത്ര വരും? നമുക്ക് T2 0 ആകുമ്പോൾ 1 - 0 by 1. സോറി 1 അല്ലല്ലോ, T1 സോറി. T1 - 0 by T1. So that's equal to 1 അല്ലേ? അതായത് 100% ആണ്. അപ്പോൾ 100% എന്ന് വെച്ചാൽ എഫിഷ്യൻസി എങ്ങനെയാണ്? മാക്സിമം. അതിൻ്റെ അർത്ഥം assertion is true. Okay? Yes. ഇനി reason. The efficiency of Carnot engine depends not only on temperature of cold reservoir, but it depends on the temperature of the hot reservoir too, and is given by eta equal to 1 - T2 by T1. Yes. The same equation. T1 - T2 by T1 തന്നെയാണ് T1 1 - T2 by T1 എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ വേണ്ട റീസണും കറക്റ്റ് ആണ്. മാത്രമല്ല ഈ ഇക്വേഷൻ എടുത്ത് തന്നെയാണ് ഞാൻ ഈ കാര്യം നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തത്. ദാറ്റ്സ് വൈ ദിസ് റീസൺ എക്സ്പ്ലെയിൻസ് അസർഷൻ ഓൾസോ. സോ ഓപ്ഷൻ 4 ആണ്. ബോത്ത് അസർഷൻ ആൻഡ് റീസൺ ആൻഡ് ട്രൂ, ആൻഡ് റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസർഷൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ 4 ആണ്. ശരിയല്ലേ? അതൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്. എന്ന് വെച്ചാൽ ഇതൊക്കെ എല്ലാവർക്കും എഴുതാൻ പറ്റും. ജസ്റ്റ് വായിക്കുമ്പോൾ തന്നെ ഇത് ആൻസർ 1 ആണ്. ഇത് പിന്നെ സാധാരണ അസർഷൻ റീസൺ ക്വസ്റ്റ്യൻ വരുമ്പം ആൻസർ 1 ആണോ 2 ആണോ എന്നുള്ള കാര്യത്തിലുള്ള കൺഫ്യൂഷൻ നമുക്ക് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. കാരണം റീസൺ കറക്റ്റായിട്ട് അസർഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. പക്ഷേ ഈ കേസിൽ ആ കൺഫ്യൂഷൻ ഒന്നും ഒരു പ്രോബ്ലം ഇല്ല. കാരണം ഇത് നമുക്ക് വായിക്കുമ്പോഴേ അറിയാം ദ റീസൺ ഈസ് എക്സ്പ്ലെയിനിങ് ദ അസർഷൻ ആണ്. മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഗോയിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 30. ഇതൊരുപാടില്ല. മാച്ച് ദ ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്തോ വലിയ കാര്യമൊന്നുമല്ല മാച്ച് ദ ലിസ്റ്റിനകത്ത് വന്നിരിക്കുന്നത്. എന്താണ്? തീർച്ചയായിട്ടും മാച്ച് ദ ലിസ്റ്റിനകത്ത് വന്നിരിക്കുന്നത് ലിസ്റ്റ് 1 കുറേ ക്വാണ്ടിറ്റികളും ലിസ്റ്റ് 2 അതിൻ്റെ യൂണിറ്റുകളുമാണ് വന്നിരിക്കുന്നത്. കണ്ടോ? ലിസ്റ്റ് 1 കുറേ ക്വാണ്ടിറ്റികളും ലിസ്റ്റ് 2 എന്താണ്? അതിൻ്റെ യൂണിറ്റുകളുമാണ് ആക്ച്വലി എന്ത് ചെയ്തിരിക്കുന്നത് വന്നിരിക്കുന്നത്. ഒരു പ്രയാസമുള്ള കാര്യമല്ല. നിങ്ങൾ ഓരോന്നായിട്ട് ചെയ്താൽ മതി. കണ്ടോ? ആദ്യം നോക്കൂ, ടോർക്കാണ്.
ടോർക്ക് എന്ന് പറയുന്നത് എന്താണ്? RF sin θ, ഫോഴ്സിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഫോഴ്സ് ന്യൂട്ടൺ, ഡിസ്റ്റൻസ് മീറ്റർ. അപ്പം ന്യൂട്ടൺ മീറ്റർ ആണ്, ന്യൂട്ടൺ മീറ്റർ അല്ലെ. അപ്പം ടോർക്ക് എന്ന് പറയുമ്പോൾ ന്യൂട്ടൺ മീറ്റർ ആണ്, ന്യൂട്ടൺ ഫോഴ്സ് മീറ്റർ. അപ്പം ന്യൂട്ടൺ എന്ന് പറയുമ്പോൾ എന്താണ്? ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്. കിലോഗ്രാം, F=ma, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഒരു മീറ്റർ കൂടെ ആകുമ്പോൾ കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പം അങ്ങനെ എയുടെ ആൻസർ 4 വരും. എനർജി ഡെൻസിറ്റി, എനർജി ബൈ വോളിയം. എനർജി ഡെൻസിറ്റി, എനർജി ഡിവൈഡഡ് ബൈ വോളിയം അല്ലെ, അതുപോലെ എനർജി ഡെൻസിറ്റി. അപ്പോൾ എനർജി ബൈ വോളിയം. എനർജി എന്ന് പറയുമ്പോൾ എന്താണ്? ജൂള്. വോളിയം എന്താണ്? മീറ്റർ ക്യൂബ്. അപ്പോൾ ജൂൾ പെർ മീറ്റർ ക്യൂബ് എന്ന് വരും. ജൂൾ പെർ മീറ്റർ ക്യൂബ് എന്ന് വരും അല്ലേ? യെസ്. അപ്പം ജൂൾ പെർ മീറ്റർ ക്യൂബ് എന്ന് വരും. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഈ 1 എന്നുള്ള ആൻസർ കിട്ടും. പ്രഷർ ഗ്രേഡിയന്റ്. ഗ്രേഡിയന്റ് എന്ന് വെച്ചാൽ ഡിവൈഡഡ് ബൈ ലെന്ത് ആണ്. പ്രഷർ ഗ്രേഡിയന്റ് എന്ന് വെച്ചാൽ പ്രഷർ ബൈ ലെന്ത് ആണ്. അപ്പോൾ പ്രഷർ എന്ന് പറയുമ്പോൾ പാസ്കൽ ആണ്, ബൈ ലെന്ത് എന്ന് പറയുമ്പോൾ എത്രയാണ്? മീറ്റർ ആണ്. ഈ പാസ്കൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഈ 3rd ഓപ്ഷൻ വരും. ഇമ്പൾസ്. ഇമ്പൾസിക്കൽ ചേഞ്ച് ഇൻ മൊമെന്റ് ആണ്, നമുക്കറിയാം. ചേഞ്ച് ഇൻ മൊമെന്റ്. അപ്പം മൊമെന്റത്തിന്റെ അതേ യൂണിറ്റ് ആണ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? അല്ല, ഇതൊക്കെ പിന്നെ അറിയാത്ത ആരും ഉണ്ടാവില്ല. ഒരു +2 കഴിഞ്ഞൊരു കുട്ടിക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒരു പ്രിപ്പറേഷൻ ഇല്ലെങ്കിൽ പോലും ഈസി ആയിട്ട് എഴുതാൻ പറ്റും. കാരണം വെറും ക്വാണ്ടിറ്റികൾ യൂണിറ്റുമായുള്ള ഇന്റർ റിലേഷനാണ് ഈ ക്വസ്റ്റ്യൻ്റെ ബേസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പം അത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ 13. ഇറ്റ്സ് ആൻ ഈസി ക്വസ്റ്റ്യൻ. ഇറ്റ്സ് ഇൻഫാക്ട് എ വെരി ഈസി ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 40. ദാറ്റ്സ് ഫ്രം ദ ടോപ്പിക് ഓസിലേഷൻസ് ആണ്. ഓസിലേഷൻസ് എന്നുള്ള ഒരു വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 40. ഫോർ എ സിമ്പിൾ ഹാർമോണിക് മോഷൻ in a mass spring system shown, the surface is frictionless. When the mass of the block is 1 kg, the angular frequency is ω1. When the mass of the block is 2 kg, the angular frequency is ω2. What is the ratio ω2 by ω1? എന്തെങ്കിലും ചെയ്യാനുള്ള ഒന്നുമില്ല. എല്ലാവർക്കും ഒരു സ്പ്രിംഗ് ബ്ലോക്ക് സിസ്റ്റം ഓസിലേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ എന്ന് പറയുന്നത് √k/m ആണ്. K എന്ന് പറയുന്ന ആ സ്പ്രിങ്ങിന്റെ കോൺസ്റ്റന്റ് ആണ്. M എന്ന് പറയുന്ന അതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ബ്ലോക്കിന്റെ മാസ് ആണ്. അപ്പോൾ 2 കേസിലും ഒരേ സ്പ്രിംഗ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 കേസിലും K സെയിം ആയി. മാറ്റിയിരിക്കുന്ന മാസ് ആണ്. ഫസ്റ്റ് കേസിൽ മാസ് 1 kg, സെക്കൻഡ് കേസിൽ മാസ് 2 kg ആണ്. അപ്പോൾ ക്ലിയർ ആണ്. ദ ആംഗുലർ ഫ്രീക്വൻസി ഈസ് പ്രപ്പോർഷണൽ ടു 1/√m ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ എന്താണ് ω2 ബൈ ω1 എന്ന് പറയുന്നത് √m1/m2 ആണ്. √m1/m2 ആണ്. ഫസ്റ്റ് കേസിൽ m1 എന്ന് പറയുന്ന 1 ആണ്, m2 എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ √1/2 ആണ് ആൻസർ. ദ ആൻസർ ഈസ് വെരി ഡയറക്ട്ലി ഓപ്ഷൻ നമ്പർ 2. ശരിയല്ലേ? ഓക്കെ. ഇതിനേക്കാൾ ഈസി ആയിട്ട് ഓസിലേഷൻ ഇതിനേക്കാളും ഈസി ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ω √k/m എന്നെടുത്തിരിക്കുന്നു. 2 കേസിൽ ഒരേ സ്പ്രിംഗ് ആയതുകൊണ്ട് K എന്ന് പറയുന്ന കോൺസ്റ്റന്റ് സെയിം ആണ്. പിന്നെ 2 കേസിൽ മാസ് മാറ്റി വെക്കുമ്പോൾ ഒമേഗാസിന്റെ റേഷ്യോ മാസസിന്റെ റെസിപ്രോക്കൽ റേഷ്യോയുടെ സ്ക്വയർ റൂട്ടാണ്. So very directly you are getting. Easy, in fact, very, very easy. Okay? Another question like well, yes. Question number 50. That's from the modern physics section on dual nature. An electron accelerated through a potential difference V1 has a de Broglie wavelength lambda. When the potential difference is changed to V2, the de Broglie wavelength increases by 50%. What is the value of accelerating potentials V1 to V2? Another question. Very easy question. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഒരു ഇലക്ട്രോൺ, ഒരു ഫണ്ടമെന്റൽ പാർട്ടിക്കിളിന്റെ ഡി ബ്രോഗ്ലി വേവ്ലെങ്ത് ലാംഡ എന്ന് പറയുന്നത് h/mv ആണ്. അറിയാലോ? യെസ്. m മാസ് ഓഫ് ദി പാർട്ടിക്കിൾ, v is its വെലോസിറ്റി. ഇനി നമുക്കറിയാം ഈ പാർട്ടിക്കിൾ നമ്മൾ എങ്ങനെ മൂവ് ചെയ്യിച്ചു. ഒരു ആക്സലറേറ്റിംഗ് പൊട്ടൻഷ്യൽ v കൊടുത്താണ് ഇതിനെ മൂവ് ചെയ്യിച്ചതെങ്കിൽ നമുക്കറിയാം q × v ഇത് ആക്സലറേറ്റിംഗ് പൊട്ടൻഷ്യൽ ആണ്. അപ്പം ഒരു പാർട്ടിക്കിൾ ഓഫ് ചാർജ് q ആൻഡ് മാസ് m, എ പാർട്ടിക്കിൾ ഓഫ് ചാർജ് q ആൻഡ് മാസ് m, അതിന് v എന്നുള്ള പൊട്ടൻഷ്യൽ കൊടുത്ത് ആക്സലറേറ്റ് ചെയ്യിക്കുന്നു എങ്കിൽ ഇതാണ് ആ പൊട്ടൻഷ്യൽ ചാർജിൽ ചെയ്യുന്ന വർക്ക്. ഇതാണ് ½ m × v² ആയിട്ട് വരുന്നത്. അപ്പം അങ്ങനെ ആയിരുന്ന എത്ര വരും? v = √2qv/m എന്ന് വരും. ഈ വിക്ക് വരെ ഇട്ട് കൊടുത്തേ ലാംഡ = h/m × √2qv/m വരും. അതായത് h/√2mqv എന്ന് വരും. ഇതാണ് ഡി ബ്രോഗ്ലി വേവ്ലെങ്തും ആക്സലറേറ്റിംഗ് പൊട്ടൻഷ്യൽ ക്യാപിറ്റൽ വിയുമായുള്ള റിലേഷൻ അല്ലെ. ചാർജസിനെ മൂവ് ചെയ്യിക്കാൻ ആക്സലറേറ്റ് ചെയ്യിക്കാൻ ഉപയോഗിക്കുന്ന പൊട്ടൻഷ്യലും ഡി ബ്രോഗ്ലി വേവ്ലെങ്തുമായുള്ള റിലേഷൻ ഇതാണ്.
അപ്പോൾ ഇതിൽ നോക്കൂ, രണ്ട് കേസിലും ഒരേ പാർട്ടിക്കിൾ ഇലക്ട്രോൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എമ്മും ക്യൂ ഒക്കെ രണ്ട് കേസിലും സെയിം ആണ്. അപ്പോൾ വേരിയബിൾ ആയിട്ട് വരുന്ന ആര് മാത്രമേ ഉള്ളൂ? ആക്സിലറേറ്റിംഗ് പൊട്ടൻഷ്യൽ മാത്രമേ ഉള്ളൂ. വളരെ ക്ലിയർ ആണ്, ലാംഡ പ്രപ്പോർഷണൽ ടു 1/√E അല്ലേ? യെസ്, കണ്ടോ, ലാംഡ പ്രപ്പോർഷണൽ ടു 1/√E ആക്സിലറേറ്റിംഗ് പൊട്ടൻഷ്യലിന്റെ റെസിപ്രോക്കലിന്റെ റൂട്ടിന്, ആക്സിലറേറ്റിംഗ് പൊട്ടൻഷ്യലിന്റെ റെസിപ്രോക്കലിന്റെ റൂട്ടിന് പ്രപ്പോർഷണൽ ആണ് ലാംഡ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വെരി ക്ലിയർ. ഇത് വെച്ചൊരു കമ്പാരിസൺ ഇക്വേഷൻ ഉണ്ടാക്കിയാൽ മതി. ലാംഡ 1/λ2, ലാംഡ 1 ഡിവൈഡഡ് ബൈ ലാംഡ 2. ലാംഡ 1/λ2 എന്ന് പറയുമ്പോൾ എത്ര വരും? റൂട്ട് ഇവിടെ ലാംഡ V2 അല്ലേ, V2/V1 വരും. യെസ്, റെസിപ്രോക്കൽ റിലേഷൻ. അപ്പോൾ ലാംഡ 1/λ2 = √V2/V1 വരും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലാംഡ 1 ഡിവൈഡഡ് ബൈ ലാംഡ 2 എത്രയാണ്? ലാംഡ 2 എന്ന് പറയുമ്പോൾ ലാംഡ 1ന്റെ 50% ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. ലാംഡ 1നോട് 50% ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ലാംഡ 1നോട് 50% ഇൻക്രീസ് ചെയ്തെങ്കിൽ, ലാംഡ 1നോട് 50% ഇൻക്രീസ് ചെയ്തെങ്കിൽ 50% എന്ന് പറയുമ്പോൾ ഹാഫ് വരും, ലാംഡ 1/2. അപ്പോൾ ലാംഡ 1 പ്ലസ് ലാംഡ 1/2. അപ്പോൾ ലാംഡ 2 എടുക്കുമ്പോൾ ലാംഡ 1നോട് കൂടി ലാംഡ 1ന്റെ 50% ആഡ് ചെയ്തു. അപ്പോൾ 3 ലാംഡ 1/2. 50% എന്ന് വെച്ചാൽ ഹാഫ് ആണ്. അപ്പോൾ ലാംഡ 1നോട് കൂടി 50% ഓഫ് ലാംഡ 1 ആഡ് ചെയ്യുന്നതാണ് ലാംഡ 2 എന്ന് പറയുന്നത്. അപ്പോൾ എത്ര വരും? 3 ലാംഡ 1/2 ഈക്വൽ ടു √V2/V1 ആണ്. ശരിയല്ലേ? അപ്പോൾ ലാംഡ 1 ക്യാൻസൽ ആയി. So you are getting 2/3 equal to √V2/V1. അപ്പോൾ സ്ക്വയർ ചെയ്താൽ 4/9 equal to V2/V1. അപ്പം അങ്ങനെയാണെങ്കിൽ 9/4 equal to V1/V2 അല്ലേ? ഇപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ ആൻസർ വളരെ സിമ്പിൾ ആയൊരു ക്വസ്റ്റ്യൻ, അതിനകത്ത് ഒന്നുമില്ല. അല്ല, ഈ ടോപ്പിക്കുകളിൽ നിന്നൊക്കെ ചോദിക്കാവുന്ന ഏറ്റവും സിമ്പിൾ ആയുള്ള ക്വസ്റ്റ്യൻ. ഈ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടുപിടിച്ച് പരീക്ഷ നടത്തിയ പോലെ ഉണ്ട്, കണ്ടോ. ആ ടോപ്പിക്കിൽ ചോദിക്കാവുന്ന ഏറ്റവും സിമ്പിൾ ആയൊരു ക്വസ്റ്റ്യൻ ആണ് ഡി ബ്രോളി വേവ് ലെങ്തും അതിന്റെ ചാർജിന്റെ ആക്സിലറേറ്റിംഗ് പൊട്ടൻഷ്യലുമാണ് റിലേഷൻ. എപ്പോഴും നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. ശരിക്കും ഇതൊന്നും ചെയ്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന റിലേഷനാണ്. ദ ആക്സിലറേറ്റിംഗ് പൊട്ടൻഷ്യൽ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ റൂട്ട് ഓഫ് the de Broglie wavelength is inversely proportional to the square of the accelerating potential. The de Broglie wavelength is inversely proportional to the square of the accelerating potential. അപ്പോൾ ആ ഐഡിയ വെച്ചാണ് ഈ കേസിലേക്ക് പോയിരിക്കുന്നത്. So you are getting V1/V2 to be equal to 9/4. V1/V2 equal to 9/4. Okay, so that's a choice here. അപ്പോൾ അത് എളുപ്പമുണ്ട് അല്ലേ? ഇതുവരെ നമുക്ക് ഒരു ചലഞ്ചിങ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നില്ല. എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ഡയറക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യുന്ന സാധാരണ ക്വസ്റ്റ്യൻസ് ആണ്. Shall we move on to the next question? Yes. Question number 60. മാത്സ് ലിസ്റ്റ് 1 to ലിസ്റ്റ് 2. വീണ്ടും ലിസ്റ്റ് 1 ലിസ്റ്റ് 2 കൂടെ കൺവേർട്ട് ചെയ്യാനാണ്. ഇത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ചാപ്റ്ററിലാണ്. അതും പ്രോബ്ലംസ് ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുന്ന ചില ഇൻസ്ട്രുമെന്റുകളും അത് ചെയ്യുന്ന ഡ്യൂട്ടിയുമായിട്ടുള്ള ഇതാണ്. ഇതൊക്കെ ജസ്റ്റ് NCERT വായിച്ചിട്ടുള്ളവർക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ആ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ചാപ്റ്റർ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. കണ്ടോ, ഫസ്റ്റ് എ ഓപ്ഷൻ തന്നെ. വാട്ട് ഈസ് അറ്റിനുവേഷൻ? അറ്റിനുവേഷൻ എന്ന് വെച്ചാൽ ഒരു കോമൺ വേർഡാണ്. ഒരു വേവ് കുറേ ദൂരം ട്രാവൽ ചെയ്യുമ്പോൾ എന്താണ്, അത് സിഗ്നൽ വീക്കായി പോകുന്ന ഇതിനെയാണ് അറ്റിനുവേഷൻ. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ കുറേ ദൂരം കഴിഞ്ഞാൽ അത് കേൾക്കാൻ പറ്റില്ല, കാരണം നമ്മുടെ സൗണ്ട് വേവ്സ് അറ്റിനുവേറ്റ് ചെയ്യുന്നതാണ്. സിഗ്നൽ സ്ട്രെങ്ത് വീക്ക് ആവുന്നതിന് അറ്റിനുവേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ 4 ആണ്. അത് കണ്ടോ, ഓപ്ഷൻ 4 ആണ് അറ്റിനുവേഷൻ. ലോസ് ഓഫ് സ്ട്രെങ്ത് ഓഫ് എ സിഗ്നൽ വൈൽ പ്രൊപ്പഗേറ്റിംഗ് ത്രൂ എ മീഡിയം ആണ് അല്ലേ? അപ്പം ഓപ്ഷൻ എ അല്ല, എയുടേത് ഇത് വരും. ഇനി അടുത്ത ട്രാൻസ്ഡ്യൂസർ. എല്ലാവർക്കും അറിയാം, ട്രാൻസ്ഡ്യൂസർ എന്ന് വെച്ചാൽ ഇലക്ട്രോണിക്സിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. അത് ഒരു സിഗ്നലിനെ വേറൊരു സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു എനർജിയെ. ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ട് എനർജിയെ, ഇപ്പം നമ്മൾ മൊബൈൽ ഫോണിലൊക്കെ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ സൗണ്ട് എനർജി ആ മൊബൈൽ ഫോണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആയിട്ട്, മൈക്രോ വേവ് സിഗ്നൽസ് ആയിട്ടൊക്കെ മാറ്റിയിട്ടാണ് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു എനർജി ഫോമിന് വേറൊരു എനർജി ഫോം, സൗണ്ടിനെ ഇലക്ട്രോമാഗ്നറ്റിക് എനർജി ആയിട്ട് മാറ്റുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ട്രാൻസ്ഡ്യൂസർ ഇൻസ്ട്രുമെന്റുകൾ ചെയ്യുന്നത്. ഇതാണ് ആൻസർ. കൺവേർട്സ് വൺ ഫോം ഓഫ് എനർജി ഇൻ ടു അനദർ. ഇതാണ് ഓപ്ഷൻ ബി. സി, ഡീമോഡുലേഷൻ. മോഡുലേഷൻ്റെ ഓപ്പോസിറ്റ് പ്രോസസ് അല്ലെ ഡീമോഡുലേഷൻ എന്ന് പറയുന്നത്. എന്താണ് മോഡുലേഷൻ? എന്താണ് മോഡുലേഷൻ? നമുക്ക് അയക്കേണ്ട സിഗ്നൽസിന് കാരിയർ സിഗ്നലുമായിട്ട് മിക്സ് ചെയ്യുന്നതിനാണ് മോഡുലേഷൻ എന്ന് വിളിക്കുന്നത്. അതിൻ്റെ തിരിച്ച് മിക്സ്ഡ് ആയിട്ട് വന്നിരിക്കുന്ന കാരിയർ സിഗ്നൽസിനെയും ഇൻഫർമേഷൻ സിഗ്നൽസിനെയും സെപ്പറേറ്റ് ചെയ്ത് ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുക, മാറ്റിയെടുക്കുന്നതിനെയാണ് നമ്മൾ എന്താ വിളിക്കുന്നത്, ഡീമോഡുലേഷൻ. അപ്പം ഇതാണ് ടു പ്രോസസ് ഓഫ് റിട്രീവൽ ഓഫ് ഇൻഫർമേഷൻ ഫ്രം ദ കാരിയർ വേവ് അറ്റ് റിസീവ്ഡ് എൻഡ് ആണ്. ഇതാണ് സി ഓപ്ഷൻ്റെ ആൻസർ.
ആൻഡ് റിപ്പീറ്റർ. റിപ്പീറ്റർ എന്ന് വെച്ചാൽ എന്താണ്? റിപ്പീറ്റർ യൂണിറ്റുകളില്ലേ, അതെല്ലാ കമ്മ്യൂണിക്കേഷനിലും റിപ്പീറ്റർ യൂണിറ്റുകൾ. ഒരു റിസീവർ ആൻഡ് ട്രാൻസ്മിറ്റർ, ഇപ്പം നമ്മുടെ ഒരു മൊബൈൽ ഫോൺ ടവറൊക്കെ എ കൈൻഡ് ഓഫ് റിപ്പീറ്റർ യൂണിറ്റ് ആണ്. ഇങ്ങനെ റിപ്പീറ്റർ യൂണിറ്റുകൾ വെച്ചാണ് സിഗ്നൽ സ്ട്രെങ്ത് നഷ്ടപ്പെടാതെ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു റിപ്പീറ്ററിനകത്ത് ഒരു റിസീവറും ഉണ്ടാവും, ഒരു ട്രാൻസ്മിറ്ററും ഉണ്ടാവും. അപ്പോൾ അതാണ് കോമ്പിനേഷൻ ഓഫ് റിസീവർ ആൻഡ് ട്രാൻസ്മിറ്റർ. അപ്പോൾ ഡി ഓപ്ഷൻ ആണ് ഇത് വരും. ആൻസർ ഓപ്ഷൻ ഇവിടെ 4 വരും. ശരിയല്ലേ? കഴിഞ്ഞല്ലോ? യെസ്, ഈസി ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 16 കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. മാത്രമല്ല കമ്മ്യൂണിക്കേഷനിലെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാലും അതിനകത്ത് ബുദ്ധിമുട്ടുള്ള എസ്പെക്ട്സ് ഒന്നുമില്ല. നേരിട്ട് അതിനകത്ത് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റുകളുടെ ഡ്യൂട്ടി വെച്ചാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 70. എ കറണ്ട് ക്യാരിയിങ് റെക്ടാംഗുലർ ലൂപ്പ് PQRS ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മൂവിംഗ് ചാർജസ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എ കറണ്ട് ക്യാരിയിങ് റെക്ടാംഗുലർ ലൂപ്പ് PQRS ഈസ് മെയ്ഡ് ഓഫ് യൂണിഫോം വയർ. ദ ലെന്ത് PR ഈക്വൽ ടു QS 5 cm and PQ equal to RS 100 cm. If ammeter current reading changes from I to 2I, the ratio of magnetic forces per unit length on wire PQ due to RS in the two cases. It's a very simple question. രണ്ട് പാരലൽ വയേഴ്സ് വെച്ചാൽ ആംബേസ് ഫോഴ്സ്, രണ്ട് പാരലൽ വയേഴ്സ് വെച്ചാൽ അതിനിടയ്ക്ക് ഉണ്ടാകുന്ന ഫോഴ്സ് പെർ യൂണിറ്റ് ലെന്ത് എല്ലാവർക്കും അറിയാം. ഫോഴ്സ് പെർ യൂണിറ്റ് ലെന്ത് ബിറ്റ്വീൻ ടു പാരലൽ വയേഴ്സ്, ഫോഴ്സ് പെർ യൂണിറ്റ് ലെന്ത് ബിറ്റ്വീൻ ടു പാരലൽ വയേഴ്സ് μ0 I1 I2 divided by 2 pi r. എല്ലാവർക്കും അറിയാലോ. രണ്ട് പാരൽ വയേഴ്സ്, ഇങ്ങനെ രണ്ട് പാരൽ വയേഴ്സ് വെക്കുന്നു. ഇതിലൂടെ കറണ്ട് I1 ഫ്ലോ ചെയ്യുന്നു, ഇതിലൂടെ കറണ്ട് I2 ഫ്ലോ ചെയ്യുന്നു. ഇവർക്കിടയിലുള്ള ഈ സെപ്പറേഷൻ R ആണെങ്കിൽ ഈ ഓരോ വയറിലും വരുന്നത്. അപ്പം ഇവിടുന്ന് അങ്ങോട്ടൊരു ഫോഴ്സ് വരും മാഗ്നറ്റിക് ഫോഴ്സ്, അവിടുന്ന് ഇങ്ങോട്ട് വരും മാഗ്നറ്റിക് ഫോഴ്സ്. അപ്പോൾ ഈ രണ്ട് പേർക്കിടയിലുള്ള മാഗ്നറ്റിക് ഫോഴ്സ് പെർ യൂണിറ്റിൽ എന്ത് എല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അത് ആരും കാണത്തില്ല. +2 കഴിഞ്ഞ സയൻസ് പഠിച്ചൊരു കുട്ടിയാണെങ്കിൽ ഈ ഇക്വേഷനൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. μ0 I1 I2 by എന്താണ് 2 pi. അപ്പോൾ ഈ കേസിൽ ഈ PQനും RSനും ഇടയ്ക്കുള്ളതാണ്. അപ്പോൾ PQവിലൂടെ പോകുന്ന കറണ്ടാണ് ഇവിടെ I1, RSലൂടെ പോകുന്ന കറണ്ടാണ് I2. ഇനി PQനും RSനും ഇടയ്ക്കുള്ള സെപ്പറേഷൻ 5 cm, അതൊക്കെ ഫിക്സ്ഡ് ആണ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഈ വരുന്ന കറണ്ടായി I1ഉം I2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ അമീറ്റർ റീഡിങ് I ആയിരിക്കും. അതിനുശേഷം ഈ കറണ്ട് 2I ആക്കി, 2I ആക്കിയപ്പോൾ അമീറ്റർ റീഡിങ് എത്ര തന്നെയാണ് 2I ആണ്. ശരിയല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇവർക്കിടയിൽ വരുന്ന ഫോഴ്സ് ലെന്ത് അപ്പോൾ വളരെ എളുപ്പമാണ്. ഇതിൽ μ0 by 2 pi r കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഫോഴ്സ് പെർ യൂണിറ്റ് ലെന്ത് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ I1 I2 പ്രോഡക്റ്റ് ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് കേസിൽ ഫോഴ്സ് പെർ യൂണിറ്റ് ലെന്ത് എടുക്കുമ്പോൾ ദാറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു, നോക്കൂ, ഫസ്റ്റ് കേസിൽ കറണ്ട് I ആണ് വരുന്നത്. ഇത് രണ്ട് ഈക്വൽ റെസിസ്റ്റൻസ് ഉള്ള വയറുകളാണ്. അതുകൊണ്ട് ഈ I സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ I1 ഈക്വൽ ടു I/2 വരും, I2 ഈക്വൽ എത്ര തന്നെ വരും I/2. അപ്പം അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് കേസിൽ I1 I2 പ്രോഡക്റ്റ് എത്ര വരും I/2 ഇൻറ്റു I/2 എന്ന് വരും. ഇനി സെക്കൻഡ് കേസിൽ എന്താണ് മാറ്റം വരുത്തിയത്? F ബൈ ലെന്ത് ഫോഴ്സ് പെർ യൂണിറ്റ് ലെന്ത് പ്രപ്പോർഷണൽ ടു I1 I2 എടുക്കുമ്പോൾ സെക്കൻഡ് കേസിൽ ഈ കറണ്ട് I എന്ന് 2I ആക്കി. അങ്ങനെയാണെങ്കിൽ അത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? I1 I വരും, I2ഉം I വരും. അപ്പം അങ്ങനെയാണെങ്കിൽ I1 I2 പ്രോഡക്റ്റ് എത്ര വരും? I ഇൻറ്റു I എന്ന് വരും. ഇത്രയേ ഉള്ളൂ. കണ്ടോ, ചുരുക്കത്തിൽ 2 pi r μ0 ഒക്കെ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആദ്യം I കറണ്ട് വരുമ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് ഇവിടെ I/2 വരും, ഇവിടെ I/2 വരും. അപ്പോൾ I1ഉം I/2 ആണ്, I2 I/2 ആണ്. പിന്നെ ഇവിടെ 2I കറണ്ട് വരുമ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് ഇവിടെ I ആവും, ഇവിടെ I ആവും. അപ്പോൾ എത്ര വരും? I1 I ആണ്, I2 I ആണ്. ഇനി റേഷ്യോ എടുത്താൽ പോരെ? ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്ത് Iയും Iയും ക്യാൻസൽ ആവും. 1:4 എന്ന ആൻസർ വന്നോ? യെസ്, ദ ആൻസർ ഈസ് വെരി ഡയറക്ട്ലി 1:4. കണ്ടോ, അപ്പോൾ ഈ രണ്ട് ഫോഴ്സ് പെർ യൂണിറ്റ് ലെന്ത്, ഫോഴ്സ് പെർ യൂണിറ്റ് ലെന്തിന്റെ ഫസ്റ്റ് കേസിലെയും ഫോഴ്സ് പെർ യൂണിറ്റ് ലെന്തിന്റെ സെക്കൻഡ് കേസിലെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. ഈസി ആയിട്ട് 1:4 എന്ന് കിട്ടും. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ I ക്യാൻസൽ ആയി 1/4 എന്ന് ആൻസർ കിട്ടും. അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, എന്നാലും വലിയ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നും അല്ല. എന്നാലും അതല്പം ശ്രദ്ധിച്ചൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, യെസ്. സോ ദിസ് എ ക്വസ്റ്റ്യൻ ഫ്രം മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. ഓക്കെ, ഷാൽ വി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ നമ്പർ 18. കണ്ടോ, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ടു എ സ്റ്റീൽ വയർ എ റിജിഡ്ലി ക്ലാംപ്ഡ് അറ്റ് one end. As a result, elongation in the wire is 0.2 meter. If the same force is applied to another steel wire B of double the length and a diameter 2.4 times that of the wire A, the elongation in the wire B will be. വളരെ ഡയറക്റ്റ് ആണ്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ? അതായത് നമ്മളിപ്പോൾ ഒരു വയർ ഇങ്ങനെ എടുക്കുന്നു.
അതിൻ്റെ ഒരെൻ്റെ ക്ലാമ്പ് ചെയ്തിട്ട് ഒരെൻ്റെ ക്ലാമ്പ് ചെയ്തിരിക്കുകയാണ്, ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ വയറിൻ്റെ ലെന്ത്, ഒറിജിനൽ ലെന്ത് എല്ലാമാണ്, ക്രോസ് സെക്ഷണൽ ഏരിയ എ ആണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ വയറിൻ്റെ ഈ എൻഡിനെ ഇങ്ങോട്ടേക്ക് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, എഫ്. ഈ ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസിൽ വയർ കൊണ്ട് സ്ട്രെച്ച് ചെയ്യും, ഈ ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസിൽ വയർ കൊണ്ട് സ്ട്രെച്ച് ചെയ്യും അല്ലേ. അങ്ങനെ വയർ കൊണ്ട് സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് ഈ റോഡിനുണ്ടാകുന്ന ഇലോങ്ങേഷൻ എല്ലാവർക്കും അറിയാം, ഡെൽറ്റ എൽ എന്ന് പറയുന്നത് അല്ലേ, എല്ലാവർക്കും അറിയാമല്ലോ. ഓക്കെ, എന്താണ്, ദാറ്റ് ഈസ് വെരി സിംപ്ലി ഡെൽറ്റ എൽ ഈക്വൽ ടു എഫ് ഇൻറ്റു എൽ ബൈ വൈ ഇൻറ്റു എ ആണ്. എല്ലാവർക്കും അറിയാലോ. യെസ്, എഫ് എന്താണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്ന ആ ഫോഴ്സിൻ്റെ വാല്യൂ, എൽ എന്താണ് ഇതിൻ്റെ ഒറിജിനൽ ലെന്ത്, എ എന്താണ് ഇതിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ, വൈ എന്താണ് ഈ മെറ്റീരിയൽ അല്ല ഈ വയർ നിർമ്മിച്ചിരിക്കുന്ന മെറ്റീരിയലിൻ്റെ യങ്സ് മോഡുലസ്. ഈ രണ്ട് കേസിൻ്റെ ഒരു കമ്പാരിസൺ അവിടെ പറഞ്ഞിരിക്കുന്നത്. രണ്ട് കേസിൽ എഫ് സെയിം ആണ്, കാരണം രണ്ടിലും അപ്ലൈഡ് ഫോഴ്സ് സെയിം. കണ്ടോ, ഇഫ് ദ സെയിം ഫോഴ്സ് ഈസ് അപ്ലൈഡ്. രണ്ട് കേസിലും മെറ്റീരിയൽ സ്റ്റീലാണ്, അപ്പോൾ അതുകൊണ്ട് എഫും വൈയും കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ മാറുന്ന ലെന്തും ഏരിയ ആണ്. അപ്പോൾ ഡെൽറ്റ എൽ പ്രപ്പോർഷണൽ ടു എത്ര വരും, എൽ ബൈ എ. എന്ന് പറയുന്ന വൈ ആർ സ്ക്വയർ അല്ലേ. കാരണം ഇതിന് സർക്കുലർ ക്രോസ് സെക്ഷൻ ആണ് യൂഷ്വലി വയേഴ്സിന് വരിക. അപ്പോൾ സർക്കുലർ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ കണ്ടോ, ഇവിടെ ക്രോസ് സെക്ഷൻ ഇങ്ങനെ സർക്കുലർ ആണ്. അപ്പോൾ സർക്കുലർ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ്, അവിടെ പൈ ആർ സ്ക്വയർ ആണ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. ശരിയല്ലേ. ഓക്കെ ഓക്കെ, ഇവിടെ ഒരു കമ്പാരിസൺ ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, ഡെൽറ്റ എൽ വൺ ബൈ ഡെൽറ്റ എൽ ടു എടുക്കുമ്പോൾ എൽ വൺ ബൈ എൽ ടു ഇൻറ്റു ആർ ടു ബൈ ആർ വൺ ദ ഹോൾ സ്ക്വയർ വരും അല്ലേ. കാരണം എൽ പ്രപ്പോർഷണൽ ഡെൽറ്റ എൽ പ്രപ്പോർഷണൽ ടു എല്ലും ഡെൽറ്റ എൽ പ്രപ്പോർഷണൽ ടു 1 ബൈ ആർ സ്ക്വയറുമാണ്. അപ്പോൾ ഡെൽറ്റ എൽ വൺ പ്രപ്പോർഷണൽ ടു എൽ വൺ ബൈ ആർ വൺ സ്ക്വയർ, ഡെൽറ്റ എൽ ടു പ്രപ്പോർഷണൽ ടു എൽ ടു ബൈ ആർ ടു സ്ക്വയർ. ജസ്റ്റ് നീഡ് ടു സബ്സ്റ്റിറ്റ്യൂട്ട്. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രം മതി, ആൻസർ കിട്ടും. അപ്പോൾ നോക്കൂ, എൽ വൺ ബൈ എൽ ടു എടുക്കുമ്പോൾ ഫസ്റ്റ് കേസിലെ ലെന്ത് എൽ വൺ ആണെങ്കിൽ സെക്കൻഡ് കേസിലെ ലെന്ത് 2L ആണ്. കാരണം ലെന്ത് ഡബിൾ ചെയ്തു എന്ന് പറയുന്നുണ്ട്, കണ്ടോ, ഡബിൾ ദ ലെന്ത്. ഇനി റേഡിയസ് എടുക്കുമ്പോൾ സെക്കൻഡ് കേസിലെ റേഡിയസ് 2.4 ടൈംസ് ദ ഫസ്റ്റ് കേസിലാണ്. കണ്ടോ, ഡയമീറ്റർ ഈസ് മെയ്ഡ് 2.4 ടൈംസ്. അപ്പോൾ റേഡിയസ് 2.4 ടൈംസ് ഡിവൈഡ് ബൈ ആർ വൺ ദ ഹോൾ സ്ക്വയർ അല്ലേ. യെസ്, ഇപ്പം എത്ര വരും നോക്കൂ, എൽ വൺ ആർ വൺ ക്യാൻസൽ. 2.4 സ്ക്വയർ ഈസ് 5.76 ബൈ 2. എങ്കിൽ ഡെൽറ്റ എൽ ടു എത്ര വരും, ഡെൽറ്റ എൽ ടു ഈക്വൽ ടു 2 ഇൻറ്റു ഡെൽറ്റ എൽ വൺ ഡിവൈഡഡ് ബൈ 5.76 വരും. 2 ഇൻറ്റു ഡെൽറ്റ എൽ വൺ എത്രയായിരുന്നു, 0.2 മില്ലിമീറ്റർ. അപ്പോൾ 0.2 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ 5.76. ഇത് ചെയ്യുമ്പോൾ അറൗണ്ട് 6.9 ഇൻറ്റു 10⁻⁻5 മീറ്റർ എന്ന് വരും. അപ്പോൾ അതിന് മില്ലിമീറ്റർ ആക്കാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഓപ്ഷൻ 4 നമുക്ക് ആൻസർ ആയിട്ട് വരും. ഇറ്റ്സ് എ വെരി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. വെരി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഒന്നുമില്ല, ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്തെടുക്കാവുന്ന ഒരു നോർമൽ ക്വസ്റ്റ്യൻ മാത്രമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, ക്വസ്റ്റ്യൻ നമ്പർ 19. അത് ഗ്രാവിറ്റേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. An object is allowed to fall from a height r above the earth where r is the radius of earth. Its velocity when it strikes the earth's surface signaling a resonance will be. It's a very direct question again. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എർത്തിന്റെ സർഫസിൽ നിന്ന് എച്ച് ഹൈറ്റ്, ആ ഹൈറ്റ് ചെറിയ ഹൈറ്റ് അല്ല, വലിയ ഹൈറ്റ് ആണ്. വലിയ ഹൈറ്റ് എന്ന് വെച്ചാൽ എർത്തിന്റെ റേഡിയസിന് ഈക്വൽ ആയിട്ടുള്ള ഹൈറ്റ്. അപ്പോൾ എർത്തിന്റെ സർഫസിൽ നിന്ന് എർത്തിന്റെ റേഡിയസിന് ഈക്വൽ ആയിട്ടുള്ള ഹൈറ്റ് ചെയ്യുന്ന ഒരു ബോഡിയെ താഴേക്ക് ഡ്രോപ്പ് ചെയ്യാണ് എങ്കിൽ അത് ഗ്രൗണ്ടിൽ ഒന്ന് ഹിറ്റ് ചെയ്യുന്ന വെലോസിറ്റിയാണ് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ കേട്ടപ്പോഴേ എല്ലാവർക്കും മനസ്സിലായി. എച്ച് ഹൈറ്റിൽ നിന്ന് ഒരു ബോഡിയെ താഴേക്ക് ഡ്രോപ്പ് ചെയ്താൽ അത് ഗ്രൗണ്ടിൽ എത്തുമ്പോൾ അതിനുണ്ടാകുന്ന ലോസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി അത് ഗെയിൻ ഇൻ കൈനറ്റിക് എനർജിക്ക് ഈക്വൽ ആവും. അപ്പോൾ എച്ച് ഹൈറ്റ് താഴേക്ക് വരുമ്പോൾ ബോഡിക്ക് ഉണ്ടാകുന്ന ലോസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി അതിനുണ്ടാകുന്ന ഗെയിൻ ഇൻ കൈനറ്റിക് എനർജിക്ക് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് ആൻസർ ആവും. അപ്പോൾ പലപ്പോഴും മനസ്സിലോട്ട് വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, പല കുട്ടികളും ഈ ലോസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് നോക്കുമ്പോൾ MGH ആണ് എടുക്കുന്നത്. അങ്ങനെ MGH ഇവിടെ എടുക്കാൻ പറ്റില്ല. കാരണം MGH എന്ന് പറയുന്നത് ശരിക്കും ചെറിയ ഹൈറ്റുകൾക്ക് മാത്രം, ഇപ്പം ഒരു ഫ്യൂ മീറ്റേഴ്സ്, കുറച്ച് മീറ്റേഴ്സൊക്കെ മാത്രം വരുന്ന എന്താണ് ഹൈറ്റിന് മാത്രമാണ് ലോസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി MGH എന്ന് എടുക്കാൻ പറ്റുന്നത്. ഇവിടെ ഹൈറ്റ് അങ്ങനെ ചെറുതല്ല, വളരെ ഹ്യൂജ് ആണ്. ഹ്യൂജ് എന്ന് വെച്ചാൽ എർത്തിൻ്റെ റേഡിയസിന് ഈക്വൽ ആയിട്ടുള്ള ഹൈറ്റാണ്, എർത്തിൻ്റെ റേഡിയസിന് ഈക്വൽ ആയിട്ടുള്ള ഹൈറ്റാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ തിയറിയൊക്കെ അത് തന്നെയാണ്. എന്താണ് ലോസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു ഗെയിൻ ഇൻ കൈനറ്റിക് എനർജിയാണ്. എങ്കിൽ ഈ ലോസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി
mgh by 1 plus h by r. എല്ലാവർക്കും അറിയാമല്ലോ, h ഹൈറ്റ് ചെയ്യുന്നു, ഒരു ലാർജ് ഹൈറ്റ് എച്ചിൽ നിന്ന് ഒരു ബോഡിയെ താഴേക്ക് ഡ്രോപ്പ് ചെയ്താൽ അതിനുണ്ടാകുന്ന ലോസ് ഇൻ പൊട്ടൻഷ്യൽ mgh by 1 plus h by r ആണ്. ആർ എർത്തിന്റെ റേഡിയസ് ആണ്. എച്ച് വളരെ വളരെ ചെറുതാവുമ്പോഴാണ് നമ്മൾ mgh നടക്കുന്നത്. ഈ കളർ എന്താണ്? ഗെയിൻ ഇൻ കൈനറ്റിക് എനർജി, ഹാഫ് mv². കാരണം ഡ്രോപ്പ് ചെയ്ത സമയത്ത് കൈനറ്റിക് എനർജി 0 ആയിരുന്നു. ഗ്രൗണ്ടിൽ എത്തുമ്പോൾ വെലോസിറ്റി v ആണെങ്കിൽ കൈനറ്റിക് എനർജി ഹാഫ് mv² ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഗെയിൻ ഇൻ കൈനറ്റിക് എനർജി ഹാഫ് mv² ആണ്. അതിന് സോൾവ് ചെയ്യുമ്പോൾ കിട്ടും. കാരണം ഇവിടെ h = r ആണല്ലോ, ഈ ക്വസ്റ്റിനകത്ത് h = r ആണ്. അപ്പം അങ്ങനെ m ക്യാൻസൽ ആയി. അപ്പോൾ g into h divided by 1 plus r by r equal to v²/2. കണ്ടോ, എച്ചിന് വരെ 6 കൊടുത്തു. എർത്തിന്റെ റേഡിയസിന് ഈക്വൽ ഉള്ള ഹൈറ്റ് ആണ്. അപ്പോൾ r by r 1 വരും. 1 കൂടെ പോകുമ്പോൾ എത്ര വരും? 2 വരും. ഇവിടെ എച്ചിന് 6 കൊടുക്കണമല്ലോ അല്ലേ. ഈ എച്ചിനും 6 കൊടുത്തു, ഈ എച്ചിനും 6 കൊടുത്തു. അപ്പോൾ ഇത് gr 1 plus r by r. അപ്പോൾ r by r 1 ആണ്, 1 plus 1 2 ആണ്. 2 2 ക്യാൻസൽ ആകുമ്പോൾ v² = gr വരും. ഇപ്പോൾ v എത്ര വരും? √g. ആൻസർ ആയില്ലേ? ഇറ്റ്സ് എ വെരി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അതൊക്കെ വളരെ പെട്ടെന്ന് ചെയ്യാം, എല്ലാവർക്കും അറിയാം. ലോസ് ഇൻ പൊട്ടൻഷ്യൽ എനർജികൾ ഗെയിൻ ഇൻ കൈനറ്റിക് എനർജി. ലോസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി എഴുതുമ്പോൾ ലാർജ് ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്ത ബോഡി ആയതുകൊണ്ട് mgh by 1 plus h by r എടുത്തിട്ട് വേണം ചെയ്ത് പോകാനായിട്ട്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ശരിക്കും ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്നാണ്. എ പോയിന്റ് സോഴ്സ് 100 watt emits light with 5% efficiency. At a distance of 5 meters from the source, the intensity produced by the electric field component. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 2 കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ലൈറ്റ് സോഴ്സ്, അതിൽ നിന്ന് ലൈറ്റ് വേവ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പുറത്തേക്ക് വരുന്നു. അതിൻ്റെ എമിറ്റിംഗ് പവർ എത്രയാണ്? 100 വാട്ടാണ്. 100 വാട്ടാണ്. ഇവിടെ ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ട്, അത് എമിറ്റ് ചെയ്യുന്ന പവർ 100 വാട്ടാണ്. പക്ഷെ 100 വാട്ടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിൻ്റെ എഫിഷ്യൻസി 5% ഉള്ളൂ. അപ്പം 100 വാട്ട് എമിറ്റ് ചെയ്താലും അതിൻ്റെ 5% മാത്രമാണ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ എഫിഷ്യൻസി 5% ഉള്ളൂ. അപ്പോൾ 100 വാട്ട് പവർ പ്രൊഡ്യൂസ് ചെയ്താലും നമുക്ക് യൂസ്ഫുൾ ആയിട്ട് പുറത്തേക്ക് കിട്ടുന്ന അതിൻ്റെ 5% മാത്രമേ ഉള്ളൂ. ക്ലിയർ അല്ലേ? ഓക്കെ. അതുകൊണ്ട് തന്നെ പവർ 100 അല്ല, മറിച്ച് ഇതിൻ്റെ 5% ആയിട്ട് എടുക്കണം. 5/100. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് എത്രയാണ്? 5 വാട്ട് പവറേ പുറത്തേക്ക് വരുന്നുള്ളൂ. 5 വാട്ട് പവറേ പുറത്തേക്ക് വരുന്നുള്ളൂ. അതായത് 100 വാട്ട് സോഴ്സാണ്, അതിന് 100 വാട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട് ഒരു സെക്കൻഡിൽ. പക്ഷേ അതിൻ്റെ 5% എഫിഷ്യൻസിയേ ഉള്ളൂ. അതായത് 100 വാട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ പോലും പുറത്തേക്ക് കിട്ടുന്നത് വെറും 5 വാട്ട് മാത്രമാണ്. 100 വാട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ പുറത്തേക്ക് കിട്ടുന്നത് എത്ര മാത്രമാണ്? 5 വാട്ട് മാത്രമാണ്. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ ചുരുക്കത്തിൽ നമ്മുടെ സോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന 5 വാട്ട് പവറാണ്. ഇനി ഇതങ്ങ് ദൂരേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ലൈറ്റ് സോഴ്സാണ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആയിട്ട്, ലൈറ്റ് വേവ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അത് പ്രൊപ്പഗേറ്റ് ചെയ്ത് ദൂരേക്ക് പോകുന്നു. അങ്ങനെ പോയി 5 മീറ്റർ ഡിസ്റ്റൻസിലെത്തി. ഇത്ര എത്തി? 5 മീറ്റർ ഡിസ്റ്റൻസിൽ. അപ്പം കണ്ടോ, ഇവിടുന്ന് വേവ് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് പോയി 5 മീറ്റർ ഡിസ്റ്റൻസിലെത്തി. ഈ പോയിന്റിലെത്തി. ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 5 മീറ്റർ. ഈ 5 മീറ്റർ എന്ന് പറയുമ്പോൾ ഒരു ഡയറക്ഷനിലേക്ക് മാത്രമല്ല, ഈ സോഴ്സിൽ നിന്ന് എല്ലാ ഡയറക്ഷനിലേക്കും നമുക്ക് 5 മീറ്റർ ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്യാം. എങ്കിൽ ആലോചിച്ച് നോക്ക്, ഒരു സോഴ്സിൽ നിന്ന് എല്ലാ ഡയറക്ഷനിലേക്കും 3 ഡയമെൻഷനിൽ 5 മീറ്റർ കൺസിഡർ ചെയ്താൽ ആ സോഴ്സിൽ നിന്ന് 5 മീറ്റർ ഡിസ്റ്റൻസിൽ വരുന്ന ആ പോയിന്റുകളെല്ലാം കൂടെ ഒരുമിച്ചെടുത്താൽ നമുക്ക് 5 മീറ്റർ റേഡിയസ് ഉള്ളൊരു സ്പിയർ കിട്ടത്തില്ലേ? നിങ്ങൾ ആ സോഴ്സിനെ ഒരു പോയിന്റിൽ അസ്യൂം ചെയ്യാം, എന്നിട്ട് അതിൽ നിന്ന് എല്ലാ ഡയറക്ഷനിലേക്കും 5 മീറ്റർ റേഡിയസ് വരയ്ക്കുക. എന്നിട്ട് ആ റേഡിയസുകളെല്ലാം കൂടെ ജോയിൻ ചെയ്തെടുത്താൽ നിങ്ങൾക്ക് 5 മീറ്റർ റേഡിയസ് ഉള്ളൊരു സ്പിയർ ആയിരിക്കും കിട്ടുക. അതായത് ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ അപ്പിയറൻസ്. കാരണം ഇതേപോലൊരു സ്പിയർ, അതിൻ്റെ കറക്റ്റ് സെൻറ്ററിലാണ് ഈ സോഴ്സ്. ഈ സ്പിയറിൻ്റെ റേഡിയസ് എത്രയാണ്? r = 5 മീറ്റർ അല്ലേ? ഈ സോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എത്രയാണ്? 5 വാട്ട്. സോഴ്സിൻ്റെ പവർ 100 ആണ്, പക്ഷേ അതിൻ്റെ എഫിഷ്യൻസി 5% ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ 5 വാട്ടേ എടുക്കാൻ പറ്റുള്ളൂ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ക്ലിയർ ആണല്ലോ? ഓക്കെ. എങ്കിൽ നോക്കൂ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇവിടുത്തെ ഇൻറ്റൻസിറ്റി എത്രയെന്നാണ്. വാട്ട് ഈസ് ദ ഇൻറ്റൻസിറ്റി ഓവർ ഹിയർ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അവിടുത്തെ ഇൻറ്റൻസിറ്റി എത്രയെന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. മനസ്സിലായല്ലോ? ഓക്കെ. ഇപ്പം എല്ലാവർക്കും അറിയാമല്ലോ, ഇൻറ്റൻസിറ്റി എന്ന് പറയുന്ന പവർ ബൈ ഏരിയ അല്ലേ? പവർ ബൈ ഏരിയ. തീർന്നു. പവർ എത്രയാണ്? 5 വാട്ട്. ഏരിയ എത്രയാണ്? 4πr² അല്ലേ? സ്പെറിക്കൽ സർഫസ് അല്ലേ? അപ്പോൾ ഏരിയ 5πr², 4πr².
5 divided by 4 pi into r square എന്ന് പറയുന്നത് 5 square 25 അല്ലേ? യെസ്, ശരിയല്ല? അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് 1/20 പൈ എന്ന് വരും. ചെയ്യും. പല കുട്ടികളും ഇത് ആൻസറായിട്ട് എഴുതി വെക്കും. കാരണം 1/20 പൈ എന്നൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്, ഫോർത്ത് ഓപ്ഷൻ. പക്ഷെ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ 4 അല്ല. എന്തുകൊണ്ട്? കാരണം ഈ സോഴ്സിൽ നിന്ന് പവർ പുറത്തേക്ക് വരുമ്പോൾ, എനർജി പുറത്തേക്ക് വരുമ്പോൾ ആ എനർജിയെ ക്യാരി ചെയ്യുന്നത് രണ്ടാൾക്കാരാണ്. ഒന്ന്, ആ പുറത്തേക്ക് വരുന്ന ലൈറ്റ് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആ ഇലക്ട്രോമാഗ്നറ്റിക് വേവിനകത്ത് ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. എങ്കിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന എനർജിയുടെ 50% ഇലക്ട്രിക് ഫീൽഡും 50% മാഗ്നറ്റിക് ഫീൽഡുമാണ് ക്യാരി ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. അതായത് ഈക്വൽ ആയിട്ട് ടോട്ടൽ എനർജി ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്താണ് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും കൂടെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ടോട്ടൽ എനർജി ഇവിടെ, അല്ലെങ്കിൽ ടോട്ടൽ ഇൻറ്റൻസിറ്റി 1/20 പൈ എന്ന് കിട്ടി. ഈ 1/20 പൈയുടെ ഹാഫ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ കയ്യിലും ഹാഫ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കയ്യിലുമാണ്. അപ്പോൾ ആ രീതി വെച്ച് നോക്കിയാൽ ഇവിടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് നോക്കുക. ദ ഇൻറ്റൻസിറ്റി പ്രൊഡ്യൂസ്ഡ് ബൈ ദി ഇലക്ട്രിക് ഫീൽഡ് കമ്പോണൻറ്റ് ഓൺലി. അതാണ് അവിടുത്തെ പ്രത്യേകത. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആൻസർ 1/20 പൈ അല്ല, മറിച്ച് എത്രയാണ്? 1/40 പൈ ആണ്. അപ്പോൾ ഈ ഇൻറ്റൻസിറ്റി 1/20 പൈ എന്ന് കിട്ടിയിരിക്കുന്ന ഈ ഇൻറ്റൻസിറ്റി ടോട്ടൽ ഇൻറ്റൻസിറ്റിയാണ്. അതായത് ഇലക്ട്രിക് ഫീൽഡ് കമ്പോണൻറ്റും മാഗ്നറ്റിക് ഫീൽഡ് കമ്പോണൻറ്റും കൂടെ ഒരുമിച്ച് ക്യാരി ചെയ്യുന്ന ടോട്ടലാണിത് 1/20 പൈ. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ് കമ്പോണൻ്റെ കയ്യിലുള്ള ഇൻറ്റൻസിറ്റി എത്രയെന്ന് മാത്രമാണ്. അപ്പോൾ 1/20 പൈയുടെ ഹാഫ് വരും. എത്രയാണ് ആൻസർ? 1/40 പൈ. ഈ ക്വസ്റ്റ്യനൊക്കെ പല കുട്ടികളും തെറ്റിക്കും. കാരണം പെട്ടെന്ന് എല്ലാവരും ഈ ആൻസർ കണ്ടുപോതങ്ങ് എഴുതും. കാരണം ഇതൊക്കെ മെത്തേഡൊക്കെ എല്ലാവർക്കും അറിയാം, പഠിക്കുന്നവർക്ക് അറിയാവുന്ന കാര്യമാണ് ഇതൊക്കെ. പക്ഷെ പ്രശ്നം ഇവിടുത്തെ ഈ ഒരു വേർഡാണ്. അപ്പോൾ അത് വയ്ക്കുമ്പോൾ ഇതിൻ്റെ ഹാഫ് ആയിരിക്കും ആൻസറായിട്ട് വരിക. 1/40 പൈ. മനസ്സിലായല്ലോ? ക്ലിയർ? അപ്പം കണ്ടോ, നമ്മുടെ ഫസ്റ്റ് സെറ്റ് ഓഫ് 20 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ ഒരു ക്വസ്റ്റ്യൻ പോലും ശരിക്കും പറഞ്ഞാൽ വലിയ ചലഞ്ചിങ് ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. എന്നാലും പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആവറേജ് രീതിയിൽ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, മിക്ക ക്വസ്റ്റ്യനും ചെയ്യാൻ നമുക്കൊരു മാക്സിമം ഒരു 30 seconds ടൈമൊക്കെ വേണ്ടിയുള്ളൂ. അങ്ങനെ ഒരുപാട് ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യനകത്ത് കണ്ടില്ല. ഓക്കെ, യെസ്. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം അല്ലേ? അടുത്ത സെക്ഷൻ എല്ലാവർക്കും അറിയാവുന്ന പോലെ എന്താണ്? ഇൻഡിജർ സെക്ഷൻസ് ആണ്. ഇൻഡിജർ വാല്യൂസ് ആൻസർ ആയിട്ട് വരുന്ന സെക്ഷൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 21 വീണ്ടും ഹീറ്റ് ചെയ്യുന്നതാണ്. കണ്ടോ, ഹീറ്റ് ചെയ്യുന്നൊക്കെ എന്തുമാത്രം ക്വസ്റ്റ്യൻ വരുന്നത് കണ്ടത്. തേർഡ് ക്വസ്റ്റ്യൻ ആണ് ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് ചോദിക്കുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ. എ ഫോൾട്ടി തെർമോമീറ്റർ reads 5 degrees Celsius in melting ice and 95 degrees Celsius in steam. The correct temperature on the absolute scale will be dash Kelvin when the faulty thermometer reads 41 degree. തെറ്റായ റീഡിംഗ് തരുന്ന ഒരു തെർമോമീറ്റർ, അതിൻ്റെ ഐസ് പോയിന്റ് 5 ഡിഗ്രിയും സ്റ്റീം പോയിന്റ് 95 ഡിഗ്രിയുമാണ്. എങ്കിൽ ആ തെർമോമീറ്റർ 41 എന്നുള്ള റീഡിംഗ് കാണിക്കുമ്പോൾ കെൽവിൻ സ്കെയിലിലെ കറസ്പോണ്ടിങ് ടെമ്പറേച്ചറാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. എല്ലാ തെർമോമീറ്റേഴ്സും ഫോളോ ചെയ്യുന്ന ഒരു ബേസിക് ഇക്വേഷൻ ഉണ്ട്. എന്താണത്? എക്സ് മൈനസ് ഐസ് പോയിന്റ് ഡിവൈഡഡ് ബൈ സ്റ്റീം പോയിന്റ് മൈനസ് ഐസ് പോയിന്റ് ഈക്വൽ ടു 0. ഇതെല്ലാ തെർമോമീറ്ററും കോൺസ്റ്റന്റ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. എല്ലാ തെർമോമീറ്ററുകളും ഐഡിയലി ഫോളോ ചെയ്യുന്ന ഒരു ഫോർമുലയാണിത്. എക്സ് മൈനസ് ഐസ് പോയിന്റ് ബൈ സ്റ്റീം പോയിന്റ് മൈനസ് ഐസ് പോയിന്റ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. എക്സ് എന്താണ്? ആ തെർമോമീറ്ററിലെ റീഡിംഗ് ആണ്. ഐസ് പോയിന്റ് എന്താണ്? ആ തെർമോമീറ്റർ സ്കെയിലിൽ, ആ ടെമ്പറേച്ചർ സ്കെയിലിൽ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസ് ആണ്. സ്റ്റീം പോയിന്റ് എന്താണ്? ആ തെർമോമീറ്റർ സ്കെയിലിൽ, ടെമ്പറേച്ചർ സ്കെയിലിൽ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ആണ്. ശരിയല്ലേ? ഓക്കെ. അപ്പം അങ്ങനെയാണെങ്കിൽ കെൽവിൻ സ്കെയിലായാലും സെൽഷ്യസ് സ്കെയിലായാലും ഫാരൻഹീറ്റ് സ്കെയിലായാലും ഫോൾട്ടി തെർമോമീറ്റർ ആയാലും എല്ലാം ഈ ഇക്വേഷൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്യും. എങ്കിൽ ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ ഒരു കമ്പാരിസൺ ക്വസ്റ്റ്യൻ ആണ്. ഫോൾട്ടി തെർമോമീറ്ററിലെ റീഡിങ്ങും കെൽവിൻ സ്കെയിലിലെ റീഡിങ്ങുമായിട്ട് നിങ്ങൾ ഈ രണ്ടെണ്ണത്തിനും ആദ്യം ഫോൾട്ടി തെർമോമീറ്ററിന്റെ കേസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ ഇക്വേഷൻ ഉണ്ടാക്കുക. അപ്പോൾ ഫോൾട്ടി തെർമോമീറ്ററിന്റെ കേസിൽ എക്സ് 41 ആണ് റീഡിങ്, ഐസ് പോയിന്റ് 5 ആണ്, സ്റ്റീം പോയിന്റ് 95 ആണ്, ഐസ് പോയിന്റ് 5 ആണ്. ഇതാണ് ഫോൾട്ടി തെർമോമീറ്ററിന്റെ കേസിൽ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇറ്റ്സ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഇനി കെൽവിൻ സ്കെയിലാണെങ്കിലോ കെൽവിനിലെ റീഡിങ് കെ ആണ്. കെൽവിനിൽ ഐസ് പോയിന്റ് 273 കെൽവിൻ, സ്റ്റീം പോയിന്റ് 373 കെൽവിൻ. ഇത് വേറൊരു കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ വേറൊരു ഇക്വേഷൻ ആണിത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കോൺസ്റ്റന്റ് സെയിം ആയതുകൊണ്ട് റൈറ്റ് ഹാൻഡ് സൈഡുകൾ ഈക്വൽ ആണ്. ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇക്വേറ്റ് ചെയ്യാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കുമ്പോൾ
36/90 equal to right hand side എടുക്കുമ്പോൾ k minus 273 divided by 100. അപ്പോൾ 0 0 cancel. 36/9 4. 4 into 10 40 equal to k minus 273. അപ്പോൾ k എത്ര വരും? 313 അല്ലേ? ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ഇൻറ്റിജർ ആൻസർ. എത്രയാണ്? 313 is the answer for this question. 313 is the answer for this question. ഒരു പ്രയാസവും ഇല്ലാത്ത ഒരു സാധാരണ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എല്ലാവർക്കും അറിയാമല്ലോ, എല്ലാവർക്കും അറിയാം, നമ്മൾ അറിയാത്ത ആരും ഉണ്ടാവില്ല. എല്ലാവർക്കും അറിയാവുന്നതാണ്. എല്ലാ തെർമോമീറ്ററുകളും എല്ലാ ടെമ്പറേച്ചർ സ്കെയിലുകളും ഈ ബേസിക് ഫോർമുല ഫോളോ ചെയ്യും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പോവാം. വീണ്ടും കറണ്ട് എലക്ട്രിസിറ്റി എന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ബി ആൻഡ് ഡി ഈസ് 0. ഇത് കണ്ടപ്പോഴേ തന്നെ എല്ലാവർക്കും മനസ്സിലായാലും ഇത് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ആണ്. ഇതൊരു വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ആണ്. വായിച്ചപ്പോൾ അത് ക്ലിയർ ആയി. ബിയിലെയും ഡിയിലെയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആയതുകൊണ്ട് ബിയും ഡി ഒരേ പൊട്ടൻഷ്യൽ ആയിരിക്കും. ഇത് വെറും ഒരു വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് അല്ല, ഇതൊരു ബാലൻസ്ഡ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ആണ്. ദിസ് ഇസ് എ ബാലൻസ്ഡ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ആണ്. കണ്ടോ, ഇത് കാണുമ്പോഴേ അറിയാം. ഇറ്റ്സ് എ 4 ബ്രാഞ്ച് റെസിസ്റ്ററി നെറ്റ്വർക്ക്. ഫസ്റ്റ് ബ്രാഞ്ച്, സെക്കൻഡ് ബ്രാഞ്ച്, തേർഡ് ബ്രാഞ്ച്, ഫോർത്ത് ബ്രാഞ്ച്. മാത്രമല്ല ഈ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൽ ബിയും ഡിയും ഒരേ പൊട്ടൻഷ്യലാണ്. അതുകൊണ്ട് ബിക്കും ഡിക്കും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ബ്രിഡ്ജ് എങ്ങനെയായിരിക്കും? ബാലൻസ്ഡ് ആയിരിക്കും. എങ്കിൽ ഇവിടെ എക്സ് എന്ന് പറയുന്ന ഒരു അൺനോൺ റെസിസ്റ്റൻസ് ഇവിടെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അതിന്റെ വാല്യൂ 1/n ആണെങ്കിൽ ആ എന്നിന്റെ വാല്യൂ എത്ര വരുമെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്താണ് ബാലൻസിങ്. ഇതൊരു ബാലൻസ്ഡ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ആണ്, നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ബിയും ഡിയും ഒരേ പൊട്ടൻഷ്യലാണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 എന്ന് വെച്ചാൽ ഒരു ബാലൻസ്ഡ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ആണ്. എന്താണ് ബാലൻസിങ്ങിന്റെ കണ്ടീഷൻ? നൈബറിംഗ് ബ്രാഞ്ചസിലെ റെസിസ്റ്റൻസ് റേഷ്യോ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും, ഈക്വൽ ആയിരിക്കും. നൈബറിംഗ് ബ്രാഞ്ചസിലെ റെസിസ്റ്റൻസ് റേഷ്യോ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ബ്രാഞ്ച് ഇതാണ്, 6ഉം 3ഉം കൂടെ പാരലൽ, അപ്പോൾ 2 അല്ലേ? യെസ്, ഡിവൈഡഡ് ബൈ ഇവിടെ എക്സ് 1ഉം കൂടെ പാരലൽ, അപ്പോൾ എത്ര വരും? x into 1 divided by 1 plus x ആണോ? യെസ്, ഈക്വൽ ടു ഇവിടെ നോക്കോ 2/m. ഇത് അപ്പം ഈ ബ്രാഞ്ചുമായുള്ള റേഷ്യോ എടുത്തു. അടുത്ത് ഈ ബ്രാഞ്ചുമായുള്ള റേഷ്യോ എടുക്കുമ്പോൾ 1ഉം 2ഉം കൂടെ 3 ആണ് ബൈ എക്സ് ആണ്. സോൾവ് ചെയ്ത് എക്സ് ആണ് വിളിച്ചാൽ പോലെ. യെസ്, അപ്പോൾ 2 into 1 plus x ഈക്വൽ 3 എന്ന് വരും. കാരണം ഈ 1 plus x മുകളിൽ പോവും, ഈ എക്സും കൂടെ ക്യാൻസൽ ആവും. ശരിയല്ലേ? അപ്പോൾ 2 plus 2x ഈക്വൽ 3 വരും. അപ്പോൾ 2x ഈക്വൽ ടു 1, x ഈക്വൽ ടു 1/2 ഓം എന്ന് കിട്ടും. ആൻസർ 1/n ഓം എന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെ n എത്രയാണ്? 2 ആണ്. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ 2 ആണ്. ഇറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഒരു 10 സെക്കൻഡ് സമയം കൊണ്ട് ചെയ്യാവുന്ന ഒരു വെറും സാധാരണ ക്വസ്റ്റ്യൻ. എല്ലാവർക്കും അറിയാവുന്നതാണ് ബാലൻസ്ഡ് വീറ്റ്സ്റ്റോൺ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും. അത് മാത്രമാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ദാറ്റ് ഈസ് n equal to 2. That's question number 22. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യെസ്, question number 23. That's again from oscillations. The velocity of a particle executing SHM varies with the displacement x as 4v square equal 50 minus x square. The time period of oscillation is x/7. What is the value of x? It's a very simple question again. ഒരു ബോഡി SHM-ലാണ്, സിമ്പിൾ ഹാർമോണിക് മോഷനിലാണ്. ഒരു ബോഡി SHM-ലാണ്, സിമ്പിൾ ഹാർമോണിക് മോഷനിലാണ്. അതിന്റെ വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെന്റുമായുള്ള റിലേഷൻ ഇതാണ്. 4v square equal 50 minus x square. ഫോർ വി സ്ക്വയർ ഈക്വൽ എന്താണ്? 50 മൈനസ് എക്സ് സ്ക്വയർ. 4v square equal 50 മൈനസ് എക്സ് സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ നോക്കൂ, വി സ്ക്വയർ ഈക്വൽ ടു 1/4 ഇൻറ്റു 50 മൈനസ് എക്സ് സ്ക്വയർ എന്ന് എഴുതാം. തെറ്റൊന്നുമില്ലല്ലോ? ഇല്ല. അപ്പോൾ ഒരു ബോഡി SHM-ലാണ്. ആ SHM എക്സിക്യൂട്ട് ചെയ്യുന്ന ബോഡിയുടെ വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെന്റുമായിട്ട് റിലേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ 4v square equal 50 മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ v square equal 1/4 ഇൻറ്റു 50 മൈനസ് എക്സ് സ്ക്വയർ. 1/4 ഇൻറ്റു 50 മൈനസ് എക്സ് സ്ക്വയർ. ശരിയാണോ? യെസ്. എങ്കിലേ ഒരു SHM-ന്റെ കേസിൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് a സ്ക്വയർ മൈനസ് y സ്ക്വയർ ആണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? എങ്കിൽ അതിനൊന്ന് സ്ക്വയർ ചെയ്തേ. വി സ്ക്വയർ ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ഇൻറ്റു a സ്ക്വയർ മൈനസ് y അല്ല, ഇവിടെ x ആണ്, x ഓർ y. യെസ്, y എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ്, അല്ലെങ്കിൽ x എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ്, x സ്ക്വയർ. ഓക്കെ. അപ്പോൾ ഒരു ബോഡി SHM-ലാണ്. അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് a ആണ്, ആംഗുലർ വെലോസിറ്റി ആംഗുലർ ഫ്രീക്വൻസി ഒമേഗയാണ്. അതിൻ്റെ ബീൻ പൊസിഷനിൽ നിന്നുള്ള ഡിസ്പ്ലേസ്മെന്റ് x ആകുന്ന സമയത്ത് അതിൻ്റെ വെലോസിറ്റിയുടെ ഇക്വേഷൻ ഇങ്ങനെയാണ്. അതിനെ സ്ക്വയർ ചെയ്താൽ ഇങ്ങനെയാണ്. ഇതേപോലെ ഇക്വേഷനല്ലേ ഈ കിട്ടിയിരിക്കുന്ന. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ഇക്വേഷൻ ആ ഇക്വേഷനോടൊന്ന് കമ്പയർ ചെയ്തൂടെ? ഇത് ക്വസ്റ്റിന് തന്നിരിക്കുന്ന ഇക്വേഷൻ, ഇത് ജനറൽ തിയറട്ടിക്കൽ ഇക്വേഷൻ. അപ്പോൾ രണ്ടും കൂടെ എന്ത് ചെയ്യാം? കമ്പയർ ചെയ്യാം. രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടോ,
ആംപ്ലിറ്റ്യൂഡ് സ്ക്വയറിന് പകരം 50 ആണ് ഉള്ളത്. ആംപ്ലിറ്റ്യൂഡ് റൂട്ട് ഓഫ് 50 ആണ്. ഒമേഗ സ്ക്വയറിന് പകരം 1/4 ആണ് ഉള്ളത്. അപ്പോൾ ഒമേഗ എത്രയാണ്? 1/2 ആണ്. അപ്പോൾ on comparing these two equations, omega square equal to 1/4 or omega equal to 1/2 അല്ലേ? Yes. അപ്പോൾ ടൈം പീരീഡ് എത്ര വരും? 2π/omega. 2π/omega. അപ്പോൾ 2π/1/2 4π അല്ലേ? Yes. 4π. അപ്പം അങ്ങനെയാണെങ്കിൽ 4 × 22/7 88/7 അല്ലേ? 88/7. അപ്പോൾ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന x/7 എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള എക്സിന്റെ വാല്യൂ എത്ര വരും? 88 എന്ന് വരും. മനസ്സിലായല്ലോ? ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ എളുപ്പ പരീക്ഷ ആൾ പെട്ടെന്ന് എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷൻ വരാം. പക്ഷെ ഒന്നുമില്ല. തന്നിരിക്കുന്ന ഇക്വേഷനിൽ നിന്ന് വെലോസിറ്റി സ്ക്വയർ കണ്ടുപിടിക്കുക. അതിന് SHMന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഫോർ വെലോസിറ്റി സ്ക്വയറുമായിട്ട് കമ്പയർ ചെയ്യും. അങ്ങനെ ഒമേഗ സ്ക്വയറും ഒമേഗയും കിട്ടി. ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? യെസ്. Next question, 24. That is from wave optics. Wave optics എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. 24 എല്ലാവരും നോക്ക്. In Young's double slit experiment, the intensity is at 2 points for the path difference λ/4 and λ/3, λ being the wavelength of light used, are I1 and I2 respectively. If I0 denotes the intensity produced by each individual slit, then I1 plus I2/I0. എല്ലാവർക്കും അറിയാമല്ലോ. YDSC ആണ്, Young's double slit experiment. അപ്പോൾ നമ്മൾ Young's double slit experiment ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് രണ്ട് സ്ലിറ്റുകൾ നമ്മൾ എടുക്കുന്നത്. ഇതാണ് സ്ക്രീൻ, ഇതാണ് പാരന്റ് സോഴ്സസ്, ഇതാണ് ലാംഡ വേവിലെന്നുള്ള ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് S1, ഇത് S2. സാധാരണ ഒരു ഐഡിയൽ YDSC എക്സ്പെരിമെന്റിൽ രണ്ട് സ്ലിറ്റിന് ഈക്വൽ വിഡ്ത്താണ്. ഇവിടുന്ന് പുറത്തേക്ക് വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി I0 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഈ രണ്ട് സ്ലിറ്റിൽ നിന്നും പുറത്തേക്ക് വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി I0 ആണ്. എങ്കിൽ ഇത് നേരെ സ്ക്രീനിൽ ഒരു പോയിന്റിൽ എത്തിയിട്ട് ഈ ഒരു പോയിന്റിലെത്തുമ്പോൾ അവരുണ്ടാകുന്ന റിസൾട്ടന്റ് ഇന്റൻസിറ്റി IR എന്ന് പറയുന്നത് 4I0 × cos square 5/2 ആണ്. 4I0 × cos square 5/2 ആണ്. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് സ്ലിറ്റിൽ നിന്നും പുറത്തേക്ക് വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി I0 ആണെങ്കിൽ സ്ക്രീനിൽ ഒരു പോയിന്റ് ഉണ്ടാകുന്ന റിസൾട്ടന്റ് ഇന്റൻസിറ്റി 4I0 × cos square 5/2 ആണ്. എന്താണ് ഈ ഫൈ? ഈ പോയിന്റിലെ ഫേസ് ഡിഫറൻസ് ആണ് ഫൈ. അതായത് S1-ൽ നിന്നും S2-ൽ നിന്നും ഈ പോയിന്റിലേക്ക് എത്തുന്ന ലൈറ്റ് ബീമുകൾ ഉണ്ടാക്കുന്ന ഫേസ് ഡിഫറൻസ് ആണ് ഫൈ. S1-ൽ നിന്നും S2-ൽ നിന്നും ഈ പോയിന്റിലേക്ക് എത്തിച്ചേരുന്ന ലൈറ്റ് ബീമുകൾ ഉണ്ടാക്കുന്ന ഫേസ് ഡിഫറൻസ് ആണ് ഫൈ. അപ്പോൾ അതാണ് 4I0 cos square 5/2 എന്നുള്ള ഇക്വേഷനിലേക്ക് നമ്മൾ എത്തിച്ചേരാനുള്ള കാരണം. അപ്പോൾ ഈ സോഴ്സിൽ നിന്നും ഈ സോഴ്സിൽ നിന്നും വരുന്ന ലൈറ്റ് ബീമുകൾ ഇവിടെ ഉണ്ടാക്കുന്ന ഫേസ് ഡിഫറൻസ് ആണ് ഫൈ. അങ്ങനെ IR = 4I0 cos square 5/2 നമുക്ക് കിട്ടുന്നത്. ക്ലിയർ അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഫൈ എന്ന് പറയുന്ന ഫേസ് ഡിഫറൻസ് അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഫൈ എന്ന് പറയുന്ന ഫേസ് ഡിഫറൻസ് എന്താണ്? 2π/λ × പാത്ത് ഡിഫറൻസ് ആണ്. നമുക്ക് പാത്ത് ഡിഫറൻസ് പോലെ Δy വല്ലതും എടുത്താൽ കണ്ടോ, ഈ പോയിന്റിൽ S1-ൽ നിന്ന് S2-ൽ നിന്ന് എത്തിച്ചേരുന്ന ലൈറ്റ് ബീം ഉണ്ടാക്കുന്ന പാത്ത് ഡിഫറൻസ് Δy ആണെങ്കിൽ അതിന് 2π/λ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ പോയിന്റിൽ ഫേസ് ഡിഫറൻസ് കിട്ടും. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഐഡിയ വെച്ച് നമുക്ക് എടുക്കാം. അപ്പോൾ രണ്ട് കേസുകൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കും. ഫസ്റ്റ് കേസിൽ ഒരു പോയിന്റ് എടുക്കുമ്പോൾ സ്ക്രീനിൽ രണ്ട് പോയിന്റ് എടുക്കുന്നു. ഫസ്റ്റ് പോയിന്റ് എടുക്കുമ്പം സ്ക്രീനിലെ ഫസ്റ്റ് പോയിന്റ് എടുക്കുമ്പോൾ അവിടെ വരുന്ന പാത്ത് ഡിഫറൻസ് എത്രയാണ്? λ/4 ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ അവിടെ വരുന്ന ഫേസ് ഡിഫറൻസ് എത്രയാണ്? 2π/λ × λ/4. ദാറ്റ്സ് ഈക്വൽ π/2 അല്ലേ? എങ്കിൽ അവരുണ്ടാകുന്ന ഇന്റൻസിറ്റി I1 എടുക്കുമ്പോൾ 4I0 cos square π/4 എന്ന് വരും. എന്തുകൊണ്ട്? കാരണം cos square 5/2 ആണ്. അപ്പോൾ 5π/2 ആവുമ്പോൾ π/4 വരും 5/2. അപ്പോൾ cos square π/4, cos π/4 cos 45 ആണ്, 1/√2. അതിനെ സ്ക്വയർ ചെയ്യുമ്പം 1/2 വരും. 4I0 × 1/2 വരുമ്പോൾ അത് എത്ര വരും? 2I0 എന്ന് വരും. ഇതാണ് ഫസ്റ്റ് കേസിലുണ്ടാകുന്ന ഇന്റൻസിറ്റി. I1 = എത്രയാണ്? 2I0. I1 = എത്രയാണ്? 2I0. അടുത്ത കേസ് 2 എടുക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഫേസ് ഡിഫറൻസ് എത്രയാണെന്ന് ചോദിച്ചാൽ കണ്ടോ, ആ പോയിന്റ് ഉണ്ടാകുന്ന പാത്ത് ഡിഫറൻസ് λ/3 ആണ്. അപ്പോൾ 2π/λ × λ/3 വരും. അപ്പോൾ 2π/3 അല്ലേ? 120 ഡിഗ്രി. എങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഇന്റൻസിറ്റി I2 എന്ന് പറയുമ്പോൾ 4I0 × cos square π/3. cos π/3 cos 60 ഹാഫ് ആണ്. അപ്പം അതും
അതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ ഹാഫിൻ്റെ സ്ക്വയർ വരും, അതായത് 1/4 വരും. /2 എത്രയാണ്? I0. അപ്പോൾ സ്ക്രീനിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന പോയിന്റിലെ പാത്ത് ഡിഫറൻസ് λ/4 ആണ്. അവിടുത്തെ ഇൻറ്റൻസിറ്റി 2I0 ആണ്. സ്ക്രീനിൽ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന പോയിന്റിലെ പാത്ത് ഡിഫറൻസ് എത്രയാണ്? λ/3 ആണ്. അവിടുത്തെ ഇൻറ്റൻസിറ്റി എത്രയാണ്? I0 ആണ്. എങ്കിൽ ക്വസ്റ്റ്യനിൽ പറയുന്ന പോലെ I1 + I2 + I0 എത്ര വരും? I1 is 2I0, I2 is I0 by I0. The final answer is 3. ഈ ക്വസ്റ്റ്യൻ ഇൻഡിജർ 3 ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഇതും വളരെ ബേസിക് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. എന്ന് വെച്ചാൽ ഇന്റൻസിറ്റി കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഡയറക്റ്റ് ഫോമിൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു കുട്ടിക്ക് ഈസി ആയിട്ട് ഇതിന് ആൻസർ ലഭിക്കും. അപ്പം സ്ക്രീനിൽ രണ്ട് സ്ലിറ്റിൽ നിന്നും പുറത്തേക്ക് വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി I0 ആണെങ്കിൽ സ്ക്രീനിൽ ഏതെങ്കിലും പോയിന്റ് എടുത്താൽ അവിടുത്തെ റിസൾട്ടന്റ് ഇന്റൻസിറ്റി 4I0 cos square 5/2 ആയിരിക്കും. അപ്പം അത് വെച്ചാണ് ഈ സൊല്യൂഷനിലേക്ക് പോയിരിക്കുന്നത്. 4I0 cos square 5/2 ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ രീതിയിൽ ഇവിടെ സൊല്യൂഷൻ കൊണ്ടുവരാൻ പറ്റും. മനസ്സിലായല്ലോ? നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഷാൽ വി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. നോക്കാം. Question number 25. എല്ലാവരും നോക്കുക. 25ാമത്തെ ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് ഫ്രം മോഡേൺ ഫിസിക്സ്. റേഡിയോആക്ടിവിറ്റി ആണ്. എ റേഡിയോആക്റ്റീവ് ന്യൂക്ലിയസ് ഡീക്കേസ് ബൈ 2 ഡിഫറെന്റ് പ്രോസസ്. ഒരു റേഡിയോആക്റ്റീവ് ഡീക്കേ നടക്കുകയാണ്. 2 ഡിഫറെന്റ് പ്രോസസ്സിലൂടെയാണ് നടക്കുന്നത്. മേ ബി ആൽഫ ഡീക്കേ ആൻഡ് ബീറ്റ ഡീക്കേ, അല്ലെ? 2 പ്രോസസ് എന്ന് പറയുമ്പോൾ ആൽഫ ഡീക്കേ ബീറ്റ ഡീക്കേ ആയിരിക്കാം, അറിയില്ല. ദ ഹാഫ് ലൈഫ് ഓഫ് ദ ഫസ്റ്റ് പ്രോസസ് ഈസ് 5 minutes ആൻഡ് ദ ഹാഫ് ലൈഫ് ഓഫ് ദ സെക്കൻഡ് പ്രോസസ് ഈസ് 30 seconds. ദ effective half life is alpha by 11. Then what is the value of this alpha is the question. ഇത് വളരെ എളുപ്പമാണ്. അറിയാവുന്ന കുട്ടികൾ ഒറ്റ സ്റ്റെപ്പിന് ഇക്വേഷൻ എടുക്കും. എന്താണ്? എഫക്റ്റീവ് ഹാഫ് ലൈഫിനൊരു ഫോർമുലയുണ്ട്, T1 T2 by T1 + T2. അങ്ങനെ എടുക്കാം. ഇതൊക്കെ അറിയാവുന്നവർക്ക് ഭയങ്കര എളുപ്പമാണ്. ഈ ക്വസ്റ്റ്യനൊക്കെ അറിയാവുന്നവർ കൃത്യമായിട്ട് ഒറ്റ സ്റ്റെപ്പിൽ T1 T2 by T1 by T2 എന്ന് എടുക്കും. T1 5 minutes ആണ്, T2 30 seconds ആണ്. അങ്ങനെ ചെയ്യും. അല്ലെങ്കിൽ തിയറി വെച്ച് പറയുകയാണെങ്കിൽ ഒന്നുമില്ല. ഇവിടെ ഇപ്പോൾ 2 പ്രോസസ്സുകളിലൂടെയാണ് റേഡിയോആക്ടിവിറ്റി നടക്കുന്നത്. 2 ഡീകേ പ്രോസസ് ഉണ്ട് എങ്കിൽ ഫസ്റ്റ് ഡീകേ പ്രോസസ്സിന്റെ ഡിസിൻറ്റിഗ്രേഷൻ കോൺസ്റ്റന്റ് λ1 സെക്കൻഡ് പ്രോസസ്സിന്റെ ഡിസിൻറ്റിഗ്രേഷൻ കോൺസ്റ്റന്റ് λ2 ആണെങ്കിൽ ടോട്ടൽ ലാംഡയാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇഫ് λ1 and λ2 ആർ ദ ഡീകേ കോൺസ്റ്റന്റ്സ് ഫോർ ഫസ്റ്റ് പ്രോസസ് ആൻഡ് സെക്കൻഡ് പ്രോസസ് ഇൻ ദിസ് റേഡിയോആക്ടിവിറ്റി ഡീകേ, the disintegration constant for the effective process, the total process will be λ equal λ1 plus λ2 ആണ്. എങ്കിൽ λ എത്രയാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം 0.6931/T ആണ്. λ1 എത്രയാണ്? 0.6931/T1 ആണ്. λ2 എത്രയാണ്? 0.6931/T2 ആണ്. അപ്പോൾ ഒരു റേഡിയോആക്ടിവിറ്റി നടക്കുമ്പോൾ പല പ്രോസസ്സുകളിലൂടെയാണ് നടക്കുന്നതെങ്കിൽ ഓരോ പ്രോസസ്സിലെയും ഡീകേ കോൺസ്റ്റന്റ് ആഡ് ചെയ്ത് കിട്ടുന്നതാണ് എഫക്റ്റീവ് ഡീകേ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ 2 പ്രോസസ് ഉള്ളത് കൊണ്ട് ഫസ്റ്റ് പ്രോസസ്സിന്റെ ഡീകേ കോൺസ്റ്റന്റ് λ1ഉം സെക്കൻഡ് λ2ഉം ആയതുകൊണ്ട് λ1 plus λ2 ഈക്വൽ എത്രയാണ്? λ. ഇനി ലാംഡയും ഹാഫ് ലൈഫുമായിട്ടുള്ള റിലേഷൻ നിങ്ങൾക്കറിയാം. ഇങ്ങനെയാണ്. ഹാഫ് ലൈഫ് T ആണെങ്കിൽ λ ഈക്വൽ 0.6931/T ആണ്. അപ്പം അങ്ങനെയാണ് ഈക്വേഷൻ. അപ്പോൾ 0.6931 log to the base E2 ആണ്. അതെല്ലാം ക്യാൻസൽ ചെയ്യുമ്പോൾ 1/T ഈക്വൽ ടു 1/T1 plus 1/T2 എന്ന് വരും. അപ്പം അങ്ങനെയാണെങ്കിൽ T1 T2. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ T എത്ര വരും? T1 T2 ഡിവൈഡഡ് ബൈ T1 plus T2 എന്ന് വരും. അപ്പോൾ T1 5 minutes ആണ്. അപ്പോൾ 300 seconds. T2 എത്രയാണ്? 30 seconds. ഇത് എത്ര വരും? 330 seconds അല്ലേ? ഓക്കെ. അപ്പോൾ 300/11 എന്ന് വരും. ഇതാണ് ഇവിടുത്തെ എഫക്റ്റീവ് ടൈം പീരീഡ് അല്ല, ഹാഫ് ലൈഫ്. എഫക്റ്റീവ് ഹാഫ് ലൈഫ് 300/11 എന്ന് വരും. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന α/11 എന്നാണ്. അപ്പോൾ ആൽഫയുടെ വാല്യൂ ഇവിടെ എത്രയാണ്? ഈ 300 ആണ് ഇവിടുത്തെ ആൽഫയുടെ ആൻസർ. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞ മിക്ക കുട്ടികൾക്ക് അറിയാവുന്നേ, ഒന്നിലധികം സ്റ്റെപ്പുകളിലൂടെ നടക്കുന്ന ഡീകേ ആണെങ്കിൽ അവിടുത്തെ എഫക്റ്റീവ് ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് T1 T2 by T1 plus T2 വെച്ച് കണ്ടുപിടിക്കാം. ഈ ഇക്വേഷൻ അറിയാവുന്ന കുട്ടിക്ക് വിത്തിൻ നോ ടൈം യു കൺ ഡു ദിസ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആണല്ലോ? 25. ശരിക്കും പറഞ്ഞാൽ 25 ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനുള്ളൂ. ആ ഇൻഡിവിജ്വൽ ക്വസ്റ്റ്യൻസിന്റെ ഫസ്റ്റ് 5 ക്വസ്റ്റ്യൻസ് വളരെ ഈസി തന്നെയാണ്. അപ്പം മിക്ക കുട്ടികളും ഈ ആദ്യത്തെ 5 ക്വസ്റ്റ്യൻ ചെയ്ത് തന്നെ കംപ്ലീഷനിലേക്ക് പോകും. ഓക്കെ. എനിവേ നമുക്ക് റിസർവ് പോലെ 5 ക്വസ്റ്റ്യൻസ് കൂടി തന്നിട്ടുണ്ട്. നമുക്കൊരു ചോയ്സ് തരുന്നതാണ്. ഇനി അതിലുള്ള ആ ലാസ്റ്റ് 5 ക്വസ്റ്റ്യൻസിലേക്ക് പോകും. Question number 26. A body of mass 2 kg is initially at rest. It starts moving unidirectionally under the influence of a source of constant power P. Its displacement in 4 seconds is 1/3 alpha square into √Pm. The √P meter. The value of alpha will be. It's a very easy question.
ഒരു ബോഡി റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്, അതിനെ മൂവ് ചെയ്യിക്കുന്ന പവർ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ പവർ കോൺസ്റ്റന്റ് ആണ്, ആ കോൺസ്റ്റന്റ് വാല്യൂ പി ആണ്. അപ്പോൾ ഒരു ബോഡി റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ഇറ്റ് മൂവ്സ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് എ കോൺസ്റ്റന്റ് പവർ പി ആണ്. എങ്കിൽ അതിന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ വാല്യൂ ആഫ്റ്റർ 4 seconds എത്ര വരുമെന്നാണ് ക്വസ്റ്റ്യൻ. വളരെ എളുപ്പമല്ലേ? പവർ കിട്ടിയല്ലോ. പവർ എന്ന് പറയുന്ന ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റിയാണ്, ഈക്വൽ എത്രയാണ്? പി ആണ്. ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ്, വി. അറിയാമല്ലോ? യെസ്. അപ്പം മാസ് എം. അപ്പം ഫോഴ്സിന്റെ വെലോസിറ്റി നിരക്കാളാണ് യൂണി ഡയറക്ഷണൽ. ഫോഴ്സും വെലോസിറ്റി ഒരേ ശരിക്കും പവർ എഫ് ഡോട്ട് വി ആണ്, പക്ഷേ ഇത് രണ്ടും കണ്ട് യൂണി ഡയറക്ഷനിൽ എന്ന് പറയുമ്പോൾ എഫും വി ഒരേ ഡയറക്ഷനിൽ എടുക്കാം. അങ്ങനെ എഫിനും വിക്ക് ഇടയ്ക്കുള്ള ആംഗിൾ 0 ആണ്, അതുകൊണ്ടാണ് എഫ് ഡോട്ട് വി എഫ് എന്ന് എഴുതി. അപ്പോൾ എം ഇൻറ്റു എ എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറയുന്നത് ഡി വി ബൈ ഡി ടി ആണ്, ആക്സലറേഷൻ ഇൻറ്റു വി ഈക്വൽ ടു പി ആണ്. അപ്പോൾ വി ഡി വി ഈസ് ഈക്വൽ ടു പി ബൈ എം ഡി ടി ആണ്. ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇൻ്റഗ്രൽ വി ഡി വി ഫ്രം 0 to v ഈക്വൽ ടു ഇൻ്റഗ്രൽ പി ബൈ എം ഡി ടി ഫ്രം 0 to t. ഇൻ്റഗ്രൽ വി ഡി വി എത്ര വരും? വി സ്ക്വയർ ബൈ 2. ഇതെത്ര വരും? പി ബൈ എം ഇൻറ്റു ടി അല്ലേ? യെസ്. അങ്ങനെ നോക്കൂ, വി സ്ക്വയർ ഈക്വൽ ടു 2 ഇൻറ്റു പി ടി ബൈ എം ആണ്. ഇനി വി കണ്ടുപിടിക്കൂ. വി എന്ന് പറയുന്നത് 2 പി ടി ബൈ എമ്മിൻ്റെ റൂട്ടാണ് അല്ലേ? യെസ്. ഇനി നമുക്കൊരു ഡിസ്പ്ലേസ്മെന്റ്, അപ്പോൾ വിയെ നമ്മൾ ഡി എക്സ് ബൈ ഡി ടി എന്ന് കൊടുക്കുക, റൂട്ട് ഓഫ് 2 പി ടി ബൈ എം. അപ്പോൾ ഡി എക്സ് എത്ര വരും? റൂട്ട് ഓഫ് 2 പി ടി ബൈ എം ഡി ടി. ഇന്റഗ്രൽ ഡി എക്സ് ഈക്വൽ 0 to x എടുക്കാം, ഇന്റഗ്രൽ 2 പി ടി ബൈ എം ഡി ടി ഫ്രം 0 to t. കണ്ടോ? അപ്പോൾ ഡി എക്സിന് ഇന്റഗ്രൽ എക്സ് ഇടും. അപ്പോൾ എത്ര വരും? ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് വരും. അവിടെ എത്ര വരും? 2 പി ബൈ എം റൂട്ട് കോൺസ്റ്റന്റ് ടി ഡി ടി റൂട്ട് ടി ഡി ടി ആണ്. അപ്പോൾ എത്ര വരും? റൂട്ട് ടി ഡി ടി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2/3 ഇൻറ്റു ടി റൈസ് ടു 3/2 അല്ലേ? അല്ലേ? ടി റൂട്ട് ടി ഡി ടി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടി റൈസ് ടു 3/2 ഡിവൈഡ് ബൈ 3/2 വരും. 3/2 ഡിനോമിനേറ്റർ വരുന്നത് റൂട്ട് 2/3 ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. റൂട്ട് ഓഫ് 2 ഇൻറ്റു പി ഇൻറ്റു മാസ് 2 കിലോഗ്രാം ആണ്, ഇൻറ്റു 2/3 ഇൻറ്റു ടി എത്രയാണ്? 4 seconds. അപ്പോൾ 4 റൈസ് ടു 3/2 ടൈം 4 seconds കഴിഞ്ഞു. 4 റൈസ് ടു 3/2 ആകുമ്പം 8 അല്ലേ? യെസ്. 2 ക്യാൻസൽ. അപ്പോൾ റൂട്ട് ഓഫ് പി വരും, പിന്നെ 2/3 വരും, പിന്നെ 4 റൈസ് ടു 3/2 8 വരും അല്ലേ? യെസ്. അപ്പോൾ എത്ര വരും? ഇറ്റ് ഈസ് 16/3 റൂട്ട് പി എന്ന് വരും. ഇതാണ് അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ്, 16/3 റൂട്ട് പി. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 1/3 ആൽഫ സ്ക്വയർ റൂട്ട് പി മീറ്റർ എന്നാണ്. അപ്പോൾ റൂട്ട് പി അതേപടിയുണ്ട്, ഡിനോമിനേറ്റർ 3 അതേപടിയുണ്ട്. അപ്പോൾ ആൽഫ സ്ക്വയറിന് പകരം വരുന്നത് 16 ആണ്. ആൽഫ സ്ക്വയർ 16 ആണെങ്കിൽ ആൽഫ എത്രയാണ് വരുന്നത്? 4 ആണ് വരുന്നത്. ആൽഫ സ്ക്വയർ 16 ആണെങ്കിൽ ആൽഫ വരുന്നത് എത്രയാണ്? 4 ആണ്. കണ്ടോ? യെസ്. ഇവിടുത്തെ ആൽഫയുടെ വാല്യൂ 4 ആണ്. ഈ ക്വസ്റ്റിനകത്ത് ആൽഫയുടെ വാല്യൂ 4 ആണ്. അതാണ് ഇവിടുത്തെ ആൻസർ. ഇതൊരു സാധാരണ ക്വസ്റ്റ്യൻ തന്നെയാണ്. തീർച്ചയായിട്ടും പവർ വെച്ചിട്ട് അല്പം മാത്തമാറ്റിക്കൽ സ്റ്റെപ്പുകളൊക്കെ കൊണ്ടുവന്നേ ഉള്ളൂ. ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്തിച്ചേരുന്നു. ക്ലിയർ ആണല്ലോ? കണ്ടോ? 25th ക്വസ്റ്റ്യൻ കഴിഞ്ഞപ്പോൾ ക്വസ്റ്റ്യൻ നേച്ചർ മാറുന്നു. കണ്ടോ? അടുത്ത ലെവൽ ക്വസ്റ്റ്യൻ വന്നപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ചോയ്സ് ആണെങ്കിൽ അത് കുറച്ചുകൂടെ കൂടുതൽ ചെയ്തെടുക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 27. അതിന് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിന്നാണ്. അത്യാവശ്യം ഈ പേപ്പറിൽ കണ്ട ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്. As shown in the figure, a cuboid lies in a region with electric field equal to x square I cap minus 4y j cap plus 6k cap Newton per coulomb. The magnitude of charge within the cuboid is n epsilon 0 coulomb. What is the value of n? Dimension of the cuboid 1 into 2 into 3 meter cube ആണ്. And x length 1, y length 2, z length 3. ഇപ്പോൾ റീജിയനിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷനാണ് ഈ തന്നിരിക്കുന്നത്. 2x square I cap അത് എക്സ് കമ്പോണന്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡാണ്. മൈനസ് 4y j cap അത് y കമ്പോണന്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡാണ്. 6k cap അത് z കമ്പോണന്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡാണ്.
ഇവിടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാം എക്സ് കമ്പോണന്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എക്സ് എന്ന് പറയുന്നത് എത്രയാണ് 2x² ആണ്. വൈ കമ്പോണന്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വൈ എത്രയാണ് -4y ആണ്. ഇസഡ് കമ്പോണന്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അത് എത്രയാണ് 6 ആണ്. അപ്പം കണ്ടോ, ഇത് വേരിയിങ് ആണ്, ഇതും വേരിയിങ് ആണ്, പക്ഷേ ഇസഡ് കമ്പോണന്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആണ്. അപ്പം എക്സ് കമ്പോണന്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് വൈ കമ്പോണന്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആർ കോൺസ്റ്റൻസ്, ആർ വേരിയിങ്. X component of electric field and Y component of electric field are varying, but the Z component of electric field is എന്താണ് യൂണിഫോം ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പം അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എടുക്കുമ്പോൾ അവിടെ നമ്മൾ എടുത്തു വരുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് നമുക്കിവിടെ റിയലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നോക്കൂ, സിമ്പിൾ ഐഡിയ ആണ് ഇവിടെ. ഇവിടെ ഒരു ക്യൂബോയിഡാണ്. ഈ ക്യൂബോയിഡിൻ്റെ സൈഡൊക്കെ എടുക്കുമ്പോൾ കണ്ട് ഇങ്ങോട്ട് എക്സ് ഡയറക്ഷനാണ്, ഈ ഡിസ്റ്റൻസ് 1 മീറ്റർ ആണ്. അങ്ങോട്ട് വൈ ഡയറക്ഷനാണ്, ഈ ഡിസ്റ്റൻസ് 2 മീറ്റർ ആണ്. ഇങ്ങോട്ട് ഇസഡ് ഡയറക്ഷനാണ്, ഈ ഡിസ്റ്റൻസ് 3 മീറ്റർ ആണ്. ഈ ക്യൂബോയിഡിനകത്തുള്ള നെറ്റ് ചാർജ് ആണ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ ക്യൂബോയിഡ് എന്നാണ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ ക്യൂബോയിഡ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പം അങ്ങനെ വാട്ട് ഈസ് ദ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ ക്യൂബോയിഡ് എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ക്ലോസ്ഡ് സർഫസിനകത്ത് എൻക്ലോസ് ചെയ്തിരിക്കുന്ന ചാർജ് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഗോസസ് ലോ ആണ്. ഒരു ക്ലോസ്ഡ് സർഫസിനകത്ത് എൻക്ലോസ് ചെയ്തിരിക്കുന്ന ചാർജ് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ഗോസസ് ലോ ആണ്. അപ്പോൾ എങ്ങനെയാണ് ഗോസസ് ലോ ഉപയോഗിക്കുന്നത്? ഏതൊരു ക്ലോസ് സർഫസ് എടുത്താലും അതിൽ നിന്നുള്ള ടോട്ടൽ ഔട്ട്വാർഡ് ഫ്ലക്സ് 1/ε0 ടൈംസ് ദ നെറ്റ് ചാർജ് എൻക്ലോസ് ആണ്, നമുക്കറിയാം അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ ഈ ക്യൂബോയിഡിൽ നിന്ന് പുറത്തേക്ക് വരുന്ന നെറ്റ് ഔട്ട്വാർഡ് ഫ്ലക്സ് എന്ന് പറയുന്നത് 1/ε0 Q ആണ്. Q എന്താണ്? ഇതിനകത്ത് എൻക്ലോസ് ചെയ്തിരിക്കുന്ന നെറ്റ് ചാർജാണ്. എൻക്ലോസ്ഡ് ചാർജ് Q എന്ന് പറയുന്നത് ε0 നെറ്റ് ഫ്ലക്സ് ആണ്. കണ്ടോ, ഇതാണ് ഗോസസ് ലോയുടെ റിസൾട്ട്. നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ ക്യൂബോയിഡ് എടുക്കുമ്പോൾ ε0 എന്ത് വരുന്നു? നെറ്റ് ഫ്ലക്സ് എന്ന് വരുന്നു. Q = ε0 നെറ്റ് ഫ്ലക്സ് എന്ന് വരുന്നു. ശരിയാണല്ലോ? യെസ്. ഇവിടെ കണ്ടോ, ε0 n എന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ n എന്ന് പറയുന്നത് ഇവിടുത്തെ ആക്ച്വലി നെറ്റ് ഫ്ലക്സ് ആണ്. ഇനി എന്താ നെറ്റ് ഫ്ലക്സിന്റെ ഇക്വേഷൻ? നമുക്കറിയാം, നെറ്റ് ഫ്ലക്സ് എന്ന് പറയുന്നത് ഫ്ലക്സ് ലീവിങ് മൈനസ് ഫ്ലക്സ് എൻ്ററിങ് ആണ്. ക്യൂബിലേക്ക് വന്നു കയറുന്ന ഫ്ലക്സും ആണ് എൻ്ററിങ് ഫ്ലക്സ്. ക്യൂബിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഫ്ലക്സ് ആണ് ലീവിങ് ഫ്ലക്സ്. അപ്പോൾ ലീവിങ് ഫ്ലക്സ് മൈനസ് എൻ്ററിങ് ഫ്ലക്സ് ആണ് നെറ്റ് ഫ്ലക്സ് എന്ന് പറയും. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങളിത് മൂന്നായിട്ട് എടുത്ത് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നു. ഇപ്പം എക്സ് ഡയറക്ഷൻ നിങ്ങൾ ആലോചിച്ച് നോക്ക്. എക്സ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ബോർഡിന് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഡയറക്ഷനാണ്. അങ്ങനെ എക്സ് ഡയറക്ഷൻ ഇങ്ങനെയാണ്. ഇപ്പം എക്സ് ഡയറക്ഷൻ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ എക്സ് ഡയറക്ഷനിലേക്കുള്ള ഇലക്ട്രിക് ഫീൽഡ് 2x² i cap ആണ്. എക്സ് ഡയറക്ഷനിലേക്കുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? 2x² i cap. അതായത് എക്സ് ഡയറക്ഷനിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് പ്ലസ് എക്സ് ഡയറക്ഷനിലേക്കാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എക്സ് ഡയറക്ഷനിലേക്കുള്ള ഇലക്ട്രിക് ഫീൽഡുമായി ബന്ധപ്പെട്ട് വരുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ബോർഡിന് പുറത്തേക്കാണ് വരുന്നത്. ബോർഡിന് പുറത്തേക്ക് വരിക എന്ന് വെച്ചാൽ മീൻ ചെയ്യുന്നത് ഈ ഫ്രണ്ട് സർഫസിലൂടെ ലൈൻസ് പുറത്തേക്ക് വരികയാണ്. അപ്പം അതിൻ്റെ അർത്ഥം ബാക്ക് സർഫസിലൂടെ ലൈൻസ് അകത്തേക്ക് കയറുകയാണ്. ആരുടെ? എക്സ് കമ്പോണന്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ. അപ്പം നിങ്ങൾ നോക്കോ, നിങ്ങളിവിടെ എക്സ് കമ്പോണന്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എടുക്കുകയാണെങ്കിൽ എക്സ് കമ്പോണന്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ എക്സ് എടുക്കുകയാണെങ്കിൽ എക്സ് കമ്പോണന്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എടുക്കുകയാണെങ്കിൽ നോക്കൂ, ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഫീൽഡ് ലൈൻസ് enter through back face and comes out through front face. ബാക്ക് ഫേസിലൂടെ അകത്തേക്ക് കയറുന്നു, ഫ്രണ്ട് ഫേസിലൂടെ പുറത്തേക്ക് വരുന്നു. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ ബാക്ക് ഫേസിന്റെ പൊസിഷൻ നോക്കൂ. ഈ ബാക്ക് ഫേസിന്റെ പൊസിഷൻ എടുക്കുമ്പോൾ അവിടെ എക്സ് ഈക്വൽ 0 ആണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ എക്സ് കമ്പോണന്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. അപ്പം അതിൻ്റെ അർത്ഥം ബാക്ക് ഫേസ് ഇലക്ട്രിക് ഫീൽഡ് ഇല്ല ഇവിടെ. അതുകൊണ്ട് ബാക്ക് ഫേസിലൂടെ എൻ്റർ ചെയ്യുന്ന ഫ്ലക്സ് ഇവിടെ 0 ആയിരിക്കും. ഇനി ഫ്രണ്ട് ഫേസ് എടുത്താൽ അവിടുത്തെ എക്സ് വാല്യൂ 1 ആണ്. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ 2 × 1² = 2 ആണ്. അപ്പോൾ ബാക്ക് ഫേസ് എടുക്കുമ്പോൾ ആ പൊസിഷനിൽ എക്സ് 0 ആണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എക്സ് കമ്പോണന്റ് 0 ആണ്. അപ്പം നോ ഫ്ലക്സ്. അപ്പോൾ ബാക്ക് ഫേസിൽ ഫ്ലക്സ് ഇല്ല.
എന്നാൽ ഫ്രണ്ട് ഫേസ് എടുക്കുമ്പോൾ അവിടെ എക്സ് വാല്യൂ 1 ആണ്. അപ്പോൾ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ എത്രയാണ്? 2 × x² ഈക്വൽ എത്രയാണ്? 2 ആണ്. എങ്കിൽ അവിടെ നിന്നുള്ള ഫ്ലക്സ് ഐ എം ടേക്കിംഗ് ഇറ്റ് ആസ് φ1 ദാറ്റ്സ് ഈക്വൽ ടു അറിയാമല്ലോ ഇ ഡോട്ട് എ അല്ലേ? ഇ ഡോട്ട് എ ആണ്. ഇ എക്സ് ഡോട്ട് എ എന്ന് വരും ഫ്ലക്സ്. പി എക്സ് എന്ന് പറയുന്നത് 2i ക്യാപ്പാണ് അല്ലേ? 2i ക്യാപ്പാണ്. ഡോട്ട് ഏരിയ എത്ര വരും നോക്ക്. ആ ഫ്രണ്ട് ഫേസിൻ്റെ ഏരിയ എടുക്കുമ്പോൾ ഇതാണ് ഫ്രണ്ട് ഫേസ്. അതിൻ്റെ ഏരിയ വരുമ്പോൾ നോക്കൂ, ഇത്രയും ഏരിയ ആണ് നമ്മൾ എടുക്കേണ്ടത്. ഈ ഏരിയ എടുക്കുമ്പോൾ കണ്ടോ, ഈ ഡിസ്റ്റൻസ് 3 ആണ്, ഈ ഡിസ്റ്റൻസ് 2 ആണ്. അപ്പോൾ 3 × 2 വരും 6 അല്ലേ? ഇനി ഒരു ഡയറക്ഷൻ എങ്ങോട്ടാണ്? എക്സ് ഡയറക്ഷൻ. അപ്പോൾ 6i ക്യാപ്പ് എന്ന് വരും. എത്ര വരും? 12 അല്ലേ? അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ബാക്ക് ഫേസിലൂടെ എൻ്റർ ചെയ്യുന്ന ഫ്ലക്സ് 0 ആണ്, ഫ്രണ്ട് ഫേസിലൂടെ ലീവ് ചെയ്യുന്ന ഫ്ലക്സ് എന്താണ്? 12 ആണ്. അപ്പം അത് കിട്ടിയല്ലോ, പി എക്സ് കിട്ടി. അപ്പോൾ എക്സ് കമ്പോണൻ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വഴി ഫ്ലക്സ് ഒന്നും അകത്തോട്ട് കയറുന്നില്ല, പുറത്തേക്ക് പോകുന്ന ഫ്ലക്സ് 12 ആണ്. ഇനി നമുക്ക് ഇതേപോലെ ഈ വൈ എടുക്കാം. എല്ലാവരും വൈ കമ്പോണൻ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് നോക്കൂ. വൈ കമ്പോണൻ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് -4i ആണ്. അപ്പം അതിൻ്റെ അർത്ഥം വൈ കമ്പോണൻ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ എടുക്കുമ്പോൾ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ 4i ആണ്, അതിന്റെ ഡയറക്ഷൻ -j ആണ്. അതായത് നെഗറ്റീവ് y ഡയറക്ഷനിലേക്കാണ് ഈ y ഉള്ളത്. ഇവിടെ നെഗറ്റീവ് y ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ലെഫ്റ്റിലോട്ടാണ് അല്ലേ? യെസ്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? y കമ്പോണന്റ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ലെഫ്റ്റിലേക്കാണ് വരുന്നത്. അത് ഈ ഈ റൈറ്റ് സർഫസിൽ കൂടെ അകത്തേക്ക് കയറുകയും ലെഫ്റ്റ് സർഫസിലൂടെ പുറത്തേക്ക് പോവുകയും ചെയ്യും അല്ലേ? യെസ്. അപ്പോൾ ഈ y എടുക്കുമ്പോൾ field lines enter through right face and leave through left face ആണോ? യെസ്. ഇങ്ങനെ നോക്കൂ, അത് റൈറ്റ് ഫേസ് എടുക്കും. റൈറ്റ് ഫേസ് എടുത്താൽ റൈറ്റ് ഫേസിൽ വൈയുടെ വാല്യൂ 2 ആണ്. അപ്പം അതിൻ്റെ അർത്ഥം അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 4y 8 ആണ്. അപ്പം ഞാൻ റൈറ്റ് ഫേസ് എടുക്കും. റൈറ്റ് ഫേസ് എടുക്കുകയാണെങ്കിൽ അവിടെ y വാല്യൂ 2 ആണ്. അപ്പം ഈ വൈയുടെ വാല്യൂ എത്ര വരും? 8 വരും. കാരണം ഈ y എന്ന് പറയുന്നത് എത്രയാണ്? 4y ആണ്. അപ്പം 8 വരും ഇത്. അപ്പം അത് -j ആണ്. ഇനി ഏരിയ എടുക്കുമ്പോൾ എല്ലാവരും റൈറ്റ് ഫേസിൻ്റെ ഏരിയ നോക്കൂ. റൈറ്റ് ഫേസ് ആകുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പം അതിൻ്റെ ഏരിയ എടുക്കുമ്പോൾ ഈ ഡിസ്റ്റൻസ് 3 ആണ് അല്ലേ? ഈ ഡിസ്റ്റൻസ് 1 ആണ്. അപ്പോൾ 3 × 1 3 ആണ്. ഇനി റൈറ്റ് ഫേസിൻ്റെ ഏരിയ പുറത്തേക്ക് വരുമ്പോൾ അങ്ങോട്ട് +y ഡയറക്ഷനിലാണ്. അപ്പോൾ 12 ഡോട്ട്. അപ്പോൾ അവിടെ ഏരിയ എടുക്കുമ്പോൾ എത്രയാണ്? ഏരിയ എന്ന് പറയുന്നത് 3j ക്യാപ്പാണ്. അപ്പോൾ അവിടുത്തെ ഫ്ലക്സ് φ2 എടുക്കുമ്പോൾ എത്ര വരും? ഈ ഡോട്ട് j അല്ലേ? -8j ഡോട്ട് 3j. അപ്പോൾ എത്ര വരും? -24 എന്ന് വരും. -24 എന്ന് വെച്ചാൽ ലീവിങ് ഫ്ലക്സ് ആണ്, നെഗറ്റീവ് ആയതുകൊണ്ടാണ്. അല്ല സോറി, -24 എന്ന് വെച്ചാൽ എൻ്ററിങ് ഫ്ലക്സ് ആണ്, അകത്തോട്ട് കയറുന്ന ഫ്ലക്സ് ആണ്, നെഗറ്റീവ് സൈൻ വന്നു. ഇനി അവിടുത്തെ ലെഫ്റ്റ് ഫേസ് എടുത്താൽ നമ്മൾ കണ്ടു അവിടെ y 0 ആണ്. y 0 ആയതുകൊണ്ട് അവിടെ ഈ y 0 ആണ്. അതുകൊണ്ട് ലെഫ്റ്റ് ഫേസിലൂടെയുള്ള ഫ്ലക്സും എത്രയാണ്? 0. അപ്പോൾ ലെഫ്റ്റ് ഫേസിലൂടെ ഫ്ലക്സ് ഇല്ല. കാരണം നോക്കൂ, ഇതാണ് ഇവിടുത്തെ ലെഫ്റ്റ് ഫേസ്. അവിടുത്തെ y വാല്യൂ 0 ആണ്. അപ്പോൾ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. ഇലക്ട്രിക് ഫീൽഡ് 0 ആണെങ്കിൽ അവിടെ ഫ്ലക്സ് ഉണ്ടാവുമോ? ഇല്ല. സ്വാഭാവികമായിട്ടും നമ്മൾ ഈ എക്സും ഈ വൈയും ഡീൽ ചെയ്തു. ഇനി ആരും കൂടെ ഉണ്ട്? ഈ ഇസഡ് കൂടിയുണ്ട് അല്ലേ? യെസ്, ഈ ഇസഡ് ഉണ്ട്. ഈ ഇസഡ് എടുക്കുമ്പോൾ നോക്കൂ, വീണ്ടും ഈ ഇസഡ് എടുക്കുമ്പോൾ ഈ ഇസഡിൽ കാൽക്കുലേഷൻ്റെ ആവശ്യമില്ല. കാരണം ഈ ഇസഡിൽ യൂണിഫോം വാല്യൂ ആണ്. ഇസഡ് ഡയറക്ഷനിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം വാല്യൂ ആണ്. യൂണിഫോം വാല്യൂ ആണെങ്കിൽ അത് ഇസഡിനനുസരിച്ച് വേരി ചെയ്യുന്നില്ല. എങ്കിൽ നോക്കൂ, ഇവിടുത്തെ ഇസഡ് ഡയറക്ഷനിലെ ഫ്ലക്സ് എന്ന് വെച്ചാൽ ഇതാണ് കണ്ട്, ഇസഡ് ഡയറക്ഷനിൽ. അപ്പം ഇലക്ട്രിക് ഫീൽഡ് ഇ എന്ന് പറയുന്നത് 6k ക്യാപ്പാണ്. ഈ ഇസഡ് എന്ന് പറയുന്നത് 6k ക്യാപ്പാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് +z ഡയറക്ഷനിലേക്കാണ്. അപ്പം ഇങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് +z ഡയറക്ഷനിലേക്കാണ്. പക്ഷേ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആണ്, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ്. അതായത് ഇസഡ് ഡയറക്ഷനിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആണ്. നമുക്കറിയാം യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ഇസഡ് ഡയറക്ഷനിലേക്കാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ലോവർ ഫേസിലൂടെ അകത്തേക്ക് കയറും, അപ്പർ ഫേസിലൂടെ പുറത്തേക്ക് പോകും. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആയതുകൊണ്ട് ലോവർ ഫേസിലൂടെ അകത്തേക്ക് കയറുന്ന ഫ്ലക്സും അപ്പർ ഫേസിലൂടെ പുറത്തേക്ക് വരുന്ന ഫ്ലക്സ് ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് നെറ്റ് ഫ്ലക്സ് ഇൻ ദ ഇസഡ് ഡയറക്ഷൻ 0 ആണ്. നെറ്റ് ഫ്ലക്സ് ഇൻ ദ ഇസഡ് ഡയറക്ഷൻ 0 നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ് നമ്മളൊരു
ഇതേപോലുള്ള ഒരു ഓളി എൻക്ലോസിംഗ് സർഫസ് വയ്ക്കുന്നതെങ്കിൽ അതിൻ്റെ നെറ്റ് ഫ്ലക്സ് 0 ആയി വരും. പക്ഷെ ഇവിടെ അത് ഇസഡ് ഡയറക്ഷനിലേക്ക് മാത്രമേ ഉള്ളൂ. കാരണം വൈയും എക്സും ഡയറക്ഷൻ ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം അല്ല. അപ്പം അതുകൊണ്ട് ഇസഡ് ഡയറക്ഷനിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് കമ്പോണന്റ് എടുത്താൽ അത് പ്ലസ് ഇസഡ് ഡയറക്ഷനിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. അപ്പം അതുമായി ബന്ധപ്പെട്ട് വരുന്ന ലൈൻസ് ലോവർ ഫേസിലൂടെ അകത്തേക്ക് കയറും, അപ്പർ ഫേസിലൂടെ പുറത്തേക്ക് പോകും. ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ യൂണിഫോം ആയതുകൊണ്ട് ലോവർ ഫേസിലൂടെ എത്ര ലൈൻസ് ആണ് ക്യൂബിലോട്ട് കയറുന്നത് അത്രയും ലൈൻസ് തന്നെ അപ്പർ ഫേസിലൂടെ പുറത്തേക്കും പോകും. അപ്പം അതുകൊണ്ട് നെറ്റ് ഫ്ലക്സ് ഇസഡ് ഡയറക്ഷൻ എത്രയേ വരുള്ളൂ? 0 ആയി വരുള്ളൂ. ഒറ്റ പോയിന്റേ ഉള്ളൂ, ഇ സെഡ് യൂണിഫോം ആണ്. ഇ സെഡ് ഈസ് യൂണിഫോം. therefore നെറ്റ് ഫ്ലക്സ് എത്ര വരും? 0. അപ്പൊ 3 കമ്പോണന്റേയും കിട്ടി കണ്ടോ, എക്സും വൈയും ഇസഡും കിട്ടി. എക്സ് ഡയറക്ഷനിലേക്കുള്ള ഫീൽഡ് നോക്കിയാൽ ഫ്രണ്ട് ഫേസിലൂടെ 12 ലൈൻസ് പുറത്തേക്ക് വരുന്നു, 12 ഫ്ലക്സ് പുറത്തേക്ക് വരുന്നു കണ്ടോ. എക്സ് ഡയറക്ഷനിലേക്കുള്ള ഫ്ലക്സ് നോക്കിയാൽ, എക്സ് ഡയറക്ഷനിലേക്കുള്ള ഫീൽഡ് നോക്കിയാൽ ലീവിംഗ് ഫ്ലക്സ് 12 ആണുള്ളത്. അപ്പൊ എക്സ് ഡയറക്ഷനിലൂടെ 12 ഫ്ലക്സ് ലീവിംഗ് ആണ്. ഇനി വൈ ഡയറക്ഷനിലേക്കുള്ള ഫീൽഡ് അല്ലെങ്കിൽ ഫ്ലക്സ് നോക്കിയാൽ അവിടെ -24 ആണ് നെറ്റ് ഫ്ലക്സ്. കാരണം എന്താണ്, ഇവിടെയും ഈ ലെഫ്റ്റ് ഫേസിലൂടെ ഫ്ലക്സിൽ റൈറ്റ് ഫേസിലൂടെ 24 ഫ്ലക്സ് അകത്തേക്ക് കയറുന്നു. ഇപ്പൊ എൻ്ററിംഗ് ഫ്ലക്സ് എത്രയാണ്? 24 ആണ്. ഇസഡ് ഡയറക്ഷനിലേക്ക് എൻ്റർ ചെയ്യുന്ന ലൈൻസും ലീവ് ചെയ്യുന്ന ലൈൻസും ഈക്വൽ ആണ്, ഫ്ലക്സ് ഈക്വൽ ആണ്. അതുകൊണ്ട് നെറ്റ് ഫ്ലക്സ് 0 ആണ്. അപ്പോൾ ഈ മൊത്തം ക്യൂബോയിഡിന്റെ നെറ്റ് ഫ്ലക്സ് എടുത്താൽ ഫോർ ഫൈ നെറ്റ് ഫോർ എൻറ്റയർ ക്യൂബോയിഡ് എടുത്ത് എത്രയാണ്? 12 - 24 ഈക്വൽ എത്ര വരും? -12 എന്ന് വരും. എങ്കിൽ എന്താണ് ക്യൂബിനകത്തുള്ള നെറ്റ് ചാർജ് എന്ന് ചോദിച്ചാൽ ക്യൂ നെറ്റ് ഈക്വൽ ടു നമുക്കറിയാം ε0 ഇൻറ്റു ഫൈ നെറ്റ് ആണ്. ε0 ഇൻറ്റു ഫൈ നെറ്റ് -12 ആണ് അല്ലേ? ഇതാണ് വരുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ദ വാല്യൂ ഓഫ്, അപ്പം 2 കാര്യങ്ങൾ മനസ്സിലായി. ക്യൂബിനകത്തുള്ള നെറ്റ് ചാർജ് നെഗറ്റീവാണ്, അതിൻ്റെ വാല്യൂ എത്രയാണ്? 12 കൂളംബ്. അപ്പോൾ നെറ്റ് ചാർജ് ഇൻക്ലോസ്ഡ് 12 കൂളംബാണ് എന്ന് മനസ്സിലാക്കാം. വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ക്യൂ ഈക്വൽ ε0 ഇൻറ്റു ഫൈ നെറ്റ് ആണ്. അപ്പോൾ അതിവിടെ തീർച്ചയായിട്ടും എന്താണ്? ഫൈ നെറ്റ് ശരിക്കും പറഞ്ഞാൽ -12 ആണ് കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് -12 ആണ് കിട്ടുന്നത്, കാരണം ലീവ് ചെയ്യുന്ന ഫ്ലക്സ് ആണ് കൂടുതൽ. അപ്പം ഇസഡ് ഡയറക്ഷനിലേക്ക് നെറ്റ് ഫ്ലക്സ് 0 ആണ്. വൈ ഡയറക്ഷനിലേക്ക് എടുത്താൽ ഫ്ലക്സ് ലീവ് ചെയ്യുന്നൊന്നുമില്ല, എൻ്റർ ചെയ്യുന്ന 24 ഫ്ലക്സ് ഉണ്ട്. പിന്നെ എക്സ് ഡയറക്ഷനിലേക്ക് എടുത്താൽ എൻ്റർ ചെയ്യുന്ന ഫ്ലക്സ് ഇല്ല, ലീവ് ചെയ്യുന്ന 12 ഫ്ലക്സ് ഉണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഇതിൻ്റെ ഐഡിയ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നോക്കിയാൽ ഇസഡ് ഡയറക്ഷനിലേക്ക് നെറ്റ് ഫ്ലക്സ് ഇല്ല, കാരണം ഇസഡ് ഡയറക്ഷനിലേക്ക് വരുന്ന എൻ്ററിംഗ് ഫ്ലക്സും ലീവിംഗ് ഫ്ലക്സും ഈക്വൽ ആണ്. കാരണം ഇസഡ് ഡയറക്ഷനിലേക്കുള്ള ഫീൽഡിൻ്റെ കമ്പോണന്റ് യൂണിഫോം ആണ്. ഈ എക്സ് ഡയറക്ഷനിലൂടെ നോക്കിയാൽ 12 ലൈൻസ് 12 ഫ്ലക്സ് ലീവ് ചെയ്യുന്നതായിട്ട് കാണാം. വൈ ഡയറക്ഷനിലേക്ക് നോക്കിയാൽ 24 ഫ്ലക്സ് എൻ്റർ ചെയ്യുന്നതായിട്ട് കാണാം. അപ്പം 12 ലൈൻസ് പുറത്തേക്ക് പോകുന്നു, 24 ലൈൻസ് എൻ്റർ ചെയ്യുന്നു. അപ്പം നെറ്റ് എൻ്ററിംഗ് നമ്പർ ഓഫ് ലൈൻസ് 12 വരും. അപ്പോൾ അതാണ് ഇവിടുത്തെ നെറ്റ് ഔട്ട് വാർഡ് ഫ്ലക്സ് എന്നുള്ളത് -12 എന്ന് വന്നത്. അപ്പോൾ വാല്യൂ വെച്ചെടുത്താൽ അത് എത്രയാണ്? 12. അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു പേപ്പറിനകത്ത് കണ്ട നല്ല ക്വസ്റ്റ്യൻസിലൊന്നാണ്. പക്ഷേ ഇതൊക്കെ എല്ലാവരും ചെയ്ത് പഠിച്ചിട്ടൊക്കെ പോകുന്നത് തന്നെയാണ്. എന്നാലും കമ്പാരിറ്റീവ്ലി ഒരു വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ? സോ ദ ആൻസർ, ദി ഇൻഡിജർ ഫോർ ദിസ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഈസ് 12. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 28. What is question number 28? In an AC generator, a rectangular coil of 100 turns, each having area 14 into 10⁻² meter square, is rotated at 360 revolutions per minute about an axis perpendicular to a uniform magnetic field 3 Tesla. The maximum value of EMF induced. ഒരു AC generatorലെ maximum EMFന്റെ equation അതെല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണ്? The maximum value of induced EMF is NBA omega. N എന്താണ്? നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ട് 100. മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണ്? 3 ടെസ്ല തന്നിട്ടുണ്ട്. ഏരിയ എത്രയാണ്? 14 into 10⁻². ഇനി ഒമേഗ, ഇവിടെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 360 RPM അല്ലെങ്കിൽ 6 RPS. ഒമേഗ എത്ര വരും? 2πf ആണ്. അപ്പോൾ എത്ര വരും? 12π എന്ന് വരും അല്ലേ? Omega square will be 12π square. Substitute is solve here answer. The final answer is 1584 volt. That's the final answer for this question. It's a very direct question. ഒരു AC generator maximum EMF ചോദിച്ചിരിക്കുന്നത് വളരെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം.
ഓക്കെ അല്ലേ? ഇത് നേരിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ അല്പം കാൽക്കുലേഷൻ ഒക്കെ വരും. കാരണം ഇവിടെ 12 പൈ സ്ക്വയർ ഒക്കെ എടുക്കണം എന്നുള്ളത്. 12 പൈ സ്ക്വയർ വേണ്ടല്ലോ, പൈ സ്ക്വയർ വേണ്ട, നോട്ട് 12 പൈ, 12 പൈ, നോട്ട് 12 പൈ സ്ക്വയർ, 12 പൈ ഒക്കെ എടുത്ത് ചെയ്യേണ്ടി വരും. അപ്പോൾ 12 ഇൻറ്റു പൈ എന്ന് പറയുന്നത് എത്രയാണ്? 22/7 ആയിട്ട് എടുക്കണം. സോൾവ് ചെയ്യുമ്പോഴാണ് ഈ ആൻസർ കിട്ടും. ഓക്കെ, ഇതൊരു നേരിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ഫോമിൽ ഉപയോഗിച്ച് ഒന്നും ചെയ്യാനില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, 29. എ സ്റ്റോൺ ടൈഡ് ടു 180 centimeter long string, a stone tied to 180 centimeter long string at its end is making 28 revolutions in a horizontal circle in every minute. The magnitude of acceleration of the stone. ഇപ്പോൾ വളരെ ഡയറക്റ്റ് ആയൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു സ്റ്റോണ് അതിനൊരു 180 centimeter ലോങ് വയറിൽ അറ്റാച്ച് ചെയ്തിട്ട് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കറക്കുകയാണ്. നമുക്കറിയാം ഹൊറിസോണ്ടൽ സർക്കുലർ മോഷൻ യൂണിഫോം സർക്കുലർ മോഷനാണ്. അപ്പോൾ അതിന് ഒരേ ഒരു ആക്സലറേഷനേ ഉള്ളൂ, സെൻട്രി പെറ്റൽ ആക്സലറേഷൻ. അത് ω² × r ആണ് അല്ലേ? യെസ്. അപ്പോൾ ഇവിടെ 28 റെവല്യൂഷൻസ് ഇൻ 1 minute ആണ്. അപ്പം ഫ്രീക്വൻസി 28 RPS ആണ്, RPM ആണ്. അപ്പോൾ 28/60 RPS ആണ്. ശരിയല്ലേ? യെസ്. എങ്കിൽ ω 2πf അല്ലേ? അപ്പോൾ 2π × 28/60. അപ്പം π/30 വരും അല്ലേ? അപ്പം 14π/15 എന്ന് വരും. ഇനി റേഡിയസ് എത്രയാണ്? 180 centimeter, r = 1.8 meter ആണ്. ആ സ്ട്രിങ്ങിന്റെ റേഡിയസ് ലെന്ത് തന്നെയാണ് ഇവിടെ സർക്കുലർ റേഡിയസ് ആയിട്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൻസർ ആയി എത്ര വരും? 14π/15 സ്ക്വയർ × r. r എന്ന് പറയുന്നത് 1.8 ആണ്. ഇത് ചെയ്യുമ്പോൾ 1936/125 m/s² എന്ന് കിട്ടും. ആൻസർ എത്രയാണ്? 125 ആണ്. ശരിയല്ലേ? ഓക്കെ, ഇത് വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഒരു ഹൊറിസോണ്ടൽ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്ന ബോഡി, അതിൻ്റെ ആക്സലറേഷൻ എന്താണെന്ന് ചോദിച്ചാൽ സെൻട്രി പെറ്റൽ ആക്സലറേഷൻ ആണ്, ω² r ആണ്. ഡേറ്റ ഡയറക്റ്റ് ഉണ്ട്, ഫ്രീക്വൻസി ഉണ്ട്, അതിന് ω കണ്ടുപിടിക്കുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ആൻസർ ആവുന്നു. ക്ലിയർ അല്ലേ? കണ്ടോ, 29 ഒക്കെ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, വീണ്ടും വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഫോമിൽ ഉപയോഗിക്കുന്നു. So next question is 30, that is from the rolling motion in rigid body dynamics ആണ്. അത് നല്ല ക്വസ്റ്റ്യൻ ആണ്, ഇതും അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻ ആണ്. ഈ പേപ്പറിൽ കണ്ട വേറൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ റിജിഡ് ബോഡി ഡൈനാമിക്സിൽ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് പ്യുവർ റോളിംഗ് മോഷനിലേക്ക് ഇംപ്യുവർ റോളിംഗ് മോഷൻ പ്യുവർ റോളിംഗിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണിത്. A uniform disk of mass 0.5 kg and radius r is projected with a velocity 18 m/s at a t = 0 on a rough horizontal surface. It starts off with a purely sliding motion at a t = 0. After 2 seconds, it occurs a pure rolling motion. The total kinetic energy of the disk after 2 seconds will be. Given coefficient of friction is 0.3 and g = 10. ശരിക്കും പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ സാധാരണ അല്പം അഡ്വാൻസ് ലെവലിലൊക്കെ സാധാരണ ഈ അഡ്വാൻസിനൊക്കെ ചോദിക്കുന്ന ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെയാണ് നമ്മളിത് പറയാറുള്ളത് കുട്ടികളോട്. അതായത് ഇംപ്യുവർ റോളിംഗിൽ നിന്ന് പ്യുവർ റോളിംഗിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫ്രിക്ഷൻ. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് തന്നിരിക്കുന്ന മെജോറിറ്റി ഓഫ് ഡേറ്റാസും ആവശ്യമില്ല. ഇല്ല, നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് പറ്റും. വലിയ ഇതിപ്പം ഇതിനകത്ത് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷനെ കുറിച്ച് 0.3 കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ 2 സെക്കൻഡ് കൊണ്ടാണ് ഇതിൻ്റെ ഇംപ്യുവർ റോളിംഗ് പ്യുവർ റോളിംഗ് ആവുന്നത് തുടങ്ങിയൊക്കെ പറയുന്നുണ്ട്. പല ഡേറ്റകൾ ഇവിടെ ആവശ്യമില്ല, ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെ ആ ഡേറ്റ വച്ചും ചെയ്യാം, അതാണ് പ്രത്യേകത. ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത ഈ ഡേറ്റാസ് വെച്ച് നിങ്ങൾക്ക് ചെയ്യാം, നിങ്ങൾക്ക് ആ ഡേറ്റാസ് ഇല്ലാതെയും ചെയ്യാം. 2 രീതിയിൽ ചെയ്താൽ ഒരേ ആൻസർ തന്നെ കിട്ടും. അപ്പം ഡേറ്റ വയ്ക്കാതെ സിമ്പിളായിട്ട് ചെയ്യുന്ന രീതിയാണ് ഞാനിവിടെ പറയുന്നത്. നോക്കൂ, ഇതൊരു ഗ്രൗണ്ട് ലെവലാണ്. ഇപ്പോൾ ഇതൊരു ഡിസ്ക് ആണ്. ഓക്കെ, യെസ്. നോക്കൂ, ഇതൊരു ഡിസ്ക് ആണ്. ഡിസ്ക് അല്ലേ? യെസ്, ഡിസ്ക് ആണ്. ഈ ഡിസ്കിൻ്റെ ടൈം 0 എന്ന് പറയുന്ന സമയത്ത്, അതായത് സ്റ്റാർട്ടിങ് ഇൻസ്റ്റൻറ്റിൽ, ഇതിന് റൊട്ടേഷൻ ഇല്ല, ട്രാൻസ്ലേഷൻ മാത്രമേ ഉള്ളൂ. വിത്ത് എ വെലോസിറ്റി 18 m/s ആണ്. ഇവിടുത്തെ വെലോസിറ്റി ഞാൻ v0 എന്ന് എടുക്കുന്നു, 18 m/s ആണ്. ഇവിടെ ω00 ആണ്, കാരണം ഇതിനെ ജസ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന രീതിയിലാണ് തുടക്കത്തിൽ വിടുന്നത്. ഇറ്റ് സ്റ്റാർട്ട്സ് ഓഫ് വിത്ത് പ്യുവർലി സ്ലൈഡിങ് ഓർ ട്രാൻസ്ലേഷണൽ മോഷൻ. അപ്പോൾ റൊട്ടേഷൻ ഇല്ല. ഇനി നമുക്കറിയാം ഇവിടെ ഫ്രിക്ഷൻ ഉണ്ട്. ആ ഫ്രിക്ഷൻ്റെ എഫക്റ്റിൻ്റെ ഫലമായിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇത് എന്ത് ചെയ്യും? റോളിംഗ് മോഷനിലേക്ക് എത്തും. അതൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ തിയറി പഠിക്കുന്നുണ്ട്. അതെങ്ങനെ ആയിക്കോട്ടെ, അതിൽ പ്രശ്നമൊന്നുമല്ല. ഫ്രിക്ഷൻ്റെ സഹായത്തോടു കൂടി ഇത് പ്യുവർ റോളിങ്ങിലേക്ക് എത്തും. അപ്പം ഇവിടെ ഓൺലി ട്രാൻസ്ലേഷൻ ആണ്. അപ്പം ട്രാൻസ്ലേഷണൽ വെലോസിറ്റി ഉണ്ട്, റൊട്ടേഷണൽ വെലോസിറ്റി ഇനിഷ്യലി 0 ആണ്. പക്ഷെ പിന്നീട് എന്താണ്? ഫ്രിക്ഷൻ്റെ സഹായത്തോടു കൂടി ഇത് റൊട്ടേറ്റ് ചെയ്യാനും തുടങ്ങും. ഇത് കമ്പൈൻഡ് ട്രാൻസ്ലേഷൻ പ്ലസ് റൊട്ടേഷനിലേക്ക് പോയിട്ട് അതെന്ത് ചെയ്യും? തീർച്ചയായിട്ടും
റോളിങ്ങിലേക്ക് എത്തും. അപ്പോൾ റോളിങ്ങിൽ എത്തുന്ന സമയത്ത് വെലോസിറ്റി v ആണ്. റോളിങ്ങിൽ എത്തുന്ന സമയത്ത് വെലോസിറ്റി v ആണ്. ആ സമയത്തിന് റൊട്ടേഷൻ ഉണ്ടാവും ഒമേഗ. ആ സമയത്ത് റൊട്ടേഷൻ ഉണ്ടാവും ഒമേഗ. ശരിയല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ട്രാൻസ്ലേഷൻ v ആണ്, റൊട്ടേഷൻ ഒമേഗയാണ്. മാത്രമല്ല പ്യുവർ റോളിംഗ് അല്ലേ, v = r ഒമേഗ ആണെന്ന് നിങ്ങൾക്ക് അറിയാം. എല്ലാവർക്കും അറിയാം v = എന്താണ്, r ഒമേഗ. പ്യുവർ റോളിംഗ്. അപ്പോൾ ഇത് ഓൺലി ട്രാൻസ്ലേഷൻ സ്റ്റാറ്റസ്, ഇത് പ്യുവർ റോളിംഗ് സ്റ്റാറ്റസ് ആണ്. ഇവിടെ എത്തിയപ്പോൾ അത് പ്യുവർ റോളിംഗിലെത്തി. എങ്കിൽ ഈ പ്യുവർ റോളിംഗ് തുടങ്ങുന്ന സമയത്ത് ഇതിന്റെ കൈനറ്റിക് എനർജി എത്ര? വാട്ട് ഈസ് ദ കൈനറ്റിക് എനർജി ഓഫ് ദിസ് അറ്റ് ദ ഇൻസ്റ്റന്റ് ഓഫ് സ്റ്റാർട്ടിംഗ് ദ പ്യുവർ റോളിംഗ് എന്നാണ് ക്വസ്റ്റ്യൻ. പറയാലോ, ഈ സ്റ്റാറ്റസ് നമ്മൾ കൈനറ്റിക് എനർജി എടുക്കുകയാണെങ്കിൽ എന്താണ് പ്യുവർലി റോളിംഗ് ബോയുടെ കൈനറ്റിക് എനർജി? ½ mv² × 1 + k²/r². കൈനറ്റിക് എനർജികൾ ½ mv² × 1 + k²/r². കൈനറ്റിക് എനർജികൾ ½ mv² × 1 + k²/r². ഇതാണ് പ്യുവർ റോളിംഗ് തുടങ്ങുന്ന സമയത്ത് അതിന്റെ കൈനറ്റിക് എനർജി. അപ്പം k²/r² ഡിസ്ക് ആയതുകൊണ്ട് 1/2 ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മാസ് ഓഫ് ദി ഡിസ്ക് 0.5 kg തന്നിട്ടുണ്ട്. അപ്പോൾ ആകെ ഈ v കണ്ടുപിടിച്ചത്, അതായത് പ്യുവർ റോളിംഗ് നടക്കുന്ന സമയത്ത് അതിന്റെ ട്രാൻസ്ലേഷൻ വെലോസിറ്റി v എത്രയാണെന്ന് ഡിസൈഡ് ചെയ്താൽ നമുക്ക് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ആയി. ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി, ഈ ക്വസ്റ്റ്യന്റെ ആൻസർ കണ്ടുപിടിക്കാൻ ആ v കണ്ടുപിടിച്ചാൽ മതി. v കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ശരിക്കും അവർ മറ്റേ ടൈം അതുപോലെ തന്നെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഒക്കെ തന്നിരിക്കുന്നത്. പക്ഷെ v കണ്ടുപിടിക്കാൻ അതിന്റെ ആവശ്യമൊന്നുമില്ല. മറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഈ ഗ്രൗണ്ടുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന പോയിന്റ് റെഫറൻസ് ആയിട്ടെടുത്ത്, ഈ ഗ്രൗണ്ടുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന പോയിന്റ് റെഫറൻസ് ആയിട്ടെടുത്ത് ആംഗുലർ മൊമെന്റം കൺസർവേഷൻ അപ്ലൈ ചെയ്താൽ മതി, അല്ലേ? കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം അറിയാലോ, COAM. കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം അബൌട്ട് point of contact with the ground. Conservation of angular momentum about the point of contact with the ground. Conservation of angular momentum about point of contact with the ground. Conservation of angular momentum about point of contact with the ground. Okay, yes. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ആംഗുലർ മൊമെന്റം കൺസർവേഷൻ അബൌട്ട് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട് വിത്ത് ഗ്രൗണ്ട് ആണെങ്കിൽ, ഓക്കെ നോക്കൂ, ഈ കേസിൽ നമുക്കറിയാമല്ലോ, ഈ കേസിൽ ആംഗുലർ മൊമെന്റ് അബൌട്ട് ദിസ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് എടുത്താൽ ശരിക്കും പറഞ്ഞാൽ ബോഡി റോളിംഗിലാണെങ്കിൽ അതിന് കമ്പൈൻഡ് ട്രാൻസ്ലേഷൻ പ്ലസ് റൊട്ടേഷൻ ആണ്. അപ്പം ആംഗുലർ മൊമെന്റം ഡ്യൂ ടു റൊട്ടേഷനും ഉണ്ട്, ആംഗുലർ മൊമെന്റം ഡ്യൂ ടു ട്രാൻസ്ലേഷനും ഉണ്ട്. പക്ഷെ ഇവിടെയാണെങ്കിൽ നമുക്ക് ആംഗുലർ മൊമെന്റം ഡ്യൂ ടു റൊട്ടേഷൻ 0 ആണ്, കാരണം ഒമേഗ 0 ട്രാൻസ്ലേഷനേ ഉള്ളൂ. അപ്പം ഇവിടെ ആംഗുലർ മൊമെന്റം ആംഗുലർ മൊമെന്റം ഡ്യൂ ടു ട്രാൻസ്ലേഷൻ മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ആംഗുലർ മൊമെന്റം അബൌട്ട് ട്രാൻസ്ലേഷൻ, ആംഗുലർ മൊമെന്റം ഓഫ് ഡ്യൂ ടു ട്രാൻസ്ലേഷൻ എടുക്കുമ്പോൾ mv0 × r ആണ്, അല്ലേ? mv0 × r. കാരണം ലീനിയർ മൊമെന്റം ഇൻറ്റു ഡയറക്ഷൻ ഓഫ്, അല്ലെങ്കിൽ നമുക്കറിയാം ഒരു റോളിംഗ് ബോഡിയുടെ ആംഗുലർ മൊമെന്റം എടുക്കുമ്പോൾ ആംഗുലർ മൊമെന്റം ഡ്യൂ ടു റൊട്ടേഷൻ പ്ലസ് ആംഗുലർ മൊമെന്റം ഡ്യൂ ടു ട്രാൻസ്ലേഷൻ ആണ് എടുക്കുന്നത്. ആംഗുലർ മൊമെന്റം ഡ്യൂ ടു റൊട്ടേഷൻ എന്ന് പറയുന്നത് I × ഒമേഗയാണ്. I എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് സെന്റർ ഓഫ് മാസ് ആണ്. അത് എന്തുകൊണ്ട് ഇവിടെ എടുത്തില്ല എന്ന് ചോദിച്ചാൽ ഇവിടെ ഒമേഗ 0 ആയതുകൊണ്ടാണ്. പ്ലസ് ആംഗുലർ മൊമെന്റം ഡ്യൂ ടു ട്രാൻസ്ലേഷൻ. ആംഗുലർ മൊമെന്റം ഡ്യൂ ടു ട്രാൻസ്ലേഷൻ എടുക്കുന്നത് എങ്ങനെയാണ്? സെന്റർ ഓഫ് മാസിന്റെ ആംഗുലർ മൊമെന്റമാണ് എടുക്കുന്നത് അബൌട്ട് ദ റെഫറൻസ് പോയിന്റ്. അപ്പോൾ സെന്റർ ഓഫ് മാസിന്റെ ലീനിയർ മൊമെന്റത്തിന് ആ ലീനിയർ മൊമെന്റത്തിന്റെ ഡയറക്ഷനിലേക്ക് റെഫറൻസ് പോയിന്റ് എന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ ഇവിടുത്തെ സെന്റർ ഓഫ് മാസിന്റെ ലീനിയർ മൊമെന്റ് mv0 ആണ്. അതിന്റെ ലൈൻ ഓഫ് മോഷനിലേക്ക് റെഫറൻസ് പോയിന്റ് ഇതാണ്, അതിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈ r ആണ്. അതുകൊണ്ടാണ് അങ്ങനെ എടുത്തിരിക്കുന്നത്, അറിയാലോ. ഈക്വൽ ടു, ഇനി ഇവിടെ വരുമ്പോൾ 2 കമ്പോണന്റും ഉണ്ട്. 2 കമ്പോണന്റ് ഉണ്ടെന്ന് വെച്ചാൽ ആംഗുലർ മൊമെന്റം ഡ്യൂ ടു റൊട്ടേഷനും ഉണ്ട്, ആംഗുലർ മൊമെന്റം ഡ്യൂ ടു ട്രാൻസ്ലേഷനും ഉണ്ട്. ആംഗുലർ മൊമെന്റം ഡ്യൂ ടു റൊട്ടേഷൻ I ഒമേഗയാണ്, ആംഗുലർ മൊമെന്റം ഡ്യൂ ടു ട്രാൻസ്ലേഷൻ mv × r ആണ്. കാരണം ഇവിടെ സെന്റർ ഓഫ് മാസിന്റെ ലീനിയർ മൊമെന്റ് mv ആണ്, ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് r ആണ്. ശരിയല്ലേ? mv0 r ഈക്വൽ ടു I എന്ന് പറയുന്നത് എത്രയാണ്? mr²/2. ഡിസ്ക് അല്ലേ? യെസ്. ഇൻറ്റു ഒമേഗ v/r അല്ലേ? p = r ഒമേഗ പ്ലസ് mvr അല്ലേ? യെസ്. കണ്ട് എല്ലായിടത്തും r ക്യാൻസലായി, m ക്യാൻസലായി. അപ്പോൾ എത്ര വരും? v0 18 ആണ്. m പോയല്ലോ, r² r പോയി, പിന്നെ v/2 പ്ലസ് v. അപ്പം അതിൽ നിന്ന് 3v/2 ഈക്വൽ ടു 18 വരും. അപ്പോൾ v12 വരും, അല്ലേ? 12 m/s. അപ്പോൾ പ്യുവർ റോളിംഗ് തുടങ്ങുന്ന സമയത്ത് ഈ ബോഡിയുടെ ട്രാൻസ്ലേഷൻ വെലോസിറ്റി 12 ആണ്.
എങ്കിൽ ആ സമയത്ത് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കുകയാണ്. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് m ഇൻറ്റു വി സ്ക്വയർ ഇൻറ്റു 1 + k²/r² ആണ്. ഹാഫ് ഇൻറ്റു മാസ് 0.5 കിലോഗ്രാം, വി സ്ക്വയർ 12² 144, 1 + 1/2. ഡിസ്ക് അല്ലേ, k²/r², ഹാഫ് അറിയാലോ. ഡിസ്കിന്റെ k²/r² 1/2 ആണ്. ഇത് സോൾവ് ചെയ്ത് കിട്ടുന്നതാണ് ആൻസർ. അപ്പോൾ 147 36 ഇൻറ്റു 3/2 അല്ലേ, യെസ് 54 വരും. 54 ജൂളാണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. അപ്പോൾ ഇതാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ക്വസ്റ്റിനൊക്കെ വളരെ ഇതാണ്. കാരണം ഇതിനകത്ത് തന്നിരിക്കുന്ന മിക്ക ഡേറ്റകളും ആവശ്യമില്ല. 2 seconds കഴിഞ്ഞാണ്. അപ്പം ഈ ഇംപ്യൂർ റോളിംഗ് പ്യൂർ റോളിംഗ് ആവാൻ എടുക്കുന്ന ടൈം 2 seconds ആണ്. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഫ്രിക്ഷൻ്റെ കോഎഫിഷ്യന്റ് 0.3 ആണ്. ഈ കാര്യങ്ങളൊന്നും ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ ആവശ്യമില്ല. നമ്മൾ ആ കാര്യങ്ങൾ വെച്ച് ചെയ്യാം. അതാണ് വേറെ. ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഈ മ്യൂൺ ഈ ടൈമൊക്കെ എടുത്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിനേക്കാളും എളുപ്പമാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്. നമ്മൾ കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം എബൌട്ട് ദ പോയിന്റ് ഓഫ് കോൺടാക്ട് വിത്ത് ദ ഗ്രൗണ്ട് വെച്ച് ഈ വി കണ്ടുപിടിക്കുന്നു. വി കണ്ടുപിടിച്ചാൽ പിന്നെ ഒരു പ്രയാസമില്ല. നമുക്ക് ഹാഫ് mv² × 1 + k²/r² വെച്ച് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കും. ഇത് അല്പം നല്ലൊരു ക്വസ്റ്റ്യനാണ്. ശരിക്കും ഞാൻ പറഞ്ഞു, ഈ പേപ്പറിനകത്ത് 2 ക്വസ്റ്റ്യൻ നല്ല ക്വസ്റ്റ്യനായിട്ട് എന്ന് വെച്ചാൽ ഒരു എബവ് ആവറേജ് ടൈപ്പ് ക്വസ്റ്റ്യനായിട്ട് കണ്ടുള്ളൂ. ഒന്ന് ആ ഒരു ക്യൂബോയിഡിനകത്തുള്ള നെറ്റ് ചാർജ് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യനും പിന്നെ ഇപ്പോൾ ലാസ്റ്റിൽ ചെയ്ത ക്വസ്റ്റ്യനും. ബാക്കി എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് എളുപ്പമുള്ളതും ഈസി ലെവലിൽ മാത്രമുള്ളതുമാണ്. ഓക്കെ അല്ലേ? ശരി. ഓൾ ദ 30 ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് പ്രിപ്പറേഷൻസ് കൊണ്ടുപോകുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ നമ്മുടെ ഈ പേപ്പർ ഡിസ്കഷൻ ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് ഫോർ എവരി വൺ ആൻഡ് താങ്ക് യു.